ഡിയർ സ്റ്റുഡൻസ്, ഇനിയുള്ള സമയം കൊണ്ട് LSGS മെയിൻസ് എങ്ങനെ പഠിച്ചെടുക്കണമെന്നുള്ള കൃത്യമായ സ്ട്രാറ്റജി വീഡിയോ നമ്മുടെ ഈ ചാനലിലെ LSGS പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണുക. നിങ്ങൾ സെൽഫ് പ്രിപ്പറേഷൻ നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വളരെയധികം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളൊരു അഫോർഡബിൾ ബാച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള LSGSന്റെ ടെസ്റ്റ് സീരീസ് ബാച്ച്, റിവിഷൻ ബാച്ചുകൾ, ഫുൾ ബാച്ചുകൾ എല്ലാം ഒരു അഫോർഡബിൾ ഫീസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഫീസ് മാത്രമേ അഫോർഡബിൾ ആയിട്ടുള്ളൂ, പക്ഷേ കോഴ്സിന്റെ ക്വാളിറ്റി എക്സ്ട്രീംലി ഹൈ ആണ്. എത്ര ഡെമോ ക്ലാസ് വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നന്ദു സാർ ഡിസ്കസ് ചെയ്യുന്നത് റൂറൽ എക്കണോമി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്കറിയാം റാങ്ക് മേക്കിംഗ് ആയി വരാൻ പോകുന്ന ഒരു ഏരിയ ആണത്. റൂറൽ എക്കണോമി, ഇന്ത്യയുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ പറ്റി പഠിക്കണം. അതുപോലെ തന്നെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പറ്റിയും പഠിക്കണം, ഗ്രാമീണ മേഖലയിലുള്ളത്. ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഫുൾ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ കിട്ടുന്നതായിരിക്കും. ചാനലിലെ അംഗങ്ങളാവുക. അവിടെ തരുന്ന ഇത്തരത്തിലുള്ള റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള PDF നോട്ടുകളും അതിനോടൊപ്പം ഡെയിലി തരുന്ന മോക്ക് ടെസ്റ്റുകളും കൃത്യമായി യൂട്ടിലൈസ് ചെയ്താൽ തന്നെ, അവിടുത്തെ ഫ്രീ റിസോഴ്സസ് കൃത്യമായി യൂട്ടിലൈസ് ചെയ്താൽ തന്നെ നിങ്ങളുടെ മാർക്ക് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. ഞങ്ങളുടെ കോഴ്സസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിലും കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഓൾ ദി ബെസ്റ്റ്. വരുന്നതാണ് കോൺസെപ്റ്റ് ഓഫ് ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ്. അതിനകത്ത് വരുന്നതാണ് ഈ ഒരു റൂറൽ എക്കണോമി ഇൻ ഇന്ത്യ ആൻഡ് കേരള. അപ്പൊ അങ്ങനെ കൊടുത്തിട്ടുള്ള ഒരു എന്താ സിലബസിനകത്ത് കൊടുത്തിട്ടുള്ളതും റൂറൽ എക്കണോമി ഇൻ ഇന്ത്യ ആൻഡ് കേരള എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് പറയുന്ന സമയത്ത് നമുക്ക് നോക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഒരുപാട് കാര്യങ്ങൾ നോക്കണം. കാരണം റൂറൽ എക്കണോമി എന്ന് പറയുമ്പോൾ ഗ്രാമപ്രദേശത്തിന്റെ സമ്പദ് വ്യവസ്ഥ അല്ലെ. റൂറൽ എക്കണോമി വെച്ചാൽ റൂറൽ ഏരിയാസിന്റെ സമ്പദ് വ്യവസ്ഥ. അപ്പൊ അതിനകത്ത് റൂറൽ ഏരിയാസിനകത്തുള്ള പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണ് അഗ്രികൾച്ചർ, അതിനെപ്പറ്റി നോക്കണം. റൂറൽ ഏരിയാസിലെ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ പറ്റി നോക്കണം. ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിനെ പറ്റി നോക്കണം. കോഓപ്പറേറ്റീവ് സെക്ടർ, നമുക്കറിയാം കേരളത്തിലെ ഗ്രാമപ്രദേശത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് സഹകരണ മേഖലകൾ. അപ്പൊ അവരെ പറ്റി നോക്കണം. അതുപോലെ തന്നെ MSME, ചെറുകിട വ്യവസായങ്ങൾ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നോക്കണം. ഇത് കൂടാതെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, ഗ്രാമവികസനവുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ്, അവരുടെ കുറച്ച് സ്കീമുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പൊ അത് കേരളത്തിലും നോക്കണം, ഇന്ത്യയിലും നോക്കണം. നമ്മുടെ സിലബസിനകത്ത് പറയുന്ന റൂറൽ എക്കണോമി ഇൻ ഇന്ത്യ ആൻഡ് കേരള എന്നുള്ളതാണ് സിലബസിനകത്ത് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിന്റെയും ഇന്ത്യയുടെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ ഡെവലപ്മെന്റ് ആണ് ആദ്യം നമ്മൾ നോക്കുന്നത്. എന്താണ് റൂറൽ ഡെവലപ്മെന്റ്? ഗ്രാമവികസനം. എന്താണ് ഗ്രാമവികസനം എന്ന് പറയുന്നത്? നമുക്കറിയാം ഗ്രാമപ്രദേശത്തിന്റെ വികസനം അല്ലെ. ഇറ്റ്സ് എസെൻഷ്യലി ഫോക്കസ് ഓൺ actions for the development of areas that are lagging behind in overall development of the village economy. അപ്പൊ നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ പിന്നോട്ട് നിൽക്കുന്ന മേഖലകളിലെല്ലാം തന്നെ ഊന്നല് കൊടുത്ത് സമഗ്രമായിട്ടുള്ള വികസനത്തിനെ ഉദ്ദേശിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് റൂറൽ ഡെവലപ്മെന്റ്, ഗ്രാമവികസനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ ഈ ഒരു ചാപ്റ്റർ, അതായത് റൂറൽ എക്കണോമി എന്ന് പറയുന്ന 2-3 ഭാഗങ്ങളായിരിക്കും. മിക്കവാറും 2 ഭാഗമായിട്ടായിരിക്കും ക്ലാസ് എടുക്കാം. അതിലത് ഒന്നാമത്തെ ഭാഗമാണ്. ഇവിടെ നമ്മൾ കേരള ഫോക്കസ് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഇതിനകത്തുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൽ നിന്നാണ്, പ്ലാനിംഗ് ബോർഡിന്റെ എക്കണോമിക് റിവ്യൂവിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. പ്ലസ് NCERT, അതുപോലെ തന്നെ MSMEയുടെ മിനിസ്ട്രി, അങ്ങനെ കുറച്ച് വെബ്സൈറ്റിൽ നിന്ന് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ഇന്ത്യൻ എക്കണോമി, ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട റൂറൽ എക്കണോമിയുടെ കാര്യങ്ങൾ NCERT, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ എക്കണോമിക് സർവേ, അതിൽ നിന്നെല്ലാം ആയിരിക്കും എടുക്കുക എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. അപ്പോ ഇനി റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പല മേഖലകളിൽ നമ്മൾ റൂറൽ ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഹ്യൂമൻ റിസോഴ്സ്, മാനവ വിഭവശേഷി വികസനം. അതിനകത്ത് ലിറ്ററസി, അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഫീമെയിൽ ലിറ്ററസി. അപ്പൊ നമ്മളിവിടെ പറയുന്ന കാര്യം വെച്ചാൽ റൂറൽ ഡെവലപ്മെന്റ്, ഗ്രാമവികസനം ഏതൊക്കെ മേഖലകളിലാണ് ഊന്നൽ കൊടുക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ഗ്രാമവികസനം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഏതൊക്കെ മേഖലകളിൽ ഊന്നൽ കൊടുക്കുന്നു, പ്രത്യേകിച്ച് മാനവ വികസനത്തിന് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഒരു കാര്യം ഊന്നൽ കൊടുക്കുന്നുണ്ട്. എന്താണ് ഈ പറയുന്ന പോലെ നമ്മുടെ റൂറൽ ഡെവലപ്മെന്റ്, അതിനകത്ത് ലിറ്ററസി, നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കാനുള്ള ലിറ്ററസി, സാക്ഷരത, പ്രത്യേകിച്ച് ഫീമെയിൽ ലിറ്ററസി. നമുക്കറിയാം ഇന്ത്യയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു ലിറ്ററസി ഗ്യാപ്പ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും അല്ലെ. ഇന്ത്യയിൽ ലിറ്ററസി ഗ്യാപ്പ്, മെയിൽ ഫീമെയിൽ ലിറ്ററസി ഗ്യാപ്പ് വളരെ കൂടുതലാണ്. അപ്പൊ ആ ഒരു ലിറ്ററസി ഗ്യാപ്പ് നികത്തുക എന്നുള്ളത് നമ്മുടെ ഗ്രാമവികസനത്തിന്റെ ലക്ഷ്യമാണ്. കാരണം എന്തുകൊണ്ടാണ്? ഗ്രാമപ്രദേശങ്ങളിലാണ് ഈ ഒരു ലിറ്ററസി ഗ്യാപ്പ് നമുക്ക് കൂടുതലായിട്ടും കാണാൻ പറ്റുക. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, ഗ്രാമപ്രദേശങ്ങളിൽ സ്കൂളുകൾ പൊതുവെ കുറവാണ്, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കുറവാണ്. അപ്പൊ അത് എത്തിക്കുക. അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെന്റ്, അതിനുശേഷം ഹെൽത്ത്, ആരോഗ്യ മേഖലയുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്തുക. നമുക്കറിയാം കൂടുതൽ മെച്ചപ്പെട്ട
ആരോഗ്യ സേവനങ്ങൾ നഗരങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ആശുപത്രികളിലാണ് ലഭ്യമാകുക. അതിപ്പോൾ ഗവൺമെന്റ് ആശുപത്രി ആണെങ്കിലും പ്രൈവറ്റ് ആശുപത്രി ആണെങ്കിലും. അതുകൊണ്ടാണ് ഇന്ത്യയിൽ അർബനൈസേഷൻ കൂടുതലായിട്ട് നടക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനം, മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സംവിധാനം, ഇതെല്ലാം തന്നെ നമുക്ക് എവിടെ കിട്ടുന്നുണ്ട്? നഗരപ്രദേശങ്ങളിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അർബനൈസേഷൻ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ബെറ്റർ സർവീസസ് ഡെലിവറി ചെയ്യുന്നത് നഗരപ്രദേശങ്ങളിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രാമപ്രദേശങ്ങൾ ഇതെല്ലാം തന്നെ പിന്നോട്ട് നിൽക്കുകയാണ്. അപ്പൊ റൂറൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലിറ്ററസി, എഡ്യൂക്കേഷൻ, സ്കിൽ ഡെവലപ്മെന്റ്, ഹെൽത്ത്, സാനിറ്റേഷൻ, പബ്ലിക് ഹെൽത്ത് തുടങ്ങിയ കാര്യങ്ങളിൽ എന്ത് ചെയ്യണം? ഊന്നൽ കൊടുക്കണം. അതുപോലെ തന്നെ ലാൻഡ് റിഫോംസ്. നമുക്കറിയാം കൂടുതൽ ആൾക്കാർ തമ്മിലുള്ള അന്തരം കൂടുതലാണ് ഈ പറയുന്ന ഗ്രാമപ്രദേശങ്ങളിൽ. അതായത് ഭൂമി ഉള്ളവരും ഭൂമി ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ലാൻഡ് റിഫോംസ് വഴി ലാക്ക് ഓഫ് അസറ്റ്സ് എന്ന് പറയുന്ന ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും. ദെൻ ഡെവലപ്മെന്റ് ഓഫ് പ്രൊഡക്റ്റീവ് റിസോഴ്സ് ഓഫ് ഈച്ച് ലൊക്കാലിറ്റി. ഓരോ ഏരിയയിലെയും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള റിസോഴ്സ് അല്ലെങ്കിൽ റിസോഴ്സസ് നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്താം. ഉദാഹരണം പറഞ്ഞാൽ പാലക്കാട്, ആലപ്പുഴ തുടങ്ങിയ കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് കൃഷിയാണ്, അല്ലെ? അപ്പൊ അങ്ങനെ പറയുമ്പോൾ അവിടെ നെൽവയലുകൾ ഒരുപാടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള നെൽവയലുകൾ നമുക്ക് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഹൈബ്രിഡ് വിത്തിനങ്ങൾ കൊണ്ടുവന്ന് പ്രോപ്പറായിട്ട് ഫെർട്ടിലൈസറും അതുപോലെ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം? വലിയ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഉൽപാദനം നടത്താൻ പറ്റുന്നു. അതായത് ഒരു ഏരിയയിൽ ഈച്ച് ലൊക്കാലിറ്റി, ഓരോ ഏരിയയിലും പ്രധാനപ്പെട്ട എന്താണ്, അപ്പൊ അത് ഫോക്കസ് ചെയ്ത് ചില ഏരിയസിൽ എന്തായിരിക്കും? അവിടെ ചെറുകിട, ഇപ്പോൾ ആലപ്പുഴ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കയർ വ്യവസായം ഉണ്ട്. അപ്പൊ അത് ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഓരോ ഗ്രാമപ്രദേശത്തിന്റെയും വികസനത്തിന് ആ ലൊക്കാലിറ്റിയിലെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റി എന്താണോ അല്ലെങ്കിൽ റിസോഴ്സ് എന്താണോ അതിനെ പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യം, ഗ്രാമങ്ങളുടെ വികസനത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രിസിറ്റി, ഇറിഗേഷൻ, ക്രെഡിറ്റ് മാർക്കറ്റിംഗ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, അതിനുശേഷം കൺസ്ട്രക്ഷൻ ഓഫ് വില്ലേജ് റോഡ്സ്, ഫീഡർ റോഡ്സ്, നിയർ ബൈ ഹൈവേ, ഫെസിലിറ്റീസ് ഫോർ അഗ്രികൾച്ചർ റിസർച്ച് ആൻഡ് എക്സ്റ്റൻഷൻ ആൻഡ് ഇൻഫർമേഷൻ ഡിസമിനേഷൻ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, റൂറൽ ഏരിയാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എക്കണോമിക് ആക്ടിവിറ്റി ഏത് തന്നെയാണ്? അഗ്രികൾച്ചർ തന്നെയാണ്. അപ്പൊ അതിന്റെ ഡെവലപ്മെന്റാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. അതുപോലെ സ്പെഷ്യൽ മെഷേഴ്സ് ഫോർ എലിവേഷൻ ഓഫ് പോവർട്ടി ആൻഡ് ബ്രിങ്ങിങ് അബൌട്ട് significant improvement in the living condition of the weaker section of population, emphasizing access to productive employment opportunities. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ സാധനം എല്ലാം തന്നെ ഞാൻ NCERT 11th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്ക് നിന്ന് അതുപോലെ എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് റൂറൽ ഡെവലപ്മെന്റ്, എന്താണ് ഗ്രാമവികസനം എന്നുള്ള കാര്യം. ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കിലോട്ട് പോകുന്നത്, റൂറൽ എക്കണോമി കേരളത്തിന്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിലോട്ട് നമ്മൾ പോകുന്നത്. നിങ്ങളെല്ലാവരും വയനാടിന്റെ ഇൻസിഡന്റിനെ പറ്റിയൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. S+1 ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ്, നിങ്ങളെല്ലാവരും വയനാടിന്റെ ഇൻസിഡന്റിനെ പറ്റി അറിഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ വയനാട്ടിലുള്ള ആരെങ്കിലും ഉണ്ടോ? വയനാട് താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ നമുക്കിടയിൽ? ഇല്ലല്ലോ, ഇല്ല. ഓക്കെ. അപ്പോൾ നമ്മളാൽ കഴിയുന്ന സഹായങ്ങളെല്ലാം കൊടുക്കാൻ പറ്റുന്ന, പൈസ ആയിട്ട് തന്നെ കൊടുക്കണമെന്നില്ല, പൈസ ആയിട്ടോ അല്ലാതെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ഒരുപാട് കളക്ഷൻ പോയിന്റുകൾ ഉണ്ട്. നമുക്കിപ്പോൾ വസ്ത്രങ്ങൾ കൊടുക്കാം, ഭക്ഷണ സാധനങ്ങൾ കൊടുത്തുവിടാം, പാക്ഡ് ഫുഡ്സ് കൊടുത്തുവിടാം, അതുപോലെ തന്നെ പിന്നെ എന്താണ് അടിവസ്ത്രങ്ങൾ പുതിയതായിട്ടുള്ളത് കൊടുത്തുവിടാം, ബെഡ്ഷീറ്റുകൾ കൊടുത്തുവിടാം, അതുപോലെ തന്നെ സാനിറ്ററി നാപ്കിൻസ്, ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന ആൾക്കാർ അത് കൊടുക്കുക. അല്ലെങ്കിൽ പുതിയതായിട്ട് നമ്മുടെ കയ്യിൽ എടുക്കാത്ത വസ്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. പൈസ തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇപ്പോൾ ഒരുപാട് കളക്ഷൻ പോയിന്റുകൾ, കഴിഞ്ഞ ആഴ്ച ഇതുപോലെ കളക്ഷൻ പോയിന്റിൽ ഇങ്ങനത്തെ ആവശ്യങ്ങൾ മുന്നോട്ട് വന്നിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇങ്ങനെ കൊടുക്കാൻ താല്പര്യമുള്ളവർ കൊടുക്കുക. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ജില്ലകളിൽ ഇങ്ങനെ കളക്ഷൻ പോയിന്റുകൾ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ജില്ലയിലെ ഇൻസ്റ്റാഗ്രാം പേജുകളൊക്കെ കാണുമല്ലോ ജില്ലയായിട്ട് ബന്ധപ്പെട്ട്, അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജില്ലയിൽ എവിടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള കളക്ഷൻ പോയിന്റുകൾ ഉള്ളതെന്ന് അറിയാൻ പറ്റും. ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. പിന്നെ നമ്മുടെ മീൻസ് നമുക്ക് പറ്റുന്ന പോലെ, എല്ലാവർക്കും പൈസ കാണണമെന്നില്ല, പറ്റുന്ന പോലെയൊക്കെ നമുക്ക് എന്ത് ചെയ്താൽ മതി? സഹായിക്കുക. ഒരു 10 പേര് 100 രൂപ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? 1000 രൂപയാവുന്നു. കുറച്ച് ആൾക്കാർക്ക് ഫുഡ് കൊടുക്കാനുള്ള പൈസ കിട്ടുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് ബാക്കി നമ്മളിലോട്ട് പോവാം. റൂറൽ എക്കണോമി കേരളത്തിന്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് കേരളത്തിന്റെ റൂറൽ അർബൻ പോപ്പുലേഷൻ ആണ്. അപ്പൊ നോക്കുക, 2001 ഈ റെഡ് കളർ അല്ലെങ്കിൽ ഈ ഒരു എന്താ ബ്രൗൺ കളർ കാണിച്ചിരിക്കുന്നത് അർബൻ പോപ്പുലേഷൻ ആണ്. കണ്ടല്ലോ, ഈ ഒരു ബ്ലൂ കളറാണ് റൂറൽ പോപ്പുലേഷൻ കാണിച്ചിരിക്കുന്നത്. ഇത് 2001 സെൻസസ് ആണ്. 2011 സെൻസസ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? NCERT പോയിന്റ്സ് ഇൻക്ലൂഡ് ആണ്. ചാപ്റ്റർ വായിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾ ആ ചാപ്റ്ററിനകത്തുള്ള കാര്യം, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കുന്ന സമയത്ത്
കുറച്ച് പോയിന്റ്സ് നമ്മുടെ മനസ്സിൽ തങ്ങിയിരിക്കും. അതുകൊണ്ട് വായിക്കുന്നത് നല്ലതായിരിക്കും. ഇന്ന് പഠിക്കുന്ന പാഠഭാഗത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ 2 പേജിൽ മാത്രമേ NCERT ചാപ്റ്റേഴ്സ് ഉള്ളൂ. ഇനി അടുത്ത ദിവസമാണ് നമ്മൾ ഇന്ത്യനെ പറ്റി പഠിക്കുന്നത്. അപ്പോഴായിരിക്കും കൂടുതൽ NCERT പോയിന്റ്സ് ഉണ്ടാവുക. ഇതിനകത്ത് കേരള എക്കണോമിക് റിവ്യൂവിന്റെ പോയിന്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, 2001 സെൻസസ് പ്രകാരം കേരളത്തിന്റെ നഗരപ്രദേശത്തിലും ഗ്രാമപ്രദേശത്തിലും താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. 2011 ആകുന്ന സമയത്ത് ഇവിടുന്ന് എന്താ നിങ്ങൾക്ക് നിരീക്ഷിച്ചെടുക്കാൻ പറ്റുന്നത്? കേരളത്തിൽ അർബൻ പോപ്പുലേഷൻ വർദ്ധിച്ചിട്ടുണ്ട്, ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ശതമാനാടിസ്ഥാനത്തിൽ അല്ലെ, ശതമാനാടിസ്ഥാനം എടുത്ത് നോക്കുന്ന സമയത്ത് ശതമാനാടിസ്ഥാനത്തിൽ പെർസെൻറ്റേജ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്? ഒരു റാപ്പിഡ് അർബനൈസേഷൻ നടക്കുന്നു. അതായത് റൂറൽ ഏരിയാസിൽ നിന്ന് ആൾക്കാർ എങ്ങോട്ട് പോകുന്നു? അർബൻ ഏരിയാസിലോട്ട് പോകുന്നു എന്നുള്ള കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കാതെ. അർബൻ ഏരിയാസ്, അപ്പൊ അതിന്റെ അർത്ഥം ഒരു റാപ്പിഡ് അർബനൈസേഷൻ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ റൂറൽ എക്കണോമി പറ്റിയാണ് പഠിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്കറിയാം, യെസ്, ഒരു അർബൻ മൈഗ്രേഷൻ, ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് നഗരപ്രദേശങ്ങളിലോട്ട് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നു. നിലവിൽ 2011 സെൻസസ് പ്രകാരം കേരളത്തിന്റെ ജനസംഖ്യയുടെ 47.7%, മൊത്തം ജനസംഖ്യയുടെ 47.7% ജനങ്ങളും താമസിക്കുന്നത് അർബൻ ഏരിയാസിലാണ്, സിറ്റീസിലും ടൗണിലുമാണ്. മനസ്സിലായല്ലോ? അതിന്റെ അർത്ഥം ഓൾമോസ്റ്റ് 50%. 2021 ഒരു സെൻസസ് എടുത്തിരുന്നെങ്കിൽ അത് 50% മുകളിലാകുമായിരുന്നു. എന്തുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണമെന്ന് മനസ്സിലായോ? കാരണം 2001 2011 ഇടയിൽ അർബനൈസേഷൻ 21.74%, അതായത് 2001 നിന്ന് 21.74% ആൾക്കാരാണ് 2011 ആയപ്പോൾ നഗരപ്രദേശത്തോട്ട് കുടിയേറി താമസിച്ചത്. മനസ്സിലായല്ലോ? അതായത് റൂറൽ ഏരിയയിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു അർബനൈസേഷൻ, അർബൻ ഏരിയയിലോട്ടുള്ള ഒരു മൈഗ്രേഷൻ കേരളത്തിൽ നടക്കുന്നുണ്ട്. ആ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ നമ്മുടെ ചോദ്യം വരുന്നത്, എന്തുകൊണ്ടായിരിക്കാം റൂറൽ ഏരിയയിൽ നിന്ന് ആൾക്കാർ അർബൻ ഏരിയാസിലോട്ട് കൂടുതലായിട്ട് പോകുന്നത്? അവിടെ പുഷ് ഫാക്ടറും ഉണ്ട്, പുൾ ഫാക്ടറും ഉണ്ട്. പുഷ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? പുഷ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? റൂറൽ ഏരിയയിൽ നിന്ന് ആൾക്കാർ അർബൻ ഏരിയയിലോട്ട് പോകാനുള്ള കാരണം ഏതെങ്കിലും ഫാക്ടേഴ്സ് നിങ്ങൾ പുഷോ പുള്ളോ ഏതെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി. യെസ്, ഒന്നാമത് നമുക്കറിയാവുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ്. യെസ്, ഒന്നാമത് എല്ലാവരും പറയുന്ന പോയിന്റുകൾ നമുക്ക് വായിക്കാം. അപ്പൊ പോയിന്റുകൾ ഒന്ന് മനസ്സിലാക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സിലബസിനകത്ത് നമ്മുടെ ഈ LSGSന്റെ സെക്കൻഡ് പേപ്പറിനകത്ത് നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ തന്നെയുണ്ട്, അർബൻ ഗവേണൻസ് എന്നൊക്കെ പറഞ്ഞൊരു ചാപ്റ്റർ ഒക്കെ തന്നെയുണ്ട്. അപ്പൊ അല്ല, ഒരു പ്രത്യേക സബ്ജക്ട് തന്നെയുണ്ട്. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന അർബനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കാരണങ്ങൾ ചോദിക്കാം. അപ്പൊ അതിനകത്ത് ഒന്നാമത് പറയാവുന്നതാണ് ജോബ്, അല്ലെ, ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ നഗരപ്രദേശങ്ങളിൽ കൂടുതൽ കാണപ്പെടുന്നുണ്ട്. രണ്ടാമത് ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. ഇൻഫ്രാസ്ട്രക്ചർ അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ. നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കൊച്ചിയിലോട്ട് താമസം മാറുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഗതാഗതത്തിന്റെ ഭാഗമായിട്ട് മെട്രോ ലഭ്യമാണ്, അല്ലെ? അങ്ങനെ വരുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർ നഗരത്തിലോട്ട് പോയി കഴിഞ്ഞാൽ യാത്രാ സൗകര്യം ലഭ്യമാണെന്ന് പറയുന്നുണ്ട്. മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ യാത്ര മാത്രമല്ല, അതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് സംവിധാനമുണ്ട്, അതുപോലെ തന്നെ മറ്റ് നമുക്ക് എന്താണ് എന്റർടൈൻമെന്റ് ഫെസിലിറ്റീസ് ഉണ്ട്, അതുപോലെ ഷോപ്പിങ്ങിന് വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട്. ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ കൂടുതൽ ആൾക്കാർക്കും ഉണ്ടാകുന്നു. IT മേഖല, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല തുടങ്ങിയ മേഖലയെല്ലാം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. ബെറ്റർ സാലറി, ബെറ്റർ ലിവിംഗ് കണ്ടീഷൻ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, അതായത് ജീവിത നിലവാരം കുറച്ച് കൂടുതലാണ് ഇവിടെ നഗരപ്രദേശങ്ങളിൽ. അതെ, ഹെൽത്ത് സർവീസ്, ഇതെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറയാം. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് വേറെന്ത് മനസ്സിലാക്കാൻ പറ്റും? റൂറൽ ഏരിയാസിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുടെ ഒരു അപര്യാപ്തത, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ റൂറൽ ഏരിയാസിൽ വളരെ കുറവാണ്. എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ, അതൊക്കെ കൊണ്ട്, ജോബ് ഓഫ് ദ പാരന്റ്സ്, അതൊക്കെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നഗരപ്രദേശങ്ങളിലോട്ട് പോകുന്നു. അതിന്റെ അർത്ഥം ഗ്രാമപ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമല്ല. ഗ്രാമപ്രദേശങ്ങളിൽ ആൾക്കാർക്ക് പ്രോപ്പർ ആയിട്ടുള്ള തൊഴിൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള തൊഴിൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഹൈ പേയിങ് ജോബ്സ് ഒന്നും എന്തില്ല, ഗ്രാമപ്രദേശങ്ങളിലില്ല. പ്രോപ്പർ അടിസ്ഥാന സൗകര്യങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലില്ല. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ അപര്യാപ്തത എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ആൾക്കാരെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് നഗരത്തിലോട്ട് കുടിയേറുന്നതിന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കാരണമായിട്ട് മാറുന്നുണ്ട്. അപ്പൊ കേരളത്തിൽ ഒരു റാപ്പിഡ് അർബനൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഒരു റീജിയണൽ ഇംബാലൻസ്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ഡെവലപ്മെന്റ്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് കൂടുതലും നഗരപ്രദേശങ്ങളിൽ വരുമ്പോൾ അവിടെ ഗ്രാമങ്ങൾ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ വളരെ പിന്നിലോട്ടാണ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ അത് ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന്
അർബൻ റൂറൽ പോപ്പുലേഷന്റെ കണക്ക് പറഞ്ഞതേ ഉള്ളൂ. ഇനി റൂറൽ ഏരിയാസിലെ ഗ്രാമപ്രദേശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണ് അഗ്രികൾച്ചർ അല്ലെ. ഇപ്പൊ ഗ്രാമപ്രദേശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണ് അഗ്രികൾച്ചർ. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ സെക്ടർ, നമ്മുടെ കേരളത്തിന്റെ അഗ്രികൾച്ചർ സെക്ടർ, കേരളത്തിന്റെ കാർഷിക മേഖലയെ പറ്റി നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ നോക്കി, അഗ്രികൾച്ചർ സെക്ടർ നോക്കുന്നതിന് മുന്നേ കേരളത്തിലെ കാർഷിക മേഖലയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ മൊത്തം ഭൂമിയിൽ എത്ര ശതമാനമാണ് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു കണക്ക് മനസ്സിലാക്കുക. 51.2. ഇവിടെ അനന്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം, വേഗത്തിൽ പറഞ്ഞു പോകാം. അർബനൈസേഷൻ എന്നാൽ ഗ്രാമങ്ങൾ അർബനായി മാറുന്നു എന്നർത്ഥമുണ്ടോ? അപ്പൊ അതാണ് ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? അർബനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാമങ്ങൾ നഗരങ്ങളായിട്ട് മാറുന്നതാണോ, അതോ നഗരങ്ങളിൽ കൂടുതൽ ആൾക്കാർ താമസിക്കുന്നതാണോ അർബനൈസേഷൻ എന്ന് പറയുന്നത്? നഗരവൽക്കരണം എന്ന് പറഞ്ഞാൽ ഇതൊരു ടൗൺ അല്ലെങ്കിൽ ഒരു സിറ്റി. അപ്പൊ ഒരു സിറ്റിയിലോട്ട് പുറത്തുനിന്ന് കൂടുതൽ ആൾക്കാർ വന്ന് താമസിക്കുന്നതാണോ അർബനൈസേഷൻ? അതല്ലെങ്കിൽ ടൗൺ അല്ലെങ്കിൽ സിറ്റി പുറത്തോട്ട് വളരുന്നതാണോ അർബനൈസേഷൻ എന്ന് പറയുന്നത്? എന്താ അർബനൈസേഷൻ എന്ന് പറയുന്നത്? രണ്ടും അർബനൈസേഷൻ ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അർബനൈസേഷൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മൂവ്മെന്റ്, അതായത് കൂടുതൽ ജനങ്ങൾ നഗരപ്രദേശത്തിലോട്ട് താമസിക്കുന്നത് അർബനൈസേഷൻ ആണ്. നഗരങ്ങൾ പുറത്തോട്ട് വളരുന്ന രണ്ടും അർബനൈസേഷൻ തന്നെയാണ്. നഗരവൽക്കരണം എന്ന് പറയുമ്പോൾ ജനസംഖ്യ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന വർധനവും അതുപോലെ തന്നെ ഏരിയ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന വർധനവും രണ്ടും തന്നെ നഗരവൽക്കരണത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, കേരളത്തിൽ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ പ്യുവർ ആയിട്ട് ടൗൺ അല്ലെങ്കിൽ പ്യുവർ ആയിട്ട് വില്ലേജുകൾ എന്ന് പറയുന്നത്, അതായത് പ്യുവർ ഫോം ഓഫ് വില്ലേജസ് കേരളത്തിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും പറയാൻ പറ്റുമോ? പാലക്കാടുണ്ട്, ആലപ്പുഴ കുറച്ച് സ്ഥലങ്ങളിലുണ്ട്, അല്ലാതെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഭൂരിപക്ഷം സ്ഥലങ്ങളും, കേരളത്തിന്റെ ഭൂരിപക്ഷം സ്ഥലങ്ങളും ഒരു സെമി അർബൻ ഏരിയാസ് അല്ലേ? നമ്മുടെ സെമി അർബൻ ഏരിയകളാണല്ലോ ഇന്ന് കേരളത്തിലുള്ള ഭൂരിഭാഗം പ്രദേശങ്ങളും. നിങ്ങളുടെ ജില്ലകളിൽ തന്നെ ആലോചിച്ച് നോക്കിയേ. ഈ പറയുന്ന പോലെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു ഗ്രാമം എന്ന് പറയുന്ന കോൺസെപ്റ്റ് എവിടെയെങ്കിലും നിലനിൽക്കുന്നുണ്ടോ? ഗ്രാമം, സമ്പൂർണ്ണമായിട്ടുള്ള ഗ്രാമം എന്ന് പറയുന്ന കോൺസെപ്റ്റുകൾ നമുക്ക് ഇന്ന് കേരളത്തിൽ എവിടെയും കാണാൻ പറ്റും? വളരെ കുറച്ച് മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അല്ലെ? ഭൂരിഭാഗവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ ഭൂരിഭാഗം മേഖലയും സെമി അർബൻ ഏരിയാസ് തന്നെയാണ്, ആണല്ലോ. ഇപ്പോ വളരെ കുറവാണ്. അതെ, കാരണം വെച്ചാൽ നഗരം പുറത്തോട്ട് വളരുന്നു. അതായത് കേരളത്തിൽ ഒരു അർബൻ സ്പ്രോൾ നടക്കുന്നുണ്ട്. അർബൻ സ്പ്രോൾ എന്ന് പറഞ്ഞാൽ അതൊരു പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടിയുള്ള നഗര വികസനം അല്ല നടക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കിക്കോണം. ഇപ്പോ കൊച്ചി എടുക്കുക, തിരുവനന്തപുരം എടുക്കുക. അപ്പൊ ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ നഗരം പുറത്തോട്ട് വളരെയാണ്. തിരുവനന്തപുരത്തിന്റെ ഇപ്പം നഗരം കൂടുതലായിട്ട് വളരുന്ന ടെക്നോ പാർക്കൊക്കെ ഇരിക്കുന്ന കഴക്കൂട്ടം ഭാഗത്തും അതുപോലെ തന്നെ ഇങ്ങോട്ടുമാണ്. അങ്ങനെ വളരുന്ന സമയത്ത് ഒരു പ്രോപ്പർ പ്ലാനിങ് ഇല്ലാതെയാണ് വളരുന്നത്. അർബൻ സ്പ്രോൾ സംഭവിക്കുന്നിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് റിബൺ ഡെവലപ്മെന്റ് ഒക്കെ സംഭവിക്കുക. റിബൺ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? റോഡ് ഉണ്ടാകുന്നു. ഈ റോഡിന്റെ സൈഡിൽ എമ്പാടും തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പോലെ വീടുകളും കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളും എല്ലാം തന്നെ ഇങ്ങനെ കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ റോഡിന് ഭാവിയിൽ വീതി കൂട്ടണം, റോഡ് വികസിപ്പിക്കണം, വേറെ എന്തെങ്കിലും ഗതാഗത സംവിധാനങ്ങൾ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കത്തില്ല. ഈ വീടുകളെല്ലാം പൊളിച്ചു കളയേണ്ട അവസ്ഥ വരും. അപ്പൊ പ്രോപ്പർ പ്ലാനിങ് ഇല്ലാത്ത റിബൺ ഡെവലപ്മെന്റും അർബൻ സ്പ്രോളും കൂടെ നടക്കുകയാണ്. ഔട്ട്സ്കേർട്ട്, അതെ, നഗരത്തിന് പുറത്തോട്ട് നഗരങ്ങൾ വളരുന്നുണ്ട്, പല ഗ്രാമങ്ങളും നഗരങ്ങളായിട്ട് മാറുന്നുണ്ട്. യെസ്. അപ്പൊ ഇവിടെ പറഞ്ഞത് നമ്മുടെ ഗ്രാമത്തിലെ ഒരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി അഗ്രികൾച്ചർ, നമ്മുടെ ഈ കേരളത്തിന്റെ ഭൂമിയുടെ ഉപയോഗം നോക്കിയാൽ ലാൻഡ് യൂസ് പാറ്റേൺ, ഇത് KS ചോദിച്ചൊരു ചോദ്യമാണ്. കേരളത്തിന്റെ ലാൻഡ് യൂസ് പാറ്റേൺ പറ്റി KS ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അത് കേരളത്തില് ഏറ്റവും കൂടുതൽ ഭൂമി ഉപയോഗിക്കുന്നത് എന്ത് ആവശ്യത്തിനെന്നാണ് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. 1ാം സ്ഥാനത്ത് അഗ്രികൾച്ചർ ആണ്. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി ഉപയോഗിക്കുന്നത് എന്ത് ആവശ്യത്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃഷിക്കാണ്. അറിഞ്ഞിരിക്കുക, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി ഉപയോഗിക്കുന്നത് എന്ത് ആവശ്യത്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി ഉപയോഗിക്കുന്നത്. 51.2%. അതിനെയാണ് നെറ്റ് ഏരിയ സോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ലാൻഡ്. അപ്പൊ അഗ്രികൾച്ചർ ലാൻഡ് ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. 2ാം സ്ഥാനത്തുള്ളത് 27.83%. 2ാം സ്ഥാനത്തുള്ളത് ഫോറസ്റ്റ് ആണ്, കാടാണ് 2ാം സ്ഥാനത്തുള്ളത്. 3ാം സ്ഥാനത്ത് 15.31 ലാൻഡ് പുട്ട് ടു നോൺ അഗ്രികൾച്ചർ യൂസ്, കൃഷി ഇതര പ്രവർത്തനങ്ങൾ, കൃഷിയല്ലാതെ മറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഭൂമിയാണ് 3ാം സ്ഥാനത്തുള്ളത് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കും. ഓക്കെ അല്ലേ? ഈ ഫാലോ ലാൻഡ്, കറണ്ട് ഫാലോ എന്നൊക്കെ പറഞ്ഞാൽ
ഇത് മൂന്നും തരിശു ഭൂമി നമ്മൾ മലയാളത്തിൽ പറയുന്നതാണ്. തരിശു ഭൂമി അതായത് കൃഷി യോഗ്യമായിട്ടുള്ള ഭൂമിയാണ്, പക്ഷെ നിലവിൽ കൃഷി നടക്കാത്ത ഭൂമി. ഇനി എന്താണ് ഈ പറയുന്ന പോലെ ബാരൻ ആൻഡ് അൺകൾട്ടിവേറ്റഡ് ലാൻഡ് എന്ന് വെച്ചാൽ അത് കൃഷിക്ക് യോഗ്യമല്ലാത്ത ഭൂമി എന്നൊക്കെയുള്ള കാറ്റഗറിയാണ്. അപ്പൊ നിങ്ങൾ ഇത്ര അറിഞ്ഞിരിക്കുക, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി ഉപയോഗിക്കുന്നത് കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ്, 51%. രണ്ടാം സ്ഥാനത്ത് എന്താണ്? വനമാണ്. മൂന്നാം സ്ഥാനത്ത് എന്ന് പറയുന്നത് കൃഷി ഇതര പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഭൂമിയാണ്. ഇനി മറ്റൊരു കാര്യം, കേരളത്തിന്റെ കാർഷിക മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം നമുക്കറിയാം, ഗ്രാമവികസനം. നമുക്കറിയാം റൂറൽ ഏരിയാസിലെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റി, ഗ്രാമപ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റി എന്ന് പറയുന്നത് കൃഷിയാണ്. അപ്പൊ നമ്മുടെ കേരളത്തിൽ കാർഷിക മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഡിക്ലൈനിങ് പ്രോഫിറ്റബിലിറ്റി, അല്ലെ? കർഷകർക്ക് പ്രോപ്പർ ആയിട്ടുള്ള പ്രോഫിറ്റ്, ലാഭം ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൃഷിയിൽ നിന്ന് പല ആൾക്കാരും പിന്നോട്ട് പോകുന്നതിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കാരണമായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ അൺഎക്കണോമിക് സൈസ് ഓഫ് ലാൻഡ് ഹോൾഡിങ്സ്. നമുക്കറിയാം കേരളം എന്ന് പറയുന്നത് ലാൻഡ് എന്താണ് ഈ പറയുന്ന പോലെ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടിയ ഒരു സംസ്ഥാനമാണ്. അതായത് ബീഹാറും ബംഗാളും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത കൂടിയ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ജനസാന്ദ്രത എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ക്വയർ കിലോമീറ്ററിൽ എന്തുമാത്രം ആൾക്കാർ താമസിക്കുന്നു എന്നുള്ളതാണ് ജനസാന്ദ്രത. അപ്പൊ ഈ ഒരു ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം ആയതുകൊണ്ട് തന്നെ ഭൂമിക്ക് ഇവിടെ ചെലവ് കൂടുതലാണ്, ഭൂമിക്ക് ഇവിടെ വില കൂടുതലാണ്. അതുകൊണ്ട് കൃഷിക്ക് ആൾക്കാർക്ക് ഭൂമി ഉപയോഗിക്കുന്ന വലിയ താല്പര്യമില്ല. അതുപോലെ തന്നെയാണ് ഫ്രാഗ്മെന്റഡ് ലാൻഡ്. അത് തന്നെയാണ് ഫ്രാഗ്മെന്റേഷൻ ഓഫ് ലാൻഡ് ഹോൾഡിങ്സ്, ഫ്രാഗ്മെന്റഡ് ലാൻഡ്. അതായത് നമ്മുടെ ഭൂപരിഷ്കരണം ഉണ്ടല്ലോ, ലാൻഡ് റിഫോംസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചു? കേരളത്തിൽ ഭൂമി ഫ്രാഗ്മെന്റഡ് ആയിട്ട് പോയി. ഒരാളുടെ കൺട്രോളിൽ ഉണ്ടായിരുന്ന ഭൂമി ഈ ഒരു ലാൻഡ് റിഫോംസ് കഴിഞ്ഞപ്പോൾ ചെറിയ 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 തുണ്ട് ഭൂമികളായിട്ട് പല ആൾക്കാരുടെ കയ്യിലോട്ട് പോകുന്നുണ്ട്. അവിടെ കൃഷി ചെയ്യുന്ന പല ആൾക്കാർക്ക് ലാഭകരമല്ല, അതും കൃഷി നേരിടുന്ന ഒരു പ്രശ്നമാണ്. ദെൻ ഷോർട്ടേജ് ഓഫ് ഫാം ലേബറേഴ്സ്, കർഷക തൊഴിലാളികളുടെ ഒരു അപര്യാപ്തത. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിൽ ആർക്കെങ്കിലും കൃഷി ചെയ്യാൻ അറിയാവോ? കൃഷി ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും കൃഷി ചെയ്യാൻ അറിയില്ല, കൃഷി ചെയ്യാൻ മടിയാണ്, അല്ലെ? ആണല്ലോ. അപ്പൊ അത് മാത്രമല്ല, നമുക്ക് സമയമില്ല, നമുക്ക് വേറെ ജോലികളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫാം ലേബറേഴ്സ്, കർഷക തൊഴിലാളികളായിട്ടുള്ള ആൾക്കാരുടെ ഒരു അപര്യാപ്തത കേരളത്തിൽ കാർഷിക മേഖല നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മറ്റൊന്ന് ഹൈ പ്രൈസ് ഓഫ് ലാൻഡ്. നമ്മളിവിടെ പറഞ്ഞു ഭൂമിയുടെ വില വളരെ കൂടുതലാണ്, ആൾക്കാർ കൂടുതൽ റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടി ഭൂമി ഉപയോഗിക്കുന്നു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? നമ്മൾ പലപ്പോഴും ഇപ്പോൾ ദേശീയപാത വികസനമൊക്കെ കേന്ദ്ര സർക്കാർ 45 മീറ്റർ 60 മീറ്ററിലൊക്കെ വികസിപ്പിക്കണമെന്ന് പറയുമ്പോൾ കേരളം എന്ത് പറയും? പറ്റത്തില്ല, നമ്മൾ 30 മീറ്ററിലെ വികസിപ്പിക്കുന്നുള്ളൂ എന്ന് പറയും. മനസ്സിലായല്ലോ? അതായത് ഈ പറയുന്ന പോലെ നമ്മളിപ്പോ തിരുവനന്തപുരത്ത് കരമന കളിയിക്കാനുള്ള ദേശീയപാത എന്ന് പറയുന്ന ഒരു പാത വികസനം ഉണ്ടായിരുന്നു. അതിന്റെ ആദ്യഘട്ടമായിട്ട് കരമന വരെ അവര് കേന്ദ്ര സർക്കാർ 45 മീറ്റർ എന്തോ പറഞ്ഞു. അത് പിന്നെ കേരളം പറഞ്ഞു അത്രയും പറ്റത്തില്ല, കാരണം കേരളത്തിൽ അത്രയും ഭൂമിയില്ല, അതുകൊണ്ട് 30 മീറ്റർ വികസിപ്പിക്കാന്ന് പറഞ്ഞു. പിന്നീട് ബാലരാമപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ വീണ്ടും എന്ത് ചെയ്തു? അവർ പറഞ്ഞു ഇനിയും നമുക്ക് വികസിപ്പിക്കാൻ വീതി പറ്റത്തില്ല, വീണ്ടും 20 എത്ര മീറ്റർ ആയിട്ട് 4 വരി പാതയുടെ വീതി കുറച്ച് കൊണ്ടുവരുന്നു. കാരണം നമ്മുടെ വികസനത്തിന് പോലും ഇപ്പോൾ ഭൂമി കിട്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഭൂമിയുടെ വില വളരെ കൂടുതലാണ്, കാരണം കൂടുതൽ ആൾക്കാരും റെസിഡൻഷ്യൽ പർപ്പസിന് വീട് വയ്ക്കാൻ വേണ്ടി ഭൂമി ഉപയോഗിക്കുന്നുണ്ട്. അത് അവർ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വളരെ വളരെ കുറവാണ്. ദെൻ ലാർജ് സ്കെയിൽ കൺവേർഷൻ ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ഫോർ നോൺ അഗ്രികൾച്ചർ പർപ്പസ്. പലപ്പോഴും കൃഷിഭൂമി മറ്റ് ആവശ്യങ്ങൾക്ക് കൺവേർട്ട് ചെയ്യുന്നതും കേരളത്തിൽ കാണുന്നുണ്ട്. കാരണം നമ്മൾ പറഞ്ഞ പോലെ ഭൂമിക്ക് വില കൂടുതലാണ്, ഭൂമിക്ക് ആവശ്യക്കാർ കൂടുതലാണ്. അപ്പൊ ഇതെല്ലാം തന്നെ കേരളത്തിലെ കാർഷിക മേഖല നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പൊ കേരളത്തിലെ റൂറൽ എക്കണോമിയുടെ ഒരു പ്രധാനപ്പെട്ട എക്കണോമിക് ആക്ടിവിറ്റിയാണ് കൃഷി. കാർഷിക മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾ പറഞ്ഞു. ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട ക്രോപ്സ് ഏതാണെന്ന് ചോദിക്കാം. നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു, ജസ്റ്റ് ഒന്ന് ഗസ് അടിക്കാവോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏരിയയിൽ കൃഷി ചെയ്യുന്ന ക്രോപ്പ് ഏതാണ്? ആംഗ്ലിൻ അതിലോട്ട് വരാവേ. അൺഎക്കണോമിക് സൈസ് ഓഫ് ലാൻഡ് ഹോൾഡിംഗ് എന്ന് പറയാം. അതിനുണ്ട് ഇതിന്റെ ഒന്ന് ഉത്തരം പറയാം. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമിയിൽ, ഏറ്റവും കൂടുതൽ ഏരിയയിൽ കൃഷി ചെയ്യുന്ന വിള ഏതാണ്? ചുമ്മാ ഒന്ന് ഗസ് അടിച്ചേ. നിങ്ങളൊന്ന് ആലോചിച്ചു, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന വിള ഏതായിരിക്കും? ഫുഡ് ക്രോപ്പ് ആണോ ക്യാഷ് ക്രോപ്പ് ആണോ? ഞാൻ ക്ലൂ വേണോ? അതൊരു ക്യാഷ് ക്രോപ്പ് ആണ്. യെസ്, 2-3 പേര് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഫുഡ് ക്രോപ്പ് അല്ല, റൈസ് അല്ല, കോക്കനട്ട് ആണ്. അപ്പൊ കേരളത്തില് ഏറ്റവും കൂടുതൽ ഭൂമിയിൽ കൃഷി ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് കോക്കനട്ട്, അതെ, തെങ്ങാണ്. മനസ്സിലായല്ലോ? 30% ഏരിയയിൽ എന്താണ്? കോക്കനട്ട് ആണ്. രണ്ടാം സ്ഥാനത്താണ് റബ്ബർ എന്ന് പറയുന്നത്.
മൂന്നാം സ്ഥാനത്ത് നെല്ല് വളരെ വ്യത്യാസത്തോടു കൂടിയാണ് മൂന്നാം സ്ഥാനത്ത് നെല്ല് നിൽക്കുന്നത്. ഇവിടെ ചോദിച്ചൊരു ചോദ്യം, അൺഎക്കണോമിക് സൈസ് ഓഫ് ലാൻഡ് ഹോൾഡിങ്സ്. എന്താണ് അൺഎക്കണോമിക് സൈസ് ഓഫ് ലാൻഡ് ഹോൾഡിങ്സ് എന്ന് പറയുന്നത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. എനിക്കൊരു 5 ഏക്കർ ഭൂമി ഉണ്ടെന്ന് വിചാരിക്കുക. 5 ഏക്കർ ഭൂമിയുണ്ട്. 5 ഏക്കർ ഭൂമിയിൽ ഞാൻ കൃഷി ചെയ്യുന്നു. 5 ഏക്കർ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന സമയത്ത് എനിക്കിവിടെ ആധുനിക യന്ത്രങ്ങൾ കൊണ്ടുവരാം. അതുപോലെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഇറക്കാം. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എനിക്ക് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ നടത്താം. ഞാൻ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇത്രയും വലിയൊരു ഭൂമി ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണും കൂടുതലായിരിക്കും, അല്ലേ? ഞാൻ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ കൂടുതലായിരിക്കും. കാരണം എൻ്റെ ലാൻഡ് ഹോൾഡിംഗ് വലുതാണ്. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എനിക്കിപ്പോൾ ഒരു 10 സെന്റ് ഭൂമിയാണുള്ളത്. ആ 10 സെന്റ് ഭൂമിയിൽ ഞാൻ ട്രാക്ടർ ഇറക്കുന്നു, അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ കൊണ്ടുവരുന്നു, പല സ്ഥലങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഫെർട്ടിലൈസറും പെസ്റ്റിസൈഡൊക്കെ കൊണ്ടിറക്കുന്നു, മണ്ണ് കുഴിക്കുന്ന യന്ത്രം കൊണ്ടുവരുന്നു. ഇതൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണ്, ആ ഭൂമിയും കൂടെ വരുന്ന ആൾക്കാർക്ക് കൊടുത്തു വിടേണ്ടി വരില്ല ഞാൻ. കാരണം എനിക്ക് അവിടെ നിന്ന് എന്ത് ഉണ്ടാകത്തില്ല, ലാഭം ഉണ്ടാകത്തില്ല. അതാണ് അൺഎക്കണോമിക് സൈസ് ഓഫ് ലാൻഡ് ഹോൾഡിംഗ് എന്ന് പറയുന്നത്. അതായത് ചെറിയ ചെറിയ ഭൂമി, ഫ്രാഗ്മെന്റഡ് ലാൻഡ്സ്. കേരളത്തിലെ ഭൂമി എന്ന് വെച്ചാൽ ഫ്രാഗ്മെന്റഡ്, ഒരാളുടെ ഓണർഷിപ്പിലുള്ള ഭൂമിയുടെ അളവ് വളരെ കുറവാണ്. അവിടെ കൃഷി ചെയ്യുന്ന ഒരിക്കലും എക്കണോമിക്കൽ അല്ല, അല്ലെങ്കിൽ ലാഭകരമല്ല. അതാണ് അൺഎക്കണോമിക് സൈസ് ഓഫ് ലാൻഡ് ഹോൾഡിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞ ക്രോപ്പിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ മേജർ ക്രോപ്സ് കോക്കനട്ട് ആണ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഭൂമിയിൽ കൃഷി ചെയ്യുന്നത് കോക്കനട്ട് ആണ്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോക്കനട്ട് ഉൽപ്പാദിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലാൻഡിൽ കോക്കനട്ട് കൃഷി ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. പക്ഷെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കോക്കനട്ടിന്റെ പ്രൊഡക്ടിവിറ്റി ഭയങ്കര ലോ ആണ്, ഉൽപാദനക്ഷമത വളരെ കുറവാണ്. ഇനി റബ്ബറാണ് 22%, റൈസ് 7.6%. കേരളത്തിന്റെ മൊത്തം കാർഷിക ഭൂമിയിൽ 7.6% എന്ത് ചെയ്യുന്നുള്ളത്, റൈസ് കൃഷി ചെയ്യുന്നത്. ഇനി കേരളത്തിന്റെ ഒരു ക്രോപ്പിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാഷ് ക്രോപ്സ് ആണ്. അതിനകത്ത് കാഷ്യൂ, റബ്ബർ, പെപ്പർ, കോക്കനട്ട്, കാഡമം, ടീ, കോഫി കോൺസ്റ്റിറ്റ്യൂട്ട് 65.7% ഓഫ് ദ ടോട്ടൽ കൾട്ടിവേറ്റഡ് ഏരിയ. മൊത്തം കൾട്ടിവേറ്റ് ചെയ്യുന്ന ഏരിയയിൽ, മൊത്തം കൃഷി നടക്കുന്ന ഭൂമിയുടെ 65.7% ഈ പറയുന്ന നാണ്യവിളകളാണ്. മനസ്സിലായല്ലോ? കാഷ്യൂനട്ട് ഉണ്ട്, റബ്ബർ ഉണ്ട്, കുരുമുളകുണ്ട്, തെങ്ങുണ്ട്, ഏലമുണ്ട്, തേയിലയുണ്ട്, കാപ്പിയുണ്ട്. ഇതെല്ലാം തന്നെ 65.7% കേരളത്തിന്റെ ക്യാഷ് ക്രോപ്സ് ആണ്. അതും ഈ പറയുന്ന ക്യാഷ് ക്രോപ്സ്. കമ്പയർഡ് ടു 2020, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, 2022-23 എക്കണോമിക് റിവ്യൂ ആണ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലഭ്യമായിട്ടുള്ളത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കണക്കാണ് ഞാനിവിടെ പറയുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലഭ്യമായിട്ടുള്ള എക്കണോമിക് റിവ്യൂ ആണ് ഇത്. അപ്പൊ അത് പ്രകാരം കമ്പയർഡ് ടു 2021-22, 2021-22 കമ്പയർ ചെയ്യുന്ന സമയത്ത് പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ക്രോപ്സ് എക്സെപ്റ്റ് ഫോർ റൈസ്, പൾസസ് ആൻഡ് സ്മോൾ മില്ലറ്റ് റെക്കോർഡഡ് ഡിക്ലൈൻ ഇൻ 2020-23. അതായത് 2021-22 കമ്പയർ ചെയ്യുമ്പോൾ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, 2021-22 കമ്പയർ ചെയ്യുമ്പോൾ 2022-23 റൈസും പൾസസും സ്മോൾ മില്ലറ്റ്സും ചെറുധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും നെല്ലും പോയിട്ട് ബാക്കി എല്ലാത്തിൻ്റെയും ഉൽപാദനം താഴോട്ടാണ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കും കണക്കുകൾ ചോദിക്കുക. മനസ്സിലായോ? 2022-23 ഫുഡ് ക്രോപ്സിന്റെ റൈസ്, പൾസസ് ആൻഡ് സ്മോൾ മില്ലറ്റ്സിന്റെ എക്സെപ്റ്റ് ബാക്കിയെല്ലാം താഴോട്ട് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മനസ്സിലായല്ലോ? ഇനി അടുത്ത പ്രൊഡക്ഷൻ ഓഫ് ടീ, റബ്ബർ, കാഡമം ആൻഡ് കോഫി ഇൻക്രീസ്ഡ് ബൈ 9.3%. ഇതൊന്നും നമുക്ക് കാണാതെ പഠിക്കേണ്ട, ഇതിങ്ങനെയൊന്നും ചോദിക്കത്തില്ല. ടീയുടെയും റബ്ബറിന്റെയും കാഡമത്തിന്റെയും കോഫിയുടെയും എല്ലാം ഉൽപാദനം കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. The performance of spices except cardamom showed a declining trend in production in 2020-23. അതായത് സ്പൈസസ്, നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്പൈസസ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. സ്പൈസസ് എന്ന് പറയുമ്പം സുഗന്ധവ്യഞ്ജനങ്ങൾ അറിയാലോ. അതിനകത്ത് എന്തൊക്കെ വരും? സ്പൈസസിനകത്ത് എന്തൊക്കെ വരും? സ്പൈസസിനകത്ത് എന്തൊക്കെയാ വരുന്നേ? സുഗന്ധവ്യഞ്ജനങ്ങൾക്കകത്ത് പെപ്പർ വരും, കുരുമുളക് വരും, പിന്നെ എന്ത് വരും? കാഡമം വരും, പിന്നെ ഗ്രാമ്പു വരും. യെസ്, പെപ്പർ, കാഡമം, ക്ലവ്സ് അതല്ലേ ഗ്രാമ്പു? അതെ, അത് രണ്ട് സെയിം അല്ലേ? ക്ലോവ് അതല്ലേ ഗ്രാമ്പു? നട്ട്മെഗ് നമ്മുടെ ഇവിടെയുള്ള സ്പൈസ് ആണോ ആ സാധനം?
സിനമൺ, യെസ്. ഈ പറയുന്ന സാധനങ്ങളെല്ലാം തന്നെ എന്താണ്, നമ്മുടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്പൈസ് ആണ്. അതായത് യെസ്, ക്ലോവ് ഗ്രാമ്പു, അതെ. അപ്പൊ ഈ പറയുന്ന പോലെ ഈ ഒരു സ്റ്റാർ സാധനത്തിൽ ഇരിക്കുന്ന സംഗതി എന്താ? ഒരു സ്റ്റാർ കണക്കിരിക്കുന്ന സംഗതി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബിരിയാണിയിലൊക്കെ ഇടുന്ന ഒരു സാധനം. അതിന്റെ പേര് ഞാൻ ആരടുത്തൊക്കെ ചോദിച്ചു, ആർക്കും അറിയില്ല. തക്കോലം. കറുവാപ്പെട്ടയാണോ? അല്ല, കറുവാപ്പെട്ട എന്ന് പറഞ്ഞ ഒരു തടി കണക്കിരിക്കുന്ന സാധനമല്ലേ? ഓക്കെ ഓക്കെ, സ്റ്റാർ അനൈസ്, ഓക്കെ. അപ്പൊ ആ സാധനം അതിന്റെ പേരില്ല. അപ്പൊ ഇത് ഈ പറയുന്ന പോലെ ഈ ഒരു എന്താ സ്പൈസസ് എല്ലാം തന്നെ നമ്മൾ ബിരിയാണിയിൽ ഇരുന്ന സമയത്തൊക്കെ ആ സാധനം കിട്ടാറില്ലേ? ചില ആൾക്കാർ പേരറിഞ്ഞുകൂടാ അതിനെ ഗ്രാമ്പു എന്ന് പറഞ്ഞു തുടങ്ങുകയും ചെയ്തു. സിനമൺ ആണ് കറുവാപ്പെട്ട. അതെ, സിനമൺ. അതായത് കറുവാപ്പെട്ട എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു തടി കഷ്ണം പോലെ ഇരിക്കുന്ന സാധനം. ജാതിയോ? ഇതോ? അതെനിക്കറിയില്ല കേട്ടോ. നമുക്ക് കിട്ടാറുണ്ട്, നമുക്ക് നല്ല ഭംഗിയുള്ള ഷേപ്പില് കിടക്കാറുണ്ട്. യെസ്, എനിക്ക് അറിയില്ല. അതെ, ഓക്കെ. അപ്പൊ നമുക്ക് തിരിച്ചു വന്നു. അപ്പൊ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ എന്താണ്, കാടമം പോയിട്ട്, കാടമം എന്ന് പറയുന്നത് ഏലം പോയിട്ട് ബാക്കി എല്ലാം തന്നെ ഡിക്ലൈനിങ് ട്രെൻഡ് ആണ് കാണിക്കുന്നത്. 2022-23 ഡിക്ലൈനിങ് ട്രെൻഡ് ആണ് കാണിക്കുന്നത്. ദ പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് കോക്കനട്ട് ഇൻ 2023 റെക്കോർഡ് ആൻഡ് ഇൻക്രീസ്. അതായത് കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ കോക്കനട്ട്, തെങ്ങിന്റെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം വളരെ നല്ലതാണ്. കാരണം കേരളത്തിന്റെ തെങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ തെങ്ങുകളെ പറ്റിയുള്ള ഒരു കണക്ക് കേരള സർക്കാരിന് പോലും ഇല്ല. കേരളത്തിൽ എത്ര തെങ്ങുണ്ട്, എത്ര തെങ്ങ് കർഷകരുണ്ട് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള കണക്ക് കേരള സർക്കാരിന് ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ല, ഇത് കേരള എക്കണോമിക് റിവ്യൂവിനകത്ത് തന്നെ പറയുന്നതാണ്. അതിനകത്ത് തന്നെ തെങ്ങും തോപ്പുകളിൽ പലതിലും പ്രൊഡക്ടിവിറ്റി കുറവാണ്. മനസ്സിലായല്ലോ? തെങ്ങിൻ തോപ്പുകൾ പലതിലും പ്രൊഡക്ടിവിറ്റി കുറവാണ്. പലതിന്റെ മുകളിൽ നോക്കിയാൽ മണ്ടയില്ല. മണ്ട പോയ തെങ്ങുകൾ, മണ്ടയില്ല എന്ന് വെച്ചാൽ ഇൻ ദ സെൻസ് അവിടെ ഓലകളൊക്കെ ഉണ്ട്. മണ്ട പോയ തെങ്ങ് നിങ്ങൾ കേട്ടിട്ടില്ലേ? മണ്ട ചീയൽ, വേര് ചീയൽ, റൂട്ട് വിൽറ്റ് ഡിസീസ് ബാധിച്ച തെങ്ങുകൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഈ പറയും സ്റ്റെം ബ്ലീഡിങ്, അതിനകത്തുനിന്ന് ഈ പറയുന്ന പോലെ ഒരു തേന് കണക്കുള്ള ഒരു സാധനം തെങ്ങിന്ന് ഊർന്നിറങ്ങുന്ന ജെല്ലി പോലത്തെ ഒരു സാധനം ഇറങ്ങുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ മണ്ടരി, മൈറ്റ് അറ്റാക്കുകൾ, മനസ്സിലായല്ലോ? മണ്ടരി, ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. തെങ്ങ് വലിയ പ്രശ്നം നേരിടുന്നു. മണ്ടയില്ലാത്ത തെങ്ങുകളൊക്കെ പലരും എന്ത് ചെയ്യുന്നുണ്ട്, എന്താ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി ഈ പറയുന്ന തെങ്ങിൻ തോപ്പുകളിലൊക്കെ നട്ട് വളർത്തുന്നതും കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് പരിഹരിക്കാൻ വേണ്ടി കേരള സർക്കാർ കേരഗ്രാമം എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് കോക്കനട്ട് സെക്ടർ, അതിനുവേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഗതിയാണ് കേരഗ്രാമം എന്ന് പറയുന്ന പദ്ധതി. നമ്മുടെ ഈ തേങ്ങ അതിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുക, ഉൽപാദനക്ഷമത കൂട്ടുക. അതായത് നിങ്ങൾ ഡ്വാർഫ് തെങ്ങുകളെ പറ്റി കേട്ടിട്ടുണ്ടോ? കുള്ളൻ തെങ്ങുകൾ, പൊക്കം കുറഞ്ഞ 3 വർഷം എന്തോ കൊണ്ട് കായ്ക്കും എന്നാണ് പറയുന്നത്. ഈ ഒരു ഡ്വാർഫ് തെങ്ങുകൾ നിങ്ങളുടെ ആരുടെങ്കിലും വീട്ടിലുണ്ടോ? അതായത് കൈ കൊണ്ട് പറിച്ചെടുക്കാന്നൊക്കെ പറയുന്നത്. 3 വർഷം, യെസ്. മാംഗോലിൻ, യെസ്. അപ്പൊ അതായത് ഇത് 3 വർഷം, 4 വർഷം, 2 വർഷം കൊണ്ട്, യെസ്. നൈബറുടെ വീട്ടിലുണ്ട്, കൈയിട്ട് പറിക്കാറുണ്ട് അല്ലെ, നല്ല കുട്ടികൾ. അപ്പൊ നോക്കി, അപ്പോ ഈ പറയുന്ന പൊക്കം കുറഞ്ഞ തെങ്ങുകൾ നമ്മുടെയൊക്കെ എത്ര സൈസാണോ? ഞാൻ ആ പൊക്കം കുറഞ്ഞ തെങ്ങുകൾ നമ്മുടെ വീട്ടിലില്ല. ഇല്ല, കോമ്പൗണ്ട് കെട്ടിയിട്ടുണ്ടോ? ശരി, അപ്പുറത്ത് പോകാൻ പറ്റത്തില്ലേ? ഇല്ലെങ്കിൽ നമുക്ക് പറിക്കായിരുന്നു. ഓക്കെ. അപ്പൊ നോക്കി, ഇത്തരത്തിലുള്ള തെങ്ങുകളൊക്കെ ഇപ്പൊ ഈ ഒരു കേരഗ്രാമത്തിന്റെ ഭാഗമായിട്ട് മണ്ടപോയ തെങ്ങുകളും പ്രായമായിട്ടുള്ള തെങ്ങുകളെല്ലാം മാറ്റിയിട്ട് ഇത്തരത്തിലുള്ള ഡ്വാർഫ് തെങ്ങുകളെല്ലാം നമ്മൾ അണ്ടർ പ്ലാന്റിങ് നടത്തും. അണ്ടർ പ്ലാന്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുകളിലൊരു വൃക്ഷം, അതിന് താഴെ ഒരു വൃക്ഷം, റീപ്ലാന്റിങ് ആൻഡ് അണ്ടർ പ്ലാന്റിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ വലിയ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൊഡക്ഷനും പ്രൊഡക്ടിവിറ്റിയും വർധനവുണ്ടായിട്ടുണ്ട്. ഇനി കാർഡമത്തിന്റെ കാര്യം പറയുമ്പോഴാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാടമം ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയെ നമ്മളൊരു പേര് പറയാറുണ്ട്. എന്താണെന്ന് അറിയാവോ? കാടമം ഉൽപ്പാദിപ്പിക്കുന്ന മേഖല കേരളത്തിൽ ആ ഒരു പേര് തന്നെയാണ് അറിയപ്പെടുന്നത്. എന്താണ്? വെസ്റ്റേൺ ഗാർഡ്സിന്റെ ആ ഒരു ഭാഗം കാടമം ഹിൽസ് അല്ലെ? കാടമം ഹിൽസ് എന്ന് കേട്ടിട്ടില്ലേ? ഏലമലക്കാടെന്ന്, കാടമം ഹിൽസ്. അപ്പൊ ഈ കാടമം ഹിൽസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ഏലം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ്. ഇനി അടുത്ത് ഇപ്പൊ എല്ലാവരും ഡ്വാർഫ് കോക്കനട്ട്, ഇപ്പം കൂടുതൽ ആൾക്കാരും ഡ്വാർഫ് കോക്കനട്ടിലോട്ട് മാറിക്കഴിഞ്ഞു. അതായത് തെങ്ങ്, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് തെങ്ങ് നട്ടിട്ട്, അതായത് ഈ പറയുന്ന പോലെ തെങ്ങ് നട്ടിട്ട് അങ്ങ് പരിപാലിക്കാറില്ല, വെറുതെ തെങ്ങ് വളർന്നോളും എന്നല്ലേ പറയുന്നത്. അങ്ങനെയല്ല, തെങ്ങിന് കൃത്യമായിട്ടുള്ള പരിപാലനം നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. ഇനി നോക്കി, ഇനി കാർഷിക മേഖലയിലെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ഇനിഷ്യേറ്റീവ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇനി നമ്മൾ എന്തൊക്കെ പഠിച്ചു പോകണം, കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്ന് നോക്കുക. കാരണം ഇത് പഠിക്കുമ്പോൾ തന്നെ, ഇപ്പോൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ അങ്ങ് പഠിച്ചു പോവുക. പിന്നെ നമുക്ക് നോക്കാൻ, റിവൈസ് ചെയ്യാൻ മാത്രമേ സമയമുള്ളൂ.
അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നിങ്ങൾ എന്ത് അറിഞ്ഞിരിക്കണം, ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന എന്താ, ഏറ്റവും കൂടുതൽ ഏരിയയിൽ കൃഷി ചെയ്യുന്ന എന്താണ്, 3 കാര്യങ്ങൾ, 1, 2, 3, 3 സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് പ്ലേസിൽ നിൽക്കുന്ന ക്രോപ്പുകൾ ഏതൊക്കെയാണെന്ന് അറിയാം. അതുപോലെ തന്നെ നമ്മുടെ ക്യാഷ് ക്രോപ്സ് എത്ര പെർസെൻറ്റേജ് ആണ്, റൈസും പൾസസിന്റെ എല്ലാം ഉൽപ്പാദനം കുറഞ്ഞു എന്നൊക്കെയുള്ള ട്രെൻഡൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അഗ്രികൾച്ചർ സെക്ടറിലെ പ്രധാനപ്പെട്ട ഇനിഷ്യേറ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ഫുഡ് ക്രോപ്പ് പ്രൊഡക്ഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ പദ്ധതിയുണ്ട്. അതായത് സ്വയം പര്യാപ്തത ഭക്ഷ്യ ഉൽപാദനത്തിൽ, അതുപോലെ പച്ചക്കറി ഉൽപാദനത്തിലെല്ലാം സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു പദ്ധതിയാണ് എന്തെന്ന് ഇന്റഗ്രേറ്റഡ് ഫുഡ് ക്രോപ്പ് പ്രൊഡക്ഷൻ സ്കീം. അതുപോലെ തന്നെ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് കോക്കനട്ട് സെക്ടർ ത്രൂ കേരഗ്രാമം, ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന എന്താ തെങ്ങിന്റെ വികസനത്തിന് വേണ്ടി, തേങ്ങ മേഖലയിലല്ലോ, ഈ തെങ്ങിന്റെ മൊത്തത്തിലുള്ള വികസനത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു പദ്ധതിയാണ് കേരഗ്രാമം. ദെൻ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽ, കോംപ്രിഹെൻസീവ് ഫാലോ ലാൻഡ് കൾട്ടിവേഷൻ വിത്ത് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ. നിങ്ങളെ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും, അല്ല വേണ്ട, അത് നമുക്ക് ഇതിനകത്ത് പഠിക്കേണ്ട കാര്യമില്ല, അത് നിങ്ങൾ ജോഗ്രഫിയിൽ നോക്കിയാൽ മതി. ഇതിനകത്ത് അങ്ങനെ അത്രയും ഡെപ്തിൽ നമുക്ക് വരത്തില്ല. ക്രോപ്പിന്റെ സോയില്, റെയിൻഫോൾ, ക്ലൈമറ്റ് ഒക്കെ നമുക്ക് നോക്കണ്ട. ഇത് ജസ്റ്റ് ഒരു എക്കണോമിക് പെർസ്പെക്റ്റീവിൽ നമ്മൾ കാര്യങ്ങൾ നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളെ പലപ്പോഴും വാർത്തകളിൽ കാണാറില്ലേ, MLA മാരും MP മാരും സിനിമ, ഇടയ്ക്ക് കുറെ കാലം ശ്രീനിവാസൻ, മമ്മൂട്ടി ഇവരൊക്കെ പിന്നെ എന്താണ് ജനങ്ങളുമായിട്ട് ചേർന്ന് തരിശ് നിലങ്ങളിൽ കൃഷി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ്, കൃഷി ഇറക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതായത് തരിശ് നിലങ്ങളിൽ കൃഷി ഇറക്കാൻ വേണ്ടിയിട്ട് ജനപ്രതിനിധികളും സെലിബ്രിറ്റീസും എല്ലാം വരുന്നത്. അപ്പൊ അതെന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ ഫാലോ ലാൻഡ് കൾട്ടിവേഷൻ നടപ്പിലാക്കുക എന്നുള്ളൊരു പദ്ധതിയാണ്. ഫാലോ ലാൻഡ് എന്ന് വെച്ചാൽ തരിശുഭൂമി, തരിശുഭൂമിയിൽ കൃഷി ഇറക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അതും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഇനിഷ്യേറ്റീവാണ്. അതുപോലെ മോഡേണൈസേഷൻ ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ലാബ്സ്, പുതിയ പുതിയ ലാബുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ഫോർ മാർക്കറ്റിംഗ്. അപ്പൊ കേരളത്തിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് സംവിധാനം പ്രോപ്പർ ആയിട്ടില്ല. അതായത് വെറുതെ ഉൽപ്പാദിപ്പിച്ചിട്ട് കാര്യമില്ല, അത് മാർക്കറ്റിൽ എത്തിക്കണ്ടേ, അതിനു വേണ്ടിയുള്ള സംവിധാനം. ദെൻ ക്രോപ്പ് ഹെൽത്ത് മാനേജ്മെന്റ് കവറിംഗ് പെസ്റ്റ് ആൻഡ് ഡിസീസ് സർവൈലൻസ്. കൃത്യമായിട്ട് ഏതൊക്കെ സമയത്ത്, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വാഴ നട്ടിട്ടുള്ള കർഷകനാണെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ തെങ്ങ് നട്ടിട്ടുള്ള കർഷകനാണെങ്കിൽ, ഞാനിപ്പോൾ ഈ പറയുന്ന പോലെ കൃഷിഭവനിലൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ കിട്ടണം. ഈ സമയത്ത് വാഴയ്ക്ക്, തെങ്ങിന് ഇന്ന അസുഖങ്ങൾ ഉണ്ടാകും, അതിനനുസരിച്ചുള്ള മുൻകരുതൽ നമ്മൾ എടുത്തോണം. മനസ്സിലായല്ലോ? അപ്പൊ അത്തരത്തിലുള്ള പരിപാടികൾ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ദെൻ പ്രൊമോഷൻ ഓഫ് ഓർഗാനിക് ഫാമിംഗ് ആൻഡ് സേഫ് ഫുഡ് പ്രൊഡക്ഷൻ, ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കാനും സേഫ് ഫുഡ് പ്രൊഡക്ഷനും വേണ്ടിയുള്ള പദ്ധതികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഓർഗാനിക് ഫാമിംഗ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് അറിയാവോ? കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രോഗ്രാം തന്നെയുണ്ട്. ഈ പറയുന്ന പോലെ ഓർഗാനിക് ഫാമിംഗ് പ്രൊമോട്ട് ചെയ്യുക, ജൈവ കൃഷി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഒരു പ്രോഗ്രാം തന്നെ, ഒരു സ്കീം തന്നെയുണ്ട്. അതിന്റെ പേര് ആർക്കെങ്കിലും അറിയാവോ? അറിയാവോ? അതായത് ഓർഗാനിക് ഫാമിംഗ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ജൈവ കൃഷി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പരമ്പരാഗത് കൃഷി വികാസ് യോജന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പരമ്പരാഗത് കൃഷി വികാസ് യോജന എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് പരമ്പരാഗത് കൃഷി വികാസ് യോജന എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന പോലെ എന്താ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇനി അടുത്ത്, കേരളത്തില് കർഷകർ, അതായത് കൃഷിയിലോട്ട് കൂടുതൽ ആൾക്കാർ വരുന്നില്ല, അല്ലെങ്കിൽ കർഷകർക്ക് വരുമാനം കുറവാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കർഷകർക്ക് വേണ്ടി ഒരു വെൽഫെയർ ഫണ്ട് ബോർഡ് സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. കേരള ഫാമേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ്. ഒന്ന് മനസ്സിലാക്കുക, കേരള ഫാമേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ്. നിങ്ങൾ വെൽഫെയർ ഫണ്ട് ബോർഡുകളെ പറ്റി കേട്ടിട്ടില്ലേ? മലയാളത്തിൽ പറഞ്ഞാൽ ക്ഷേമനിധി ബോർഡുകൾ. ഇപ്പോ നിങ്ങളിപ്പോ എന്തൊക്കെ, ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ക്ഷേമനിധി ബോർഡ്, കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, അതുപോലെ തന്നെ എന്താ കൺസ്ട്രക്ഷൻ വർക്ക്, അത് തന്നെയല്ലോ ഇത്, അങ്ങനെ അത്തരത്തിലുള്ള ഒരുപാട് ക്ഷേമനിധി ബോർഡുകളുണ്ട്. അതായത് അൺഓർഗനൈസ് സെക്ടർ, അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ഒരു കൂട്ടായ്മ, അല്ലെങ്കിൽ അവരുടെ ക്ഷേമത്തിന് വേണ്ടി, അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, അവരെന്തെങ്കിലും അസുഖം ബാധിച്ച് കിടന്നാൽ സഹായത്തിന് വേണ്ടി, മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ധനസഹായം കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ക്ഷേമനിധി ബോർഡുകൾ സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ക്ഷേമനിധി ബോർഡുകളുണ്ട്. പക്ഷേ കാർഷിക മേഖലയിൽ ഇതുവരെ ക്ഷേമനിധി ബോർഡ് ഇല്ല. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായി കർഷകർക്ക് വേണ്ടി ഒരു ക്ഷേമനിധി ബോർഡ് സ്ഥാപിക്കുന്ന സംസ്ഥാനമാണ് കേരളം. കേരള ഫാമേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ്. അപ്പോൾ കേരള
കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ്. അപ്പോൾ കേരള ഫാമേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമാണ്. ഇതിന്റെ ലക്ഷ്യം എന്താണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക, വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ആരംഭിക്കുന്ന സംസ്ഥാനം കേരളമാണ്. വെൽഫെയർ ഓഫ് ഫാമേഴ്സ് എൻഗേജ് ഇൻ അഗ്രികൾച്ചർ ഇൻ ദ സ്റ്റേറ്റ്. അത് നമ്മുടെ സംസ്ഥാനത്തിൽ കാർഷിക മേഖലയിൽ ഏർപ്പെടുന്ന ആൾക്കാരുടെ ക്ഷേമം ഉറപ്പാക്കുക. പേയിങ് പെൻഷൻ ആൻഡ് അതർ അലവൻസ് ടു ദ ഫാമേഴ്സ്. കർഷകർക്ക് പെൻഷനും അതുപോലുള്ള മറ്റ് അലവൻസുകളും കൊടുക്കുക. അട്രാക്ടിങ് ദ യൂത്ത് യങ്ങർ ജനറേഷൻ ടു അഗ്രികൾച്ചർ. ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കൃഷിയിലോട്ട് യൂത്ത് വരുന്നില്ല, യങ്ങർ ജനറേഷൻ വരുന്നില്ല എന്നുള്ളത്. അത് ഒഴിവാക്കാൻ വേണ്ടി അവരെയും കൂടെ കൂടുതൽ ഇതിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതും ഫാമേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിന്റെ ലക്ഷ്യത്തിൽപ്പെടുന്നുണ്ട്. ഇനി ഇതിനു വേണ്ടി ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. കേരള ഫാമേഴ്സ് വെൽഫെയർ ഫണ്ട് ആക്ട് 20 ഡിസംബർ 2019 കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി നിയമം പാസ്സാക്കിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒക്ടോബർ 14 ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോലെ ഒരു വെൽഫെയർ ഫണ്ട് ബോർഡ് കൊണ്ടുവരുന്നു. 2020 ഒക്ടോബർ 15 അത് നിലവിൽ വരുന്നു. ചെയർമാനും ബോർഡ് അംഗങ്ങളും കൂടെ അധികാരമേറ്റതോടുകൂടി അത് നിലവിൽ വരുന്നു ഒക്ടോബർ 15. അപ്പൊ ഗവൺമെന്റ് ഓർഡർ വരുന്ന ഒക്ടോബർ 14 നിലവിൽ വരുന്ന ഒക്ടോബർ 15. പക്ഷെ നമുക്ക് ഇവിടെ ചോദിക്കാൻ സാധ്യത വർഷം ചിലപ്പം ചോദിക്കാം. അപ്പോൾ ഫാർമേഴ്സ് വെൽഫെയർ ഫണ്ട് ആക്ടും വർഷവും ഈ ബോർഡും ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള ആ ഒരു സംഗതിയും വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അടുത്ത് സുഭിക്ഷ കേരളം എന്നൊരു പദ്ധതിയുണ്ട്. നമുക്കറിയാം സുഭിക്ഷ കേരളം ഇത് എപ്പോഴാണ് ലോഞ്ച് ചെയ്തത്, എപ്പോഴെന്ന് ഉദ്ദേശിച്ചാൽ ഏതൊരു ഇവന്റ് നടക്കുന്ന സമയത്താണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. ഇവന്റ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം, പ്രധാനപ്പെട്ട ഒരു പ്രതിഭാസം നടക്കുന്ന സമയത്താണ്. അതെ, ഏതാണ്? ഐശ്വര്യ പറഞ്ഞു COVID-19. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ, COVID-19 ഇടയിൽ കേരള സർക്കാർ ലോഞ്ച് ചെയ്ത ഭക്ഷ്യ ഉൽപാദനത്തിൽ, ഫുഡ് പ്രൊഡക്ഷനിൽ നമ്മൾ സ്വയം പര്യാപ്തത, സെൽഫ് റിലയൻസ് കൈവരിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കേരള സർക്കാർ ലോഞ്ച് ചെയ്തൊരു പദ്ധതിയാണ് സുഭിക്ഷ കേരളം പ്രോജക്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, സുഭിക്ഷ കേരളം 2020 ലോഞ്ച് ചെയ്തൊരു പദ്ധതിയാണ്. ഇതിന്റെ ലക്ഷ്യം ശ്രദ്ധിക്കുക, ഇവിടെ ചോദ്യങ്ങൾ വരാൻ സാധ്യത എന്താണ്, സുഭിക്ഷ കേരളം എന്താണെന്ന് ചോദ്യം വരാം. അപ്പൊ അതെന്താണ്? ദ ഒബ്ജക്റ്റീവ് ഈസ് ടു അറ്റൈൻ ഫുഡ് സെൽഫ് റിലയൻസ് ബൈ എൻഹാൻസിങ് ദ ഏരിയ പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി. അതായത് നമ്മുടെ ഭക്ഷ്യ സ്വയം പര്യാപ്തത നമ്മൾ മറ്റ് സംസ്ഥാനങ്ങൾ ആശ്രയിക്കുന്ന കുറയ്ക്കുക. അതെങ്ങനെ കുറയ്ക്കാനുള്ളത്? കൂടുതൽ ഏരിയയിൽ കൃഷി ചെയ്യുക, നിലവിലുള്ള ഏരിയയിൽ പ്രൊഡക്ഷൻ കൂട്ടുക, നിലവിലുള്ള പ്രൊഡക്ഷന്റെ പ്രൊഡക്ടിവിറ്റി ഉൽപാദനക്ഷമത കൂട്ടുക. അങ്ങനെ നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കുക. അപ്പൊ അതിന്റെ ലക്ഷ്യം കിട്ടിയില്ലേ? അപ്പോൾ സുഭിക്ഷ കേരളത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത, സെൽഫ് റിലയൻസ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. ഇനി എപ്പോഴാണ് ലോഞ്ച് ചെയ്യുന്നത് ചോദിച്ചാൽ 2020 ഡ്യൂറിങ് കോവിഡ് ടൈം അല്ലെങ്കിൽ കോവിഡ് പീരീഡിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സുഭിക്ഷ കേരളം പദ്ധതി ലോഞ്ച് ചെയ്യുന്നത്. ഇനി ഇത് ഏതിലൊക്കെ ഊന്നൽ കൊടുത്ത? ഫുഡ് ഗ്രെയിൻസ് ഭക്ഷ്യധാന്യങ്ങൾ, മില്ലറ്റ്സ് ചെറുധാന്യങ്ങൾ, വെജിറ്റബിൾസ് അതായത് പച്ചക്കറികൾ, ഫ്രൂട്ട്സ് അതായത് പഴവർഗ്ഗങ്ങൾ, ട്യൂബേഴ്സ് നമുക്കറിയാം കിഴങ്ങ് വർഗ്ഗങ്ങൾ, പൾസസ് പയറുവർഗ്ഗങ്ങൾ. ഇത് ഈ പറയുന്ന കാര്യങ്ങൾ ഫുഡ് ഗ്രെയിൻസ്, മില്ലറ്റ്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ട്യൂബേഴ്സ് ആൻഡ് പൾസസ്, ഈ പറയുന്ന മേഖലകളിൽ ഈ പറയുന്ന ഇതിന്റെ എല്ലാം ഏരിയ, ഉൽപാദനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഇതിന്റെ ഒരു ലക്ഷ്യമായിരുന്നു. വേണമെങ്കിൽ ചോദിക്കാവേ, സുഭിക്ഷ കേരളം പദ്ധതിയിൽ റൈസിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമായിരുന്നു? യെസ് ഓർ നോ? സുഭിക്ഷ കേരളം പദ്ധതിയിൽ റൈസ് അല്ലെങ്കിൽ പാഡി, നെല്ലിന്റെ ഉൽപാദനം അല്ലെങ്കിൽ അരിയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമായിരുന്നോ? യെസ് ഓർ നോ പറഞ്ഞാൽ മതി. ലക്ഷ്യമായിരുന്നു എന്നുള്ളവർക്ക് യെസ് പറയാം, ഇല്ലാത്തവർക്ക് നോ പറയാം. നെല്ലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കണ്ടെത്തുക എന്നുള്ളത് സുഭിക്ഷ കേരളത്തിന്റെ ഒരു ലക്ഷ്യമായിരുന്നു. യെസ്, കാരണം അതിനകത്ത് ഫുഡ് ഗ്രെയിൻസ് എന്ന് പറയുന്നുണ്ട്, അതിനകത്ത് എന്ത് വരുന്നുണ്ട്? നെല്ല് വരുന്നുണ്ട്. മനസ്സിലായല്ലോ? ഇനി അടുത്ത് ഇതിന്റെ മറ്റ് ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? കർഷകരുടെ വരുമാനം കൂട്ടുക, തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക, അട്രാക്ടിങ് യൂത്ത് ടു അഗ്രികൾച്ചർ, അതുപോലെ സ്ട്രെങ്തനിങ് അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഫിഷറീസ്, മത്സ്യബന്ധന മേഖല, അതുപോലെ അനിമൽ ഹസ്ബൻഡറി അത് ശക്തിപ്പെടുത്തുക, ഓർഗാനിക് ഫാമിംഗ് പ്രൊമോട്ട് ചെയ്യുക, ഫാലോ ലാൻഡ് കൾട്ടിവേഷൻ അതായത് പാഡി, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ട്യൂബേഴ്സ്, പൾസസ്, മില്ലറ്റ്സ് തുടങ്ങിയവ തരിശു നിലങ്ങളിൽ എന്ത് ചെയ്യുക? കൂടുതൽ കൃഷി ചെയ്യിപ്പിക്കുക എന്നുള്ളതും ഇതിന്റെ ഒരു ലക്ഷ്യമാണ്. മനസ്സിലായല്ലോ? ഇനി അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് കൃഷിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു. അപ്പൊ കാർഷിക മേഖലയിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ വേറെ ഡൗട്ടൊന്നും ഇല്ലോണ്ടോ? നമുക്കറിയാം കേരളത്തിലെ ഈ ഒരു ഗ്രാമപ്രദേശത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് കൃഷി. അപ്പൊ കാർഷിക മേഖലയുടെ വികസനം നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതുവരെ കൃഷിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോവാം. അപ്പോ കുടുംബശ്രീ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? എന്താണ് ഈ കുടുംബശ്രീയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? എന്താണ് ഈ ഒരു കുടുംബശ്രീ എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ലക്ഷ്യം? എല്ലാവരും പറയുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യെസ്,
2 പേര് ആൻസർ പറഞ്ഞു, 3 പേര് ആൻസർ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ ആൻസർ ശരിയാണോ തെറ്റാണോ ഞാൻ പറഞ്ഞില്ല. 4 പേർ, 5 പേർ, 6 പേർ. ഇതില് 3 ഉത്തരങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട്. ഒന്ന് ഗ്രാമവികസനം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, മറ്റൊന്ന് സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, മറ്റൊന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരു ആൻസറും കൂടെ വന്നേ, എക്കണോമിക് സ്റ്റെബിലിറ്റി, സാമ്പത്തിക ഭദ്രത. ഇപ്പൊ ഇതിൽ ഏത് വരും? എക്കണോമിക് സ്റ്റെബിലിറ്റി വരുമോ, അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം വരുമോ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം വരുമോ, അല്ലെങ്കിൽ ഈ റൂറൽ ഡെവലപ്മെന്റ് വരുമോ? യഥാർത്ഥത്തിൽ എല്ലാം വരുമെങ്കിലും ഒരു മെയിൻ ലക്ഷ്യം വേണ്ടേ? മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് എന്താണ്? യെസ്, പോവർട്ടി ഇറാഡിക്കേഷൻ. ശ്രദ്ധിക്കണം, തിരിഞ്ഞു പോകരുത്. അതൊരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്. ഏത്? കുടുംബശ്രീ. അപ്പൊ കുടുംബശ്രീ എന്താണ്? ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, കുടുംബശ്രീ എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ. ഇനി കുടുംബശ്രീ എന്ന് പറയുന്ന സ്ഥാപനം നമ്മൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് എങ്ങനെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നേടിയെടുക്കുക എന്നുള്ളതാണ്. എങ്ങനെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നേടിയെടുക്കുക എന്നാണ് ഇതിനകത്ത് പറയുന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. എങ്ങനെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നേടിയെടുക്കുക? സ്ത്രീ ശാക്തീകരണത്തിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നേടിയെടുക്കുക. യെസ്, വിമൺ എംപവർമെന്റിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നേടിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. മനസ്സിലായല്ലോ? അപ്പോൾ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം തന്നെയാണ്. പക്ഷെ എങ്ങനെയാ? സ്ത്രീ ശാക്തീകരണത്തിലൂടെ. ഇനി പറയുന്ന കാര്യങ്ങൾ നോക്കിയേ. കുടുംബശ്രീ മിഷൻ ഇസ് ആൻ ഇന്നോവേറ്റീവ് വിമൺ ബേസ്ഡ് പാർട്ടിസിപ്പേറ്ററി പ്രോഗ്രാം launched by the government of Kerala in 1998 aims at eradicating poverty. ശ്രദ്ധിക്കുക, ത്രൂ വിമൺ എംപവർമെന്റ്. അപ്പൊ കിട്ടിയല്ലോ, ലക്ഷ്യം കിട്ടിയില്ലേ? കുടുംബശ്രീയുടെ ലക്ഷ്യം കിട്ടിയില്ലേ? അപ്പൊ പ്രധാനമായിട്ടും ഇറാഡിക്കേറ്റിംഗ് പോവർട്ടി, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വച്ചു. എങ്ങനെ? സ്ത്രീ ശാക്തീകരണത്തിലൂടെ. അപ്പൊ സ്ത്രീകൾ ശാക്തീകരിക്കുന്നു, സ്ത്രീകൾ ശക്തിപ്പെടുന്നു, സ്വയം പര്യാപ്തരാകുന്നു, അതുവഴി ദാരിദ്ര്യം നിർമ്മാർജ്ജനപ്പെടുന്നു. ഇനി ഇത് ലോഞ്ച് ചെയ്യുന്നത് ഏത് മിഷൻ ആയിട്ടാണ്? സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ ആയിട്ടാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞമായിട്ടാണ് കുടുംബശ്രീ ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇത് എന്നാ ഉദ്ഘാടനം ചെയ്തേ? ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു പോകണം, ഇത് പിന്നീട് പഠിക്കാൻ സമയമില്ല. ഞാനിത് നോട്ടിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, ഇപ്പം തന്നെ പഠിച്ചു പോകാനുള്ള കുറച്ച് പോയിന്റുകളാണ്. നിങ്ങൾ എല്ലാവരും ഷടപടയും നിങ്ങളുടെ അറിയാവുന്ന പോയിന്റുകളൊന്ന് പറയാം. അപ്പോൾ ഇത് നിലവിൽ വന്ന എപ്പോഴാണ്? ഫസ്റ്റ് ചോദ്യം നിലവിൽ വന്ന, നോട്ട് എഴുതി എടുക്കാനുള്ളവർക്കാണെങ്കിൽ ഇത് എഴുതിയെടുക്കാം. നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. 1998, ഞാനൊരു പുതിയ പേജ് എടുത്ത് എഴുതാം. 1998 മെയ് 17 ഏത് നിലവിൽ വന്നത്? കുടുംബശ്രീ നിലവിൽ വന്നത്. 1998 മെയ് 17 കുടുംബശ്രീ നിലവിൽ വന്നത്. എവിടെ? ആര് ഉദ്ഘാടനം ചെയ്തു? എവിടെയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്? യെസ്, മലപ്പുറത്താണ് ഉദ്ഘാടനം ചെയ്തത്. കുടുംബശ്രീ മലപ്പുറത്താണ് ഉദ്ഘാടനം ചെയ്തത്. ഇനി ആരാണ് ഉദ്ഘാടനം ചെയ്തത്? യെസ്, AB വാജ്പേയി, അടൽ ബിഹാരി വാജ്പേയി ആണ് എന്ത് ചെയ്യുന്നത്? ഉദ്ഘാടനം ചെയ്യുന്നത്. അല്ലേ? അതെ, മലപ്പുറത്ത് കോട്ടക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് 1998 മെയ് 17 മലപ്പുറത്ത് കോട്ടക്കുന്ന് എന്ന് പറയുന്ന. നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടോ? ഞാനൊരു പേജിൽ എഴുതുമ്പോൾ ആ പേജ് നിങ്ങൾക്ക് വേണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു പേജ് എടുത്ത് എഴുതാം. ആ പേജും കൂടെ നിങ്ങൾക്ക് വേണോ? യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് വേറൊരു പേജ് എടുത്ത് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു 1998 മെയ് 17 നിലവിൽ വരുന്നത്. 1998 മെയ് 17 എവിടെയാ ഉദ്ഘാടനം ചെയ്യുന്നെന്ന് പറഞ്ഞു? മലപ്പുറത്താണ് ഉദ്ഘാടനം ചെയ്യുന്നെന്ന് പറഞ്ഞു. ഇത് ഉദ്ഘാടനം ചെയ്യുന്ന ആരാണെന്ന് പറഞ്ഞു? AB വാജ്പേയി ആണെന്ന് പറഞ്ഞു. യെസ്, AB വാജ്പേയി ആണെന്ന് പറഞ്ഞു. ഇനി അടുത്ത്, ഇത് പ്രവർത്തനം ആരംഭിക്കുന്ന എത്രാം പഞ്ചവത്സര പദ്ധതി സമയത്താ? എത്രാം പഞ്ചവത്സര പദ്ധതി സമയത്താ വരുന്നത്?
ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് AB വാജ്പേയി ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇത് പ്രവർത്തനം ആരംഭിക്കുന്നത് 1999 ഏപ്രിൽ 1-നാണ്. ഏപ്രിൽ 1-നാണ്. അതായത് 9ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് 9th 5-year പ്ലാന്റെ സമയത്താണ് ഇത് പ്രവർത്തനം ആരംഭിക്കുന്നത്. ബിഗൻ ഓപ്പറേഷൻ, അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. ഇനി മറ്റൊരു ചോദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു സമയത്ത് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരുന്നു? ഈ ഒരു കുടുംബശ്രീ വരുന്ന സമയത്ത് കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആരായിരുന്നു? CM ആരായിരുന്നു? കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ കുടുംബശ്രീ വരുന്ന സമയത്ത് കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് EK നായനാരാണ്. EK നായനാരാണ് കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. ഇനി ഈ കുടുംബശ്രീ ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണ് വരുന്നതെന്ന് അറിയാവോ? കാരണം ഇത് അറിഞ്ഞേ പറ്റത്തുള്ളൂ. കുടുംബശ്രീനെ പറ്റി നമ്മൾ നിർബന്ധമായിട്ടും അറിയണം. കാരണം എന്തുകൊണ്ടാ? സോറി, മന്ത്രാലയമല്ല, സംസ്ഥാനങ്ങൾക്ക് മന്ത്രാലയമല്ലല്ലോ, ഡിപ്പാർട്ട്മെന്റ് അല്ലേ. ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് വരുന്നത് കുടുംബശ്രീ? യെസ്, ശ്രീപ്രിയ ആൻസർ പറഞ്ഞു. കാരണം ശ്രീപ്രിയയ്ക്ക് അറിയാം, അനന്തുവിനറിയാം, അരവിന്ദിനറിയാം. കാരണം നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാം എവിടത്തേക്ക് വേണ്ടിയുള്ള എക്സാം ആണ്? LSG ഡിപ്പാർട്ട്മെന്റ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ. അപ്പോ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്, തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലാണ് കുടുംബശ്രീ വരുന്നത്. അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. കാരണം നമ്മൾ എഴുതാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി എക്സാം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വകുപ്പിന് കീഴിൽ വന്നതുകൊണ്ട് തന്നെ ആ വകുപ്പ് മന്ത്രി ആരാണ് എന്നുള്ള കാര്യം അറിയണം. LSG ഡിപ്പാർട്ട്മെന്റ് മിനിസ്റ്റർ ആരാണ്? ആരായിരുന്നു ആ സമയത്ത് LSG ഡിപ്പാർട്ട്മെന്റ് മിനിസ്റ്റർ? പാലൊളി മുഹമ്മദ് കുട്ടി. പാലൊളി മുഹമ്മദ് കുട്ടീനെ കേട്ടിട്ടുണ്ടല്ലോ. പാലൊളി മുഹമ്മദ് കുട്ടിയായിരുന്നു ആ സമയത്ത് എന്തെന്ന് പറയുന്നത്? ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് മിനിസ്റ്റർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. ഓക്കെ അല്ലേ? അത്രയും ക്ലിയർ അല്ലേ? അത്രയും കാര്യങ്ങൾ അറിയാലോ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത്, ഇതിനു വേണ്ടി ഈ ഒരു കുടുംബശ്രീ വരാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരു ടാസ്ക് ഫോഴ്സിനെ അപ്പോയിന്റ് ചെയ്തു. ഈ കുടുംബശ്രീ വരാൻ കാരണമായ ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ട്. ആ ടാസ്ക് ഫോഴ്സിനെ 1997-ലാണ് ഗവൺമെന്റ് ഓഫ് കേരള അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ 1997 ഈ കുടുംബശ്രീ വരാൻ കാരണമായ ഒരു ടാസ്ക് ഫോഴ്സിനെ ഗവൺമെന്റ് ഓഫ് കേരള അപ്പോയിന്റ് ചെയ്യുന്നു. ആ ടാസ്ക് ഫോഴ്സിൽ 3 ആൾക്കാരുണ്ടായിരുന്നു. ആരൊക്കെയാണെന്ന് അറിയാമോ ആ ടാസ്ക് ഫോഴ്സിൽ ഉണ്ടായിരുന്നത്? ഒന്ന്, യെസ്, അനന്ത് പറഞ്ഞു, തോമസ് ഐസക്. മറ്റൊന്ന്, യെസ്, പ്രകാശ് ബക്ഷി. മറ്റൊന്ന് SM വിജയാനന്ദ്. ഈ 3 പേരാണ് ഈ ടാസ്ക് ഫോഴ്സിനകത്ത് ഉണ്ടായിരുന്നത്. അതിൽ തോമസ് ഐസക് ആയിരുന്നു അതിന്റെ ചെയർപേഴ്സൺ. ഈ SM വിജയാനന്ദ് ആയിരുന്നു നമ്മുടെ ധനകാര്യ കമ്മീഷൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനായിരുന്നു SM വിജയാനന്ദ്. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കുക. ടാസ്ക് ഫോഴ്സ് 1997 ഗവൺമെന്റ് ഒരു ടാസ്ക് ഫോഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നു. തോമസ് ഐസക് ആയിരുന്നു ചെയർപേഴ്സൺ. പ്രകാശ് ബക്ഷിയും SM വിജയാനന്ദിലും അതിൽ അംഗങ്ങളായിരുന്നു. ഇവരുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് എന്ത് വരുന്നത്? കുടുംബശ്രീ എന്ന് പറയുന്ന സ്ഥാപനം കേരളത്തിൽ നിലവിൽ വരുന്നത്. ഓക്കെ അല്ലേ? അത്രയും ക്ലിയർ ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, കുടുംബശ്രീയുടെ സ്ലോഗൻ എന്താണെന്ന് അറിയാവോ? കുടുംബശ്രീയുടെ സ്ലോഗൻ എന്താണ് എന്നറിയാവോ? കുടുംബശ്രീയുടെ സ്ലോഗൻ എന്താ? സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക്. അപ്പൊ സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക്. റീച്ച് ഔട്ട് ദ ഫാമിലി ത്രൂ വിമൻ ആൻഡ് റീച്ച് ഔട്ട് ദ സൊസൈറ്റി ത്രൂ ഫാമിലി. അപ്പൊ എന്താ പറയുന്നത്? അതൊന്നും ഞാൻ എഴുതാം. റീച്ച് ഔട്ട് ദ ഫാമിലി ത്രൂ വിമൻ, അതായത് സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്. രണ്ടാമത് പറയുന്നത് കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക്, ആൻഡ് റീച്ച് ഔട്ട് ദ സൊസൈറ്റി ത്രൂ ഫാമിലി. ഇതാണ് കുടുംബശ്രീയുടെ
സ്ലോഗൻ എന്ന് പറയുന്നത്. കുടുംബശ്രീയുടെ സ്ലോഗൻ എന്ന് പറയുന്നത് സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക്. ഓക്കെ അല്ലേ? ഇനി ഇതിനകത്ത് നോക്കാനുള്ള കാര്യം, അടുത്ത് ഇവരുടെ ഒരു മുൻവർഷ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ട ഒരു മുൻവർഷ ചോദ്യം ഉണ്ടായിരുന്നു. ഇവരുടെ ഒരു ഖരമാലിന്യ സംസ്കരണ പദ്ധതി എന്താണ്? സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാം. സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാം ഓഫ് കുടുംബശ്രീ. കുടുംബശ്രീയുടെ ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേരെന്താണെന്ന് അറിയാവോ? യെസ്, തെളിമ. അത് മുൻവർഷ ചോദ്യമായിരുന്നേ, തെളിമ. കുടുംബശ്രീയുടെ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാമിന്റെ പേരാണ് തെളിമ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കുടുംബശ്രീയുടെ വെബ് പോർട്ടലിന്റെ പേരെന്താ? വെബ് പോർട്ടൽ, അതായത് അവരുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് പോർട്ടലിന്റെ പേരെന്താണെന്ന് അറിയാവോ? സ്ത്രീ ശക്തി. സ്ത്രീ അല്ല, സ്ത്രീ ശക്തിയാണ്. സ്ത്രീ ശക്തി എന്നുള്ളതാണ് അവരുടെ വെബ് പോർട്ടലിന്റെ പേര്. യെസ്. ഇനി വേറെ ഇവരെ പറ്റി ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് കുടുംബശ്രീ ദിനം. അപ്പൊ ഇവരുടെ 2023 എന്താ സംഭവിച്ചത്? 2023 മെയ് 17 എന്താ പ്രത്യേകത? 2023 മെയ്. സ്ലോഗൻ ഒന്നുകൂടെ പറയാം. എന്താണ് സ്ലോഗൻ പറഞ്ഞത്? സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക്. Reach out the family through women. Reach out the society through family. Okay. യെസ്. 2023 മെയ് 17 പ്രത്യേകത എന്താ? 2023 മെയ് 17 പ്രത്യേകത എന്ന് പറയുന്നത് 25th ഇയർ. കുടുംബശ്രീ ആരംഭിച്ചിട്ട് 25 വർഷം, 25th ഇയർ രജത ജൂബിലി ആയിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അന്ന് മുതൽ മെയ് 17 നമ്മൾ എന്തായിട്ട് ആഘോഷിക്കുന്നു? കുടുംബശ്രീ ഡേ, കുടുംബശ്രീ ദിനം. കുടുംബശ്രീ ദിനമാണ് മെയ് 17 എന്ന് പറയുന്നത്. മെയ് 17 കുടുംബശ്രീ ദിനമാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഇതിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഇനി രണ്ട് കാര്യങ്ങളും കൂടെ നോക്കുക. ഈ കുടുംബശ്രീക്ക് ഇനി അടുത്ത് ഇതിലോട്ട് വരാം. അതിനു മുന്നേ ഈ കുടുംബശ്രീ എന്ന് പറയുന്നത് ത്രിതല സംവിധാനമാണെന്ന് അറിയാലോ. കുടുംബശ്രീ ത്രിതല സംവിധാനമാണെന്നുള്ള കാര്യം അറിയാലോ. ത്രിതലം എന്ന് വെച്ചാൽ 3 ടയർ സ്ട്രക്ചർ. കുടുംബശ്രീ എന്ന് പറയുന്നത് ഒരു 3 ടയർ സ്ട്രക്ചർ ആണ്. നമുക്ക് പഞ്ചായത്തുകൾ ത്രിതല സംവിധാനം എന്ന് പറയുന്ന പോലെ ഈ കുടുംബശ്രീക്ക് ഒരു 3 ടയർ സ്ട്രക്ചർ ആണ്. 3 തലങ്ങളിലാണ് കുടുംബശ്രീ പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്, അമ്മമാരോ സഹോദരികളോ നിങ്ങളൊക്കെ തന്നെ കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്നവരുണ്ടാവും. അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് സ്ട്രക്ചർ ഓഫ് കുടുംബശ്രീ ഏതാണെന്ന് അറിയാമോ? യെസ്, അനന്ത് പറഞ്ഞു, അശ്വതി പറഞ്ഞു, പക്ഷെ ബേസിക് സ്ട്രക്ചർ പറഞ്ഞില്ല. ഏറ്റവും ബേസിക് യൂണിറ്റ് ഓഫ് കുടുംബശ്രീ എന്താണ്? യെസ്, നമുക്ക് എല്ലാവർക്കും അറിയാം, അയൽക്കൂട്ടങ്ങൾ അല്ലെ? അയൽക്കൂട്ടങ്ങളാണ് കുടുംബശ്രീയുടെ ഏറ്റവും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്. അയൽക്കൂട്ടങ്ങൾ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? നൈബർഹുഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അയൽക്കൂട്ടങ്ങൾ, അതായത് നൈബർഹുഡ് ഗ്രൂപ്പ്സ്, NHGs, അയൽക്കൂട്ടം, നൈബർഹുഡ് ഗ്രൂപ്പ്സ്. അപ്പൊ ഇതിന് ഞാൻ എഴുതിയിട്ടുണ്ട്, ഇതിനൊക്കെ നോട്ട് തന്നിട്ടുണ്ട്. എന്താണ് നൈബർഹുഡ് ഗ്രൂപ്പ്സ്? അയൽക്കൂട്ടം. ഈ അയൽക്കൂട്ടത്തിലെ അംഗങ്ങൾ, അയൽക്കൂട്ടം എന്ന് പറയുന്നത് ഒരു വാർഡിനകത്താണ് അയൽക്കൂട്ടം ഫോം ചെയ്യുന്നത് അല്ലേ? അതായത് ഒരു വാർഡിനകത്ത് വോളണ്ടറി ഫോം ചെയ്യുന്ന, അവർ സ്വമേധയായിട്ട് രൂപം കൊടുക്കുന്നതാണ് അയൽക്കൂട്ടം എന്ന് പറയുന്നത് അല്ലെ? സ്വമേധയായിട്ട് രൂപം കൊടുക്കുന്ന സംഘടനയാണ് അയൽക്കൂട്ടം എന്ന് പറയുന്നത്. അയൽക്കൂട്ടത്തിൽ അംഗങ്ങളാകാൻ എത്ര വയസ്സ് വേണമെന്ന് അറിയാവോ? പ്രായം. അയൽക്കൂട്ടത്തിൽ അംഗങ്ങളാകാൻ എത്ര പ്രായമായിരിക്കണം? 18 വയസ്സ് കഴിഞ്ഞ് ആർക്കും എന്ത് ചെയ്യാം? അയൽക്കൂട്ടത്തിൽ അംഗമാകാം. ഒരു അയൽക്കൂട്ടത്തിൽ മിനിമം എത്ര മെമ്പേഴ്സും മാക്സിമം എത്ര മെമ്പേഴ്സും വേണം? ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ഓർമ്മയിരിക്കാനാണ്. അല്ലെങ്കിൽ എനിക്ക് വേഗത്തിൽ അങ്ങ് പറഞ്ഞു പോകാം. നിങ്ങളെ വിട്ട് ഗസ് ചെയ്യിപ്പിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ആ കാര്യം പിന്നീട് തെറ്റുമ്പോൾ പിന്നീട് ഓർമ്മ വരും. അതുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ സമയം കളയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമല്ല. നിങ്ങൾക്ക് ഓർമ്മയിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. യെസ്, മിനിമം 10 പേര്, മാക്സിമം 20 പേര്. മിനിമം 10, മാക്സിമം 20 ആണ് അയൽക്കൂട്ടങ്ങളുടെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. ആഴ്ചയിൽ ഒരിക്കൽ അവർ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യണം. അപ്പൊ ഒരു വാർഡുകളിൽ, നിങ്ങൾക്ക് അറിയാലോ, വാർഡ് തലത്തിലാണ് ഈ പറയുന്ന അയൽക്കൂട്ടങ്ങൾ പ്രവർത്തിക്കുന്നത്.
ഈ വാർഡ് തലത്തിൽ ഒന്നിലധികം അയൽക്കൂട്ടങ്ങൾ ഉണ്ടാകാം. SC/STക്ക് സെപ്പറേറ്റ് അയൽക്കൂട്ടം ഉണ്ടാകാം. അങ്ങനെ അയൽക്കൂട്ടങ്ങളുണ്ട്. ഈ അയൽക്കൂട്ടത്തിൽ നിന്ന് വാർഡ് തലത്തിൽ തന്നെ തെരഞ്ഞെടുത്ത് വിടുന്ന അടുത്ത വിഭാഗത്തിനെ പറയുന്ന പേരാണ്, ഇതിന്റെ സെക്കൻഡ് ടയറിനെ പറയുന്ന പേരാണ്, യെസ്, അശ്വതി പറഞ്ഞു. ബാക്കിയുള്ളവരും കൂടെ ഒന്ന് പറയാൻ ശ്രമിച്ചേ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, കുടുംബശ്രീയിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ. യെസ്, അയൽക്കൂട്ടത്തിന് തൊട്ട് മുകളിൽ നിൽക്കുന്നതാണ് ADS, ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി. ADS എന്ന് കേട്ടിട്ടില്ലേ? ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി. ADS എന്ന് പറയുന്നത് ഈ പറയുന്ന അയൽക്കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് വിടുന്നതാണ് ADS എന്ന് പറയുന്നത്. അതിനകത്ത് പൊതുവെ 7 അംഗങ്ങളാണ് ഉണ്ടാകുക. 7 മെമ്പേഴ്സ് ആണ് ഈ പറയുന്ന ADSനകത്ത് പൊതുവെ ഉണ്ടാകുന്നത്. ഇനി അതിനുശേഷം ഈ പറയുന്ന ADSൽ നിന്ന് പഞ്ചായത്ത് തലത്തിൽ, ഒരു ലോക്കൽ സെൽഫ് ബോഡി തലത്തിൽ തെരഞ്ഞെടുത്ത് വിടുന്ന സംവിധാനമാണ് ADS. കഴിഞ്ഞ് അതിന് മുകളിലുള്ളതാണ് CDS. അത് പഞ്ചായത്ത് തലത്തിൽ മൊത്തത്തിൽ ഒരു സാധനമാണ്, ഒരൊറ്റ CDS ആണ് ഉണ്ടാകുക. അപ്പോൾ ആ CDSലെ ഈ പറയുന്ന പോലെ CDS എന്ന് പറയുന്നത് പഞ്ചായത്ത് ലെവലിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ നൈബർഹുഡ് ഗ്രൂപ്പ്, ഫസ്റ്റ് നൈബർഹുഡ് ഗ്രൂപ്പ് ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ അയൽക്കൂട്ടം ഏതാണെന്ന് അറിയാമോ? കേരളത്തിലെ ആദ്യത്തെ അയൽക്കൂട്ടം എവിടെയാണെന്ന് അറിയാമോ? CDS എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ് CDS. CDSൽ അതെനിക്ക് കറക്റ്റായിട്ട് നോക്കി 32 ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. നോട്ട് വരുമ്പോൾ തരാമെന്ന് വിചാരിച്ചത്. 32 എന്നാണ് തോന്നുന്നത്. അതായത് ഒരു പഞ്ചായത്ത് തലത്തിൽ ADS ഇന്ന് ഒരുപാട് വാർഡൊക്കെ ഉള്ള പഞ്ചായത്താണെങ്കിൽ ADS ഇന്ന് ഒരു 35-40 ആൾക്കാർ CDSൽ വന്നാൽ CDS രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, 2 CDS ഫോം ചെയ്യും. 32 എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനൊന്ന് വെബ്സൈറ്റ് ഒന്നും കൂടെ നോക്കിയിട്ട്, കുടുംബശ്രീയുടെ വെബ്സൈറ്റ് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. 30-32 എന്തോ ആണ്. ഞാനത് എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം CDSലെ മെമ്പേഴ്സിന്റെ എണ്ണം. അപ്പോൾ CDS ആ മെമ്പേഴ്സിന്റെ എണ്ണത്തിൽ കൂടുതലാണെങ്കിൽ 2 CDS തുടങ്ങാം. ഓക്കെ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ അയൽക്കൂട്ടം എന്ന് പറയുന്ന കല്യാശ്ശേരിയ. കല്യാശ്ശേരി എവിടെയാ? കേരളത്തിലെ ആദ്യത്തെ അയൽക്കൂട്ടം കല്യാശ്ശേരി. എവിടെയാ കല്യാശ്ശേരി? യെസ്, കണ്ണൂർ കല്യാശ്ശേരിയിലാണ്. യെസ്, ഓക്കെ. മനസ്വിനിനെ പറ്റി കേട്ടിട്ടുണ്ട്? ഒരു മുൻവർഷ ചോദ്യമാണ് മനസ്വിനി. മനസ്വിനി എന്ന് വെച്ചാൽ എന്താ? ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടമാണ്. ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടമാണ് മനസ്വിനി എന്ന് പറയുന്നത്. അതെവിടെയാണ്? കോട്ടയത്താണ്. ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടമാണ് മനസ്വിനി, കോട്ടയത്താണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കി. നമുക്ക് ഇനി ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു? ഫസ്റ്റ് ടയർ എന്ന് പറയുന്ന നൈബർഹുഡ് ഗ്രൂപ്പ്സ് ആണ്. അത് ഡയറക്ട്ലി വോളണ്ടറി എടുക്കുന്ന ആൾക്കാരാണ്. രണ്ടാമത്തെ ടയർ ADS, ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി. മൂന്നാമത്തെ ടയർ CDS, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി ആണ്. ഇനി അടുത്തത് കുടുംബശ്രീയുടെ കുറച്ച് പ്രധാനപ്പെട്ട ഇനിഷ്യേറ്റീവ്സ് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളുടെ ലെസ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള, സാമ്പത്തിക സ്ഥിതിയിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ട്രാൻസ് വിമൻ മാത്രമല്ല, വേറൊരു കാര്യം, കുടുംബശ്രീയിൽ സ്ത്രീകൾക്ക് മാത്രമാണോ പങ്കാളികളാകാൻ പറ്റുക? പുരുഷന്മാരുടെ അയൽക്കൂട്ടങ്ങൾ സ്ത്രീകൾ കുടുംബസ്ത്രീ എന്നല്ല കേട്ടോ, മനസ്സിലാക്കിക്കോണം. സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? മെൻ ഓൾസോ, പുരുഷന്മാരും എന്നാണ് അർത്ഥം, അല്ല ഐശ്വര്യം എന്നാണ് അർത്ഥം. മനസ്സിലായോ? സ്ത്രീ തന്നെ ആകണമെന്നില്ലല്ലോ വീടിന്റെ ഐശ്വര്യം. പുരുഷന്മാരാകാം, സ്ത്രീകളാകാം. ട്രാൻസ്ജെൻഡർ അതെന്ന് പറയുമ്പോൾ ട്രാൻസ് മെന്നും ട്രാൻസ് വിമനും ആകാൻ തോന്നുന്നു. ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതെ, മെമ്പേഴ്സ് ആണ് ഐശ്വര്യം. ഏത് കുടുംബശ്രീയിലെ മെമ്പേഴ്സോ ഐശ്വര്യം? വീട്ടിന്റെ അംഗങ്ങളാണ് ഐശ്വര്യം അല്ലേ? അതെ, ഓക്കെ. അപ്പൊ നോക്കിയേ, അപ്പോൾ സ്ത്രീകളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ത്രിഫ്റ്റ് ആൻഡ് ക്രെഡിറ്റ് പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ലോൺ കിട്ടുന്നു, കുടുംബശ്രീ വഴി ലോൺ കിട്ടുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് ഇപ്പോൾ ചിലപ്പോൾ എന്താ പലിശ കുറഞ്ഞ വായ്പകളൊക്കെ കിട്ടുന്ന അറിയാൻ പറ്റും. എന്താണ് ഈ ത്രിഫ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്? ത്രിഫ്റ്റ് പ്രോഗ്രാം, കുടുംബശ്രീയുടെ ത്രിഫ്റ്റ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ത്രിഫ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ സേവിങ്സ്, അതായത് മാസം തോറും മാസത്തവണകൾ, ആഴ്ചത്തവണകൾ എന്ന് പറഞ്ഞിട്ട്
കുടുംബശ്രീയിലോട്ട് അവിടുത്തെ മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അതാണ് ത്രിഫ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. പിന്നെ ജോയിന്റ് ലൈബിലിറ്റി ഗ്രൂപ്പുകളുണ്ട്. അതായത് ഈ പറയുന്ന പോലെ ഒന്നോ രണ്ടോ ഒക്കെ അയൽക്കൂട്ടങ്ങളിൽ നിന്നുള്ള 4 മുതൽ 10 അംഗങ്ങൾ ചേർന്ന ഗ്രൂപ്പുകളാണ് ജോയിന്റ് ലൈബിലിറ്റി ഗ്രൂപ്പുകൾ. ഈ ഗ്രൂപ്പുകൾ എന്ത് ചെയ്യുന്നറിയാമോ? തരിശു ഭൂമിയിലൊക്കെ കൃഷി ഇറക്കും. മനസ്സിലായോ? തരിശു ഭൂമിയിലൊക്കെ കൃഷി ഇറക്കാൻ വേണ്ടി ഫോം ചെയ്യുന്നത്, കൃഷിക്ക് വേണ്ടി രൂപം കൊള്ളുന്ന ഗ്രൂപ്പുകളാണ് ജോയിന്റ് ലൈബിലിറ്റി ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അപ്പൊ 4 മുതൽ 10 അംഗങ്ങൾ വരെ അതിനകത്തുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? എന്നിട്ട് അവിടെ കൃഷി ചെയ്യും. നബാർഡിൽ നിന്നൊക്കെ വളരെ കുറഞ്ഞ നിരക്കിൽ അവർക്ക് എന്ത് കിട്ടും? ലോൺ കിട്ടും. ഇനി സ്നേഹിത ഹെൽപ്പ് ഡെസ്ക് എന്ന് വെച്ചാൽ കുടുംബശ്രീയുടെ കീഴിലുള്ള കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടിയുള്ള 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഹെൽപ്പ് ഡെസ്ക് ആണ്. സ്ത്രീകളുടെ സേഫ് ജേർണി ഉറപ്പാക്കാൻ വേണ്ടി കുടുംബശ്രീ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് വനിതാ ഡ്രൈവർമാർക്ക് പരിശീലനം കൊടുത്തിട്ടുണ്ട്. ഹരിതകർമ്മസേന, നിങ്ങൾ എല്ലാ മാസവും പൈസ കൊടുക്കാറില്ലേ? പ്ലാസ്റ്റിക് വേസ്റ്റ്, നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് കളക്ട് ചെയ്തുകൊണ്ട് പോകത്തില്ലേ നിങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ? ഈ മാസമൊക്കെ നിങ്ങളോട് കളക്ട് ചെയ്യാൻ വന്നോ? നിങ്ങളോട് പ്ലാസ്റ്റിക് വേസ്റ്റ് കളക്ട് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ഹരിതകർമ്മസേന വരും. അപ്പൊ ഈ ഹരിതകർമ്മസേന 50 രൂപ, അതെ 50 രൂപ കളക്ട് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, മാലിന്യം, അപ്പോൾ ഹരിതകർമ്മസേന എന്ന് വെച്ചാൽ നോൺ ബയോഡിഗ്രേഡബിൾ, അഴുകാത്ത വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഹരിതകർമ്മസേന. അപ്പൊ ഈ ഹരിതകർമ്മസേനയ്ക്ക് പഞ്ചായത്ത് ലെവലിലാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. മനസ്സിലായല്ലോ? ഓരോ പഞ്ചായത്തിലും ഓരോ ഹരിതകർമ്മസേനയുണ്ട്. ഒരു പഞ്ചായത്തിൽ ഇഷ്ടംപോലെ കുടുംബശ്രീ അംഗങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ? ഈ കുടുംബശ്രീ അംഗങ്ങളെല്ലാം തന്നെ ഈ ഒരു ഹരിതകർമ്മ സേനയിലെ അംഗങ്ങളുമാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കും. ഓക്കെ, നിങ്ങൾ എല്ലാവരും കൊടുക്കാറുണ്ടോ വേസ്റ്റ് ഒക്കെ? അത് കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും കൊടുക്കത്തില്ലേ? കൊടുക്കണം. വീടിന് ചുറ്റോട്ട് കത്തിക്കുകയൊന്നും ചെയ്യരുത്. പ്ലാസ്റ്റിക് വേസ്റ്റ് പൈസ കൊടുത്താലും കുഴപ്പമില്ല. എല്ലാവരും മെമ്പേഴ്സ് അല്ല. സോറി, എല്ലാവരും മെമ്പേഴ്സ് അല്ല, പക്ഷെ കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് അവർക്ക് പരിശീലനം കൊടുക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ഒരു പദ്ധതിയാണ്. മെമ്പേഴ്സ് ആണോന്നില്ല, അതെ. കാരണം നമ്മുടെ അടുത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വരുന്ന സമയത്ത് ഇവർക്ക് കൊടുക്കാതെ വീട്ടിൻ്റെയൊക്കെ അവരുടെ കോമ്പൗണ്ടിലൊക്കെ ഇട്ട് കത്തിക്കുന്നുണ്ട്. കത്തിക്കുമ്പോൾ നാട്ടുകാർക്ക് ഭയങ്കര പ്രശ്നമല്ലേ പ്ലാസ്റ്റിക് വേസ്റ്റ് കത്തിക്കുന്നത്? അവർക്കേ പ്രശ്നം. ഭയങ്കര മോശമാണ് ഈ പറയുന്ന പ്ലാസ്റ്റിക്. അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും പ്ലാസ്റ്റിക് ഡിസ്പോസ് ചെയ്യാൻ മാർഗം ഉണ്ടായിരിക്കണം അല്ലേ? ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചു. കുടുംബശ്രീയുടെ 25ാം വാർഷികം പ്രമാണിച്ച് സംഘടിപ്പിച്ച അയൽക്കൂട്ട സംഗമത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഒരാൾ എന്നെ ചോദിച്ചാണ്, ഐശ്വര്യ ചോദിച്ചാണ്, കുടുംബശ്രീയുടെ 25ാം വാർഷികം പ്രമാണിച്ച് അയൽക്കൂട്ട സംഗമത്തിന്റെ പേര്. അതിന്റെ ആൻസർ തന്നെ ചുവട്. യെസ്, 25ാം വാർഷികം. നമ്മൾ പറഞ്ഞു 25ാം വാർഷികം എന്ന് ആഘോഷിച്ചേ? അതിന്റെ ഡേറ്റ് ഒന്ന് പറഞ്ഞേ. നമ്മൾ പറഞ്ഞല്ലോ 25ാം വാർഷികം ആഘോഷിച്ച എന്ന 2023 മെയ് 17. അന്ന് അവരെന്ത് ചെയ്യുന്നു? അന്ന് നടത്തിയിട്ടുള്ള ഈ പറയുന്ന പോലെ അയൽക്കൂട്ടത്തിന്റെ പേരാണ് ചുവട്. അയൽക്കൂട്ട സംഗമത്തിന്റെ പേരാണ് ചുവട്. യെസ്. ഇനി അടുത്തത് ഹരിതകർമ്മസേനയെ പറ്റി നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ കുടുംബശ്രീനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നോക്കണ്ട. നമ്മൾ റൂറൽ എക്കണോമിക്കകത്ത് പ്രധാനമായിട്ട് നോക്കാനുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇനി അടുത്ത് നമുക്ക് ട്രഡീഷണൽ ഇൻഡസ്ട്രീസിനെ പറ്റി നോക്കാം. അപ്പൊ നമ്മൾ ഗ്രാമപ്രദേശത്തിനുള്ള കാര്യങ്ങളെ പറ്റിയാണ് കേട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കൃഷി നോക്കി, ഗ്രാമപ്രദേശത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്ന ലക്ഷ്യമിട്ടിട്ടാണ് കുടുംബശ്രീ എന്ന് പറയുന്ന സംവിധാനം നടപ്പിലാക്കി എന്ന് പറഞ്ഞു. ഇനി അടുത്ത് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്, വ്യവസായ മേഖലയിലോട്ട് വരാം. നമുക്കറിയാം വ്യവസായങ്ങൾ കൂടുതലും നഗരങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണെങ്കിൽ പോലും ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്, പരമ്പരാഗത വ്യവസായങ്ങൾ കൂടുതലും ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് നടക്കുന്നത്. അതുപോലെ തന്നെ MSME അറിയാലോ, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ്, ചെറുകിട വ്യവസായങ്ങൾ. ഇതെല്ലാം തന്നെ എന്താണ്? ഈ പറയുന്ന പോലെ ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം ട്രഡീഷണൽ ഇൻഡസ്ട്രീസിനെ പറ്റി ചോദിക്കാം. അപ്പൊ എൻ്റെ ഒരു ചോദ്യം, കേരളത്തില് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്, പരമ്പരാഗത വ്യവസായങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 5 എണ്ണമാണ്. ഒരുപാട് പരമ്പരാഗത വ്യവസായം ഉണ്ടെങ്കിലും സാമ്പത്തിക മൂല്യം കൂടിയത് 5 പരമ്പരാഗത വ്യവസായങ്ങൾക്കാണ്. ഏതൊക്കെയാണ് 5 എണ്ണം എന്ന് പറയാമോ? കേരളത്തിൽ പരമ്പരാഗത വ്യവസായം, 2 എണ്ണം പറഞ്ഞു.
കയർ ഒരെണ്ണമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരെണ്ണം കയറാണ്. പിന്നെ ഒന്ന് ഏതാണ്? യെസ്, കൈത്തറി പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ കൈത്തറിയാണ്. കയറും കൈത്തറിയും. യെസ്. മൂന്നാമത്തത് കശുവണ്ടി. അപ്പോ കയർ വ്യവസായം, കൈത്തറി എന്ന് വെച്ചാൽ ഹാൻഡ്ലൂം വ്യവസായം, കൈത്തറി അല്ലെങ്കിൽ ഹാൻഡ്ലൂം. മൂന്നാമത്തെ കാഷ്യൂ ഇൻഡസ്ട്രി. അടുത്തത് ഏതാണ്? ഇവിടെ പോട്ടറി പറഞ്ഞു. യെസ്, കരകൗശലം. അതെ, ക്ലേ പോട്ട്, നമ്മുടെ കണ്ണാടി, ഇതെല്ലാം തന്നെ കരകൗശലം, ഹാൻഡിക്രാഫ്റ്റ്. മനസ്സിലായല്ലോ? ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി എന്നൊരു സാധനമുണ്ട്. 4 എണ്ണം ആയില്ലേ? ഇനി ഒന്നും കൂടെ ഉണ്ട്. അതൊരു നമുക്ക് കണ്ടുപിടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഇൻ ദ സെൻസ് നമ്മൾ അങ്ങനെ ചിന്തിക്കത്തില്ല. ഇതും ഒരു പ്രധാനപ്പെട്ട ഹാൻഡിക്രാഫ്റ്റ് ആണോ? ക്ലൂ തരാം. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമാണ്. അയ്യോ, ഒരുപാട് ക്ലൂ ഉണ്ടല്ലേ. ഒരു മരത്തിൽ നിന്നുള്ള സാധനമാണ്. ബീഡി അല്ല. അയ്യോ വേണ്ട, ഇനി ബീഡി പറഞ്ഞ് നിങ്ങൾ വേറെയിലോട്ട് പോകും. ഒരു മരമായിട്ട് ബന്ധപ്പെട്ട, ഒരു ചെടിയായിട്ട് ബന്ധപ്പെട്ടാണ്. അയ്യോ, അതും വേറെ ക്ലൂ ആയി പോയി. യെസ്, ബാംബു വ്യവസായം, മുള വ്യവസായം അറിയാലോ. ബാംബു ബോയ് സിനിമ കണ്ടിട്ടില്ല? ഈ ബാംബു എന്തിനാ യൂസ് ചെയ്യുന്നത് ആക്ച്വലി? ബാംബുവിന്റെ ഗുണം എന്താണ്? മുള കൊണ്ടുള്ള ഗുണം എന്താണ്? ഫർണിച്ചർ ഉണ്ടാക്കാം, പേപ്പർ ഉണ്ടാക്കാം. യെസ്, ഫർണിച്ചർ, പേപ്പർ. പിന്നെ എന്തൊക്കെയാ മുള കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്? പേപ്പർ, വീണ്ടും പേപ്പർ ഉണ്ടാക്കാം. ശരി. ഫുഡ്. ഈ മുള കൊണ്ടുള്ള ഭക്ഷണം കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? യെസ്, പുട്ടുക്കുറ്റി ഉണ്ടാക്കാം. ആ പുട്ടുക്കുറ്റിക്കകത്ത് മുള ബിരിയാണി വെക്കാം അല്ലേ? ഈ പുട്ടുക്കുറ്റിക്കകത്ത് വെക്കുന്ന മുള ബിരിയാണിക്ക് ഒരു പ്രത്യേക മണം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവർ വിലയും കൂട്ടിയായിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. യെസ്, മുളയരി കഞ്ഞി, മുള പായസവും നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? മുളയരി കഞ്ഞി, മുള പായസവും കുടിച്ചിട്ടുണ്ടോ? ഒന്ന് കുടിച്ചു നോക്കണം. അടിപൊളി സാധനം. ഞാൻ കുടിച്ചിട്ടില്ല, എനിക്കറിഞ്ഞൂടാ എങ്ങനെയാണെന്ന്. പക്ഷെ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും അടിപൊളി എന്ന് പറയുന്നുള്ളൂ. ഗോതമ്പ് കണക്ക് ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. യെസ്, ഫ്രം വയനാട് എന്ന് കഴിച്ചിട്ടില്ലേ? കേട്ടിട്ടുണ്ട്, കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവിടെ എത്തുമ്പോൾ കടയിൽ ഈ മുളയരിയായിട്ട് ബന്ധപ്പെട്ട കഞ്ഞി ഇതൊക്കെ ഉണ്ടെന്ന് പറയും. പക്ഷെ അവിടെ വേറെ നല്ല വിഭവങ്ങളുള്ളപ്പോൾ നമ്മൾ ഇത് ട്രൈ ചെയ്യാനൊരു ഒരു പ്രേരണ ഉണ്ടാകത്തില്ല. യെസ്, വയനാട് പോയപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന സംഗതി കണ്ടത് നോർമൽ കഞ്ഞി പോലെയാണെന്ന്. അപ്പം പിന്നെ വേണ്ട, പിന്നെ വലിയ ആഗ്രഹമൊന്നുമില്ല. നോർമൽ കഞ്ഞി നമ്മൾ കുടിക്കുന്നതല്ലേ എന്നും, സ്വാഭാവികം. നമ്മൾ ചേച്ചി മുളയരി എന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു വെറൈറ്റി സാധനമാണ്. മുളയ്ക്കകത്തുള്ള ബിരിയാണി നിങ്ങൾ കഴിച്ചിട്ടില്ലേ? മുള ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? മുള മറ്റേ ഇതിനകത്ത് നിറച്ച് വെച്ചിട്ടുള്ള ബിരിയാണി പുറത്തിട്ടുന്ന, അതും കഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും? അത് കഴിക്കണം. ഞാൻ കഴിച്ചിട്ടില്ല. നിങ്ങളെല്ലാം കഴിച്ചു നോക്കണം. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. നമുക്കെല്ലാം ഇങ്ങനെ കഴിക്കണമെന്ന് തോന്നലുണ്ടാവും. പക്ഷെ അവിടെ എത്തുമ്പോൾ വേറെ എന്തെങ്കിലും കഴിക്കും. അതും കേട്ടറിവാണ്, കണ്ടറിവാണ്. നമ്മുടെ ഫ്രണ്ടിലുള്ള ആൾക്കാരൊക്കെ കേട്ടും കണ്ടും മീൻസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് നമ്മൾ. മനസ്സിലായോ? അതെ. അപ്പൊ നോക്കിയേ, ഈ പറയുന്ന മുള കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലേ? അപ്പൊ ഈ മുള എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പരമ്പരാഗത വ്യവസായം. സാറ് പറയുന്ന കേട്ടാൽ കഴിച്ചെന്ന് തോന്നും. ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ നിങ്ങളുടെ അടുത്ത്. എന്നെ ഗ്ലാഡിയേറ്റർ ഒക്കെ കോൾ വിളിക്കുന്നു ട്രൂ കോളറിൽ. ഇതൊക്കെ ആരാ? അപ്പൊ നോക്കിയേ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, പ്രധാനപ്പെട്ട 5 പരമ്പരാഗത വ്യവസായങ്ങളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഏതാണ്? കയർ വ്യവസായം. രണ്ടെന്ന് പറയുന്നത് ഹാൻഡിക്രാഫ്റ്റ് വ്യവസായം. മൂന്നാമത്തത് ഹാൻഡ്ലൂം വ്യവസായം. നാലാമത്തെന്ന് പറയുന്നത് ബാംബു ഇൻഡസ്ട്രി. അഞ്ചാമത്തെന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ ഇതിൽ പറഞ്ഞത് ഏതൊന്നും വിട്ടുപോലെ കാഷ്യൂനട്ട്. അങ്ങനെ 5 പരമ്പരാഗത വ്യവസായങ്ങളാണ് ഉയർന്ന സാമ്പത്തിക മൂല്യമുള്ള കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങൾ. തെറ്റിപ്പോകത്തില്ലോ, തിരിഞ്ഞു പോകത്തില്ലോ. നിങ്ങൾക്ക് റൂറൽ ഡെവലപ്മെന്റ് ക്ലാസ്, നിങ്ങൾക്ക് ഏതൊക്കെ റൂറൽ ഡെവലപ്മെന്റ് ഒക്കെ ഒരു സൈഡിൽ നിന്ന് നടക്കുകയല്ലേ? ഇല്ലേ? നമുക്ക് എന്തായാലും ഇത് തീർത്തിട്ട് നമുക്ക് എനിക്ക് അനുവദിച്ചിട്ടുള്ള പോർഷൻസ് ഞാൻ അതിൽ നിന്ന് തീർത്തിട്ട് ബാക്കിയിലോട്ട് കിടക്കാം. കാരണം എല്ലാത്തിലും കൂടെ ഞാനിപ്പോൾ കാല് വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോകും. ഓക്കെ, ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള സാധനങ്ങളൊന്നും തീർത്തിട്ട് ബാക്കി നമുക്ക് നോക്കാം. ഇതും എനിക്ക് എക്കണോമിയും കുറച്ച് തീർക്കാണ്ടല്ലോ, അതും കുറച്ച് പുതിയ ടോപ്പിക്കുകളാണ്. ഓക്കെ, ഓരോന്ന് തീർത്ത് പോവാം. നമുക്ക് സമയമുണ്ട്. നമുക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ തന്നെ എല്ലാം തീർത്ത് പിന്നെ റിവിഷനാണ്. പിന്നെ നിങ്ങൾ ഓടിച്ചിട്ട് റിവിഷൻ ചെയ്യിപ്പിക്കും. അങ്ങനെ ഞാൻ നോക്കട്ടെ. ഇനി അടുത്ത് നമ്മളിപ്പോൾ പറഞ്ഞു വന്നു. ഇനി അടുത്ത് നമ്മൾ ഇതിൽ നോക്കുന്നത്, ഇതിനകത്ത് ഈ ഒരു പരമ്പരാഗത വ്യവസായത്തിനകത്ത്
ജോലിക്കാരുടെ കാര്യം, അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ വർക്കേഴ്സ് ഇൻ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ഇമ്പോർട്ടൻ്റ്ലി കയർ, കാഷ്യൂ ആൻഡ് ഹാൻഡ്ലൂം ഫ്രം എ സബ്സ്റ്റാൻഷ്യൽ ഷെയർ ഓഫ് കേരളാസ് മാനുഫാക്ചറിങ് വർക്ക് ഫോഴ്സ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കേരളത്തിലെ മാനുഫാക്ചറിങ് അതായത് വ്യവസായ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളിൽ ഭൂരിഭാഗവും ജോലി ചെയ്യുന്ന 3 പ്രധാനപ്പെട്ട മേഖലകളാണ് കയർ, കാഷ്യൂ, ഹാൻഡ്ലൂം. ഈ സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ ഇതുപോലെ ചോദിക്കാം, കാരണം ഇത് കേരള എക്കണോമിക് റിവ്യൂ എടുത്തിട്ടുള്ളതാണ്. വർക്കേഴ്സ് ഇൻ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ഇമ്പോർട്ടൻ്റ്ലി കയർ, കാഷ്യൂ ആൻഡ് ഹാൻഡ്ലൂം ഫോം എ സബ്സ്റ്റാൻഷ്യൽ ഷെയർ ഓഫ് കേരളാസ് മാനുഫാക്ചറിങ് വർക്ക് ഫോഴ്സ്. ശരിയാണ്. There has been a substantial reduction over the year in the size of workforce engaged in traditional industry. അതായത് കേരളത്തിൽ പരമ്പരാഗത വ്യവസായത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ വർക്ക് ഫോഴ്സിന്റെ കാര്യം എടുത്താൽ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം സ്ട്രക്ചറൽ പ്രോബ്ലംസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഹാൻഡ്ലൂം സെക്ടറിനെ പറ്റി നിങ്ങൾക്ക് അറിയാം. കേരളത്തിൽ നിന്ന് ഹാൻഡ്ലൂം മേഖലയിൽ GI ടാഗ് കിട്ടിയ ഏതൊക്കെ ഉൽപ്പന്നം ഉണ്ടെന്ന് അറിയാമോ? കേരളത്തിൽ ഹാൻഡ്ലൂം മേഖലയിൽ GI ടാഗ് എന്താണെന്നറിയാലോ? ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്. അതാണ് GI ടാഗ് എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിൽ നിന്ന് GI ടാഗ് കിട്ടിയ ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണുള്ളത് ഹാൻഡ്ലൂം മേഖലയിൽ? ഹാൻഡ്ലൂം കരകൗശല മേഖലയിൽ ഏതൊക്കെ ഉൽപ്പന്നമുണ്ട്? യെസ്, അങ്കിത പറഞ്ഞു, അസ്ലാം പറഞ്ഞു, നിഷ. ആറന്മുള കണ്ണാടി ഹാൻഡ്ലൂം അല്ല, അത് ഹാൻഡിക്രാഫ്റ്റ് ആണ്. ആറന്മുള കണ്ണാടി ഹാൻഡിക്രാഫ്റ്റ്, കരകൗശലമാണ്. നമ്മൾ കൈത്തറിയാണ് പറയുന്നത്. ഹാൻഡ്ലൂം എന്ന് പറയുന്നത് കൈത്തറി. പ്രധാനമായിട്ടും 5 സാധനങ്ങളാണുള്ളത്. 5 സാധനങ്ങളാണുള്ളത്. ഒന്ന് ബാലരാമപുരം, യെസ്, ബാലരാമപുരം സാരി, ബാലരാമപുരം കൈത്തറി, യെസ്. പിന്നെ ശ്രീനാഥ് പറഞ്ഞു കാസർഗോഡ് സാരി. കാസർഗോഡുള്ള ആരും ഇല്ലേ? കാസർഗോഡ് സാരി. കുത്തമ്പള്ളി കേട്ടിട്ടുണ്ടോ? കുത്തമ്പള്ളി സിൽക്സ് കേട്ടിട്ടുണ്ടോ? പിന്നെ അതിനുശേഷം എന്താണ്? ചേന്ദമംഗലം മുണ്ടുകൾ, ചേന്ദമംഗലം ധോത്തീസ് ഇപ്പം കേട്ടുന്നോ? ചേന്ദമംഗലം. പിന്നെ കണ്ണൂർ ഹോം ഫർണിഷിംഗ്. കാസർഗോഡ് സാരീസിന്റെ അടുത്താണ് താമസിക്കുന്നത്. എന്നിട്ടും അറിഞ്ഞില്ലേ അത് GI ടാഗ് ആണ് കിട്ടിയ ഐറ്റം ആണെന്ന്? അത് GI ടാഗ് കിട്ടിയ ഐറ്റം ആണ് ഈ പറയുന്ന കാസർഗോഡ് സാരി എന്ന് പറയുന്നത്. അതായത് എന്താണ് ഈ GI ടാഗ്? ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് എന്ന് പറയുന്നത്. ആറന്മുള കണ്ണാടിക്ക് GI ടാഗ് ഉണ്ട്. എന്താണ് ഈ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാഴക്കുളം പൈനാപ്പിൾ, യെസ്, അത് GI ടാഗ് കിട്ടിയ ഒരു ഉൽപ്പന്നം. എന്താണ് ഈ GI ടാഗ് എന്ന് പറഞ്ഞാൽ? ഒരു പ്രത്യേക ഏരിയയിൽ ഒരു പ്രത്യേക പ്രൊസീജിയറിലൂടെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന സാധനങ്ങൾക്കാണ് GI ടാഗ്, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. ഈ ഒരു സ്ഥലത്ത് നിന്ന് ഉൽപ്പാദിപ്പിച്ച സാധനമാണ്. ഇനി അതിന്റെ മറ്റൊരു പ്രത്യേകത, അത് ആ ഒരു സ്ഥലത്ത് മാത്രമേ അത് ഉൽപ്പാദിപ്പിക്കാൻ അനുമതിയുള്ളൂ. എന്നാൽ മാത്രമേ അതിന് ടാഗ് കൊടുക്കത്തുള്ളൂ. എന്നാൽ മാത്രമേ അത് ഓതന്റിക് പ്രോഡക്റ്റ് ആണെന്ന് ഗവൺമെന്റ് അംഗീകരിക്കത്തുള്ളൂ. ഇപ്പൊ ബാലരാമപുരം സാരി ബാലരാമപുരത്ത് ഉൽപ്പാദിപ്പിക്കണം. ആ പറഞ്ഞ ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു വന്നിരിക്കണം. മനസ്സിലായല്ലോ? അതെ, സ്പെസിഫിക് പ്ലേസ് വിത്ത് വാല്യൂ എഡിഷൻ. ഈ പറയുന്ന പോലെ തിരൂർ വെറ്റില, വാഴക്കുളം പൈനാപ്പിൾ. നിങ്ങൾ ഈ ഒരു GI ടാഗിനെ പറ്റി പലപ്പോഴും വാർത്തകളിൽ കാണാറുണ്ട് അല്ലേ? പലപ്പോഴും പുതിയൊരു സാധനം GI ടാഗിലോട്ട് കൊണ്ടുവന്നു. ഗുലാബ് ജാമുൻ GI ടാഗിൽ കൊണ്ടുവന്നു, അതോ രസഗുളയോ? ഏത് സാധനം GI ടാഗിൽ കൊണ്ടുവന്നു? രസഗുളയാണോ? മറയൂർ ശർക്കരയുണ്ട്, യെസ്, മറയൂർ ശർക്കര GI ടാഗ് കിട്ടിയ സാധനമാണ്. രസഗുള അല്ലേ? അയ്യേ, ഞാൻ വെച്ചു ജീരകശാല ആയിരിക്കുണ്ടോ? അതെനിക്കറിയില്ല കേട്ടോ. ജീരകശാല ആയിരിക്കുണ്ടോ എന്നറിയില്ല. ഊട്ടി വർക്കി നമ്മളത് കേട്ടായിരുന്നു അല്ലെ? ഊട്ടി വർക്കി GI ടാഗ് കിട്ടിയപ്പോണ്ടല്ലോ, നമ്മൾ അന്ന് ലുലുവിൽ പോയ സമയത്ത് അവിടെ ഈ സാധനം ഇരിപ്പുണ്ട്. ഇതെനിക്ക് എന്താണെന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ വൈഫ്, പുള്ളിക്കാരി കറണ്ട് അഫയേഴ്സ് എടുക്കുന്നുണ്ടല്ലോ, അപ്പം പറഞ്ഞു ഈ സാധനത്തിന് GI ടാഗ് കിട്ടി ഊട്ടി വർക്കി. ഞാൻ ആ സാധനം കേട്ടിട്ട് പോലും ഇല്ല. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഊട്ടി വർക്കി ഈ പറയുന്ന പോലെ GI ടാഗ് കിട്ടിയ ഐറ്റം ആണെന്ന്. നമ്മൾ ലുലുവിൽ അങ്ങനെ ഈ പറയുന്ന പൊക്കാളി റൈസിനുണ്ട്. അതായത് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇങ്ങനെ നിങ്ങൾ കറണ്ട് അഫയേഴ്സിൽ വരുന്നതാണെങ്കിൽ ഒന്ന് എടുക്കുക കേട്ടോ. കറണ്ട് അഫയേഴ്സിൽ വരുന്നതാണെങ്കിൽ ഒന്ന് നോക്കിക്കൊള്ളുക. നിങ്ങളുടെ ചോദിച്ചു ഇത് കിട്ടിയുള്ള ഗുണം എന്താണ് GI ടാഗ് കിട്ടിയാലെന്ന്. ഈ ഊട്ടി വർക്കി അതുവരെ നമ്മൾ കണ്ടിട്ടേ ഇല്ല, ഉള്ള പറയാമല്ലോ. ഈ പറയുന്ന GI ടാഗ് കിട്ടുന്നതിന് മുന്നേക്ക് വലുതായിട്ട് അത്രത്തോളം പ്രധാനപ്പെട്ട ഒന്നായിരുന്നില്ല. GI ടാഗ് കിട്ടിയപ്പോൾ വാർത്തകളിൽ വന്നു. അപ്പോൾ അതിന് ഡിമാൻഡ് കൂടി. എന്താണ് സാധനം? ബാലരാമപുരം സാരിക്ക് ഡിമാൻഡ് ഉണ്ട്. ഇവിടെയുള്ള ആൾക്കാർക്ക് അറിയാം, പക്ഷെ ഒരുപാട് അങ്ങനെയൊന്നും ഡിമാൻഡുള്ള സാധനമല്ല. പക്ഷെ അതിന് ഒരു കൂടുതൽ വാർത്താ പ്രാധാന്യം കിടുന്നു. അവിടുന്ന് യുണീക്ക് ആയിട്ടുള്ള പ്രോസസ്സ് വഴിയാണ് നിർമ്മിക്കുന്നത്. ആറന്മുള കണ്ണാടി എന്ന് പറഞ്ഞാൽ മെറ്റൽ പോളിഷ് ചെയ്തെടുക്കുന്ന കണ്ണാടിയല്ല ആറന്മുള കണ്ണാടി എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ ഈ വാഴക്കുളം പൈനാപ്പിൾ, അങ്ങനെയെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള സാധനങ്ങളെന്ന് വെച്ചാൽ ആ ഒരു ഏരിയ ആയിട്ട് ചേർത്ത് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ, അതായത് ഏരിയയുമായിട്ട് ചേർത്ത് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
ഡിമാൻഡ് കൂടും ആ സാധനത്തിന്. അപ്പോൾ അത് നിർമ്മിക്കുന്ന തൊഴിലാളികൾക്കോ അത് കൃഷി ചെയ്യുന്ന കർഷകർക്കോ കൂടുതൽ വരുമാനം കിട്ടും. ആ ഒരു ഏരിയയിൽ അതിന്റെ വികസനം നടക്കും, അത് പോപ്പുലർ ആയിട്ട് മാറും. മനസ്സിലായോ? ഈവൻ ഔട്ട്സൈഡേഴ്സ് വിൽ കം ഇൻ സെർച്ച് ഓഫ് ദിസ് ഐറ്റം. യെസ്, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിഞ്ഞൂടാ. ബാലരാമപുരം സാരി ഇടയ്ക്കിടയ്ക്ക് ഐശ്വര്യ റോയ് ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട്. നമ്മൾ വാർത്തയിലെ കാണാറുണ്ട്. ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് ഞാൻ പൊക്കി പറയുന്നില്ല. ഇടയ്ക്കൊക്കെ 2 തവണ ഐശ്വര്യ റോയ് വാങ്ങിച്ചായിട്ട് ഞാൻ വാർത്തയിൽ കണ്ടു, നമ്മൾ കേട്ടു. മനസ്സിലായോ? ഞാൻ തള്ളുന്നതല്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല, അതൊക്കെ വാർത്തയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്, കൂടുതൽ പോപ്പുലർ ആയില്ലേ? ഐശ്വര്യ റോയ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഐശ്വര്യ റോയ് വന്ന് വാങ്ങിച്ചു. അതിപ്പോൾ ബാലരാമപുരം സാരി ഞാൻ എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീടിനടുത്തായതുകൊണ്ട് എനിക്കറിയാം. നിങ്ങളുടെ വീടിനടുത്തുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇങ്ങനെ പറയുമ്പോൾ അവിടെ കൂടുതൽ പോപ്പുലർ ആവും, കൂടുതൽ ആൾക്കാർ എന്താണ് ഈ സാധനം എന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്ന് നോക്കും, അല്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന പോലെ എന്താണ്, ഇത്തരത്തിലുള്ള GI ടാഗ് ഭയങ്കര ഉപകാരപ്രദമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഹാൻഡ്ലൂം സെക്ടർ, കേരളത്തിൽ ഹാൻഡ്ലൂം സെക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ പറയുന്നത്, പക്ഷേ ഒരുപാട് സ്ട്രക്ചറൽ പ്രോബ്ലംസ് ഉണ്ട്, ഒരുപാട് ഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. വരുമാനം കുറവാണ്, യൂത്ത് ഒന്നും ഇതിലോട്ട് വരുന്നില്ല. അപ്പോൾ ഈ മേഖലയിൽ ഒരുപാട് തൊഴിലാളികളുടെ എണ്ണം കുറയുന്നുണ്ട്. ഗവൺമെന്റ് ഈ മേഖലയെ മോഡേണൈസ് ചെയ്യാൻ വേണ്ടി യാതൊരു പ്രവർത്തനവും നടക്കുന്നില്ല. പക്ഷേ റീസെന്റ് ആയിട്ട് ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് ഇടപെടലുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി MSME പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? MSMEയുടെ ഫുൾ ഫോം എന്താ? നിങ്ങൾ കണ്ടായിരിക്കും, പല ആൾക്കാർക്കും അറിയായിരിക്കും. എന്നാലും ഒന്ന് പറഞ്ഞേ, MSME എന്ന് പറഞ്ഞാൽ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഇൻഡസ്ട്രീസ് ആണോ MSMEയിൽ വരുന്നത്? MSME 3 സാധനങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്: മൈക്രോ, സ്മോൾ, മീഡിയം. യെസ്, മൈക്രോ, സ്മോൾ, മീഡിയം, ഇത് 3 കാറ്റഗറിയാണ്. മൈക്രോ എന്ന് വെച്ചാൽ സൂക്ഷ്മം, മീഡിയം എന്ന് വെച്ചാൽ സ്മോൾ എന്ന് വെച്ചാൽ ചെറുത്, മീഡിയം എന്ന് വെച്ചാൽ ഇടത്തരം. അപ്പൊ സൂക്ഷ്മവും ചെറുതും ഇടത്തരവും 3 വിഭാഗങ്ങളിലുള്ള സ്ഥാപനങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഇനി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ 3നെയും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? ഈ മൂന്ന് സ്ഥാപനങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒറ്റ കുടക്കീഴിൽ ഒരു അംബ്രല ടേം ആയിട്ട് പറയുന്നതാണ് MSME, മൈക്രോ, സ്മോൾ, മീഡിയം എന്റർപ്രൈസസ്. അപ്പൊ ഈ MSMEയുടെ കാറ്റഗറൈസേഷൻ ഒന്ന് നോക്കാം. ഇതൊന്ന് അറിഞ്ഞിരിക്കുക, വേണമെങ്കിൽ എവിടെയെങ്കിലും ചോദിക്കുക. സ്പെഷ്യൽ ടോപ്പിക് നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളെ, ഈ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറഞ്ഞ സെക്കൻഡ് പേപ്പർ പഠിക്കുന്ന കാര്യങ്ങൾ, ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്ന കാര്യങ്ങൾ അവിടെ തന്നെ വരണമെന്നില്ല, എവിടെ വേണമെങ്കിലും ചോദ്യമായിട്ട് വരാം. അതുപോലെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെ തന്നെ വരണമെന്നില്ല, എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ ചോദ്യമായിട്ട് വരാം. അതായത് ഈ LSTS എക്സാമിന് എവിടെ വേണമെങ്കിലും ചോദ്യമായിട്ട് വരാം. അപ്പൊ ശ്രദ്ധിക്കുക, മൈക്രോ എന്ന് പറയുന്ന 1 കോടി വരെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, 50 കോടി വരെ ടേൺ ഓവർ എന്ന് വെച്ചാൽ സെയിൽസ്, വിറ്റുവരവ്, 50 കോടി വരെ വിറ്റുവരവും 1 കോടി വരെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള സ്ഥാപനങ്ങളാണ് സൂക്ഷ്മം അല്ലെങ്കിൽ മൈക്രോ സ്ഥാപനങ്ങൾ. സ്മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 10 കോടി വരെ ഇൻവെസ്റ്റ്മെന്റും 50 കോടി വരെ ടേൺ ഓവറും ഉള്ളതാണ് സ്മോൾ എന്ന് പറയുന്നത്. യെസ്. ഇനി അടുത്ത് മീഡിയം എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവെസ്റ്റ്മെന്റ് 50 കോടി വരെയും ടേൺ ഓവർ 250 കോടി വരെ. അപ്പൊ ഇവിടുന്ന് പഠിച്ചു പോകണം, ഇനി അങ്ങോട്ട് നോക്കാൻ സമയമില്ല. അപ്പൊ ശ്രദ്ധിക്കുക, മൈക്രോ എന്ന് വെച്ചാൽ എത്രയാ? നിങ്ങൾ തന്നെ എല്ലാവരും പറഞ്ഞു, നോക്കാതെ പറയാൻ ശ്രമിക്കുക സ്വന്തമായിട്ട്. എനിക്ക് ടെക്സ്റ്റ് ആയിട്ട് ഇടണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾ തന്നെ സ്വന്തമായിട്ട്. ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ കണ്ണടച്ച് കേൾക്കുക. മൈക്രോ എന്ന് വെച്ചാൽ 1 കോടി വരെ നിക്ഷേപം, 5 കോടി വരെ ടേൺ ഓവർ അല്ലെങ്കിൽ സെയിൽസും ഉണ്ട്. ഇനി സ്മോൾ എന്ന് പറഞ്ഞാൽ 10 കോടി വരെ നിക്ഷേപം, 50 കോടി വരെ ടേൺ ഓവർ. അപ്പൊ ഒരു 0 കൂട്ടി, മനസ്സിലായല്ലോ? ഇനി മീഡിയം വരുമ്പോൾ അത് വ്യത്യാസം വരും. 50 കോടി വരെ ഇൻവെസ്റ്റ്മെന്റ്, ഇവിടുത്തെ ടേൺ ഓവർ അവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറും. ഇനി ടേൺ ഓവർ 250 കോടി വരെ, മീഡിയം ഇൻവെസ്റ്റ്മെന്റ് 50 കോടി വരെ, ടേൺ ഓവർ 250 കോടി വരെ. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്. യെസ്, 1, 5, 10, 50, 50, 250. ഇതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ MSME എന്ന് പറയുന്ന കാറ്റഗറിക്ക് പുറത്തു പോകും. മനസ്സിലായല്ലോ? സാധാരണ സ്ഥാപനമായിട്ട് മാറും. അപ്പൊ MSME എന്ന് പറയുന്ന കാറ്റഗറിക്ക് പുറത്തു പോകും. അപ്പൊ ഇതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ MSME എന്ന് പറയുന്ന കാറ്റഗറിക്ക് പുറത്ത് ആ ഒരു സ്ഥാപനം പോകും എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമ്മുടെ ഇന്ത്യയിൽ MSMEകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏതാ? NCERTയിൽ ചെറുകിട വ്യവസായം. ഇനി ചെറുകിട വ്യവസായം 1 കോടി രൂപ വരെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതാണ്. ശരിയാ, നോക്കിയേ, ഇവിടെ ചെറുകിട എന്ന് ഉദ്ദേശിക്കുന്ന മൈക്രോനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ചെറുകിട സ്ഥാപനങ്ങൾ മൈക്രോനെ 1 കോടി വരെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത്. ഓക്കെ, യെസ്, അതാണ് ശരി തന്നെയാണ്. ഇനി ഞാൻ ചോദിച്ചു, ഇന്ത്യയിൽ ഈ പറയുന്ന MSME സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുമായിരുന്നു ആരാണ് എന്നുള്ളത്. 2 പേര് ആൻസർ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പേജ് മാറ്റിയത്, അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഏത് മന്ത്രാലയമാണ്?
ഏത് മന്ത്രാലയം? ഇന്ത്യയിൽ MSME-കളെ നിയന്ത്രിക്കുന്ന മന്ത്രാലയം വേറെ ഏത് മന്ത്രാലയമാണ്? ടൂറിസം വകുപ്പല്ല, MSME തന്നെയാണ്. MSME-നെ നിയന്ത്രിക്കാൻ പിന്നെ വേറെ ഏത് മന്ത്രാലയമുള്ള? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി. മിനിസ്ട്രി ഓഫ് MSME, 2006 നിലവിൽ വന്ന മിനിസ്ട്രി ഓഫ് MSME. ശ്രദ്ധിക്കുക, അപ്പൊ മിനിസ്ട്രി ഓഫ് MSME. അപ്പൊ നിങ്ങൾക്ക് ചോദ്യം വരാൻ നമ്മുടെ രാജ്യത്ത് MSME-കളെ നിയന്ത്രിക്കുന്ന ഏത് മന്ത്രാലയമാണ്? അപ്പൊ മിനിസ്ട്രി ഓഫ് MSME എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കും അങ്ങനെ ഒരു മിനിസ്ട്രി ഉണ്ടാകുമോ എന്നൊരു ഡൗട്ട് അടിക്കും. മനസ്സിലായോ? ഇത് പഠിക്കുന്നവര് മുന്നേ, ഞാൻ പഠിക്കുന്നതിന് മുന്നേ എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു മന്ത്രാലയം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ചിലപ്പോൾ ഡൗട്ട് അടിക്കും, ഓപ്ഷനിൽ അങ്ങനെ ഒരു സാധനം കാണും, പക്ഷെ അങ്ങനെ ഒരു മന്ത്രാലയം ഉണ്ട്, മിനിസ്ട്രി ഓഫ് MSME, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇനി അടുത്ത് MSME-നെ പറ്റി പറയുകയാണെങ്കിൽ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ് ആർ എസെൻഷ്യൽ ഫോഴ്സ് ദാറ്റ് ഡ്രൈവ്സ് ഓൺട്രപ്രനോറിയൽ എക്സ്പാൻഷൻ ത്രൂ ദെയർ ഇന്നോവേറ്റീവ് ബിസിനസ് പ്രാക്ടീസസ്. അങ്ങനെ അതെ, അതായത് നമുക്ക് ഡൗട്ട് അടിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. The government of Kerala recognizes the immense potential of this sector and has assigned its high priority. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് കേരള എക്കണോമിക് റിവ്യൂവിൽ നിന്ന് അതുപോലെ എടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കേരളം ഹൈ പ്രയോറിറ്റി, ഉയർന്ന മുൻഗണന അല്ലെങ്കിൽ ഉയർന്ന പരിഗണന കൊടുത്തിട്ടുള്ള ഒരു മേഖലയാണ് MSME എന്ന് പറയുന്നത്. കാരണം ഇതിന്റെ പൊട്ടൻഷ്യൽ കേരളം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കേരളം ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് പരിഗണന അല്ലെങ്കിൽ മുൻഗണന തന്നെ കൊടുത്തിട്ടുണ്ട്. MSME also contributing significantly to the ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് റൂറൽ ആൻഡ് ബാക്ക്വേർഡ് ഏരിയാസ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ സാധനം ഈ ഒരു ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം MSME-കൾ കൂടുതലായിട്ടും പ്രവർത്തിക്കുന്നത്, ചെറുകിട സ്ഥാപനങ്ങൾ കൂടുതലും പ്രവർത്തിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണ് അല്ലെ. പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള നഗരപ്രദേശങ്ങളിൽ ചെറുകിട വ്യവസായങ്ങൾ വളരെ കുറവാണ്. കൂടുതലും ഗ്രാമപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഒരു ബാക്ക്വേർഡ് ഏരിയാസിൽ, സെമി അർബൻ ഏരിയാസിലൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ റീജിയണൽ ഇംബാലൻസസ്, ഈ പറയുന്ന പോലെ ഗ്രാമപ്രദേശങ്ങളിലെ ഇംബാലൻസ്, അതായത് നമുക്കറിയാം ഈ ഗ്രാമപ്രദേശങ്ങൾ എന്ന് പറയുന്നത്, ഇവിടെ കൊടുത്തിട്ടുണ്ട്, മന്ത്രിയുടെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ജിതൻ റാം മാഞ്ചിയാണ് ഇപ്പോഴത്തെ നിലവിൽ മിനിസ്റ്റർ ഓഫ് MSME കേട്ടോ. ആരാ കൊടുത്തേ? അമ്മു കൊടുത്തതാണ്. അമ്മുവിന്റെ ടെക്സ്റ്റ് മെസ്സേജ് ആണ് ഇവിടെ കിടപ്പുള്ളത്. എല്ലാവരും ഒന്ന് എടുത്ത് നോക്കുക, അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും മന്ത്രിമാർ ആരൊക്കെയാണെന്നുള്ളത്. മന്ത്രി ആരാണ്? മന്ത്രാലയത്തിന്റെ കാര്യം. ജിതൻ റാം മാഞ്ചി. അപ്പൊ നോക്കി, ഈ പറയുന്ന പോലെ MSME-യുടെ കാര്യം പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലും അതുപോലെ തന്നെ പിന്നോക്ക മേഖലകളിലും അവിടുത്തെ ഈ ഒരു ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ അവർ പിന്നോട്ട് നിൽക്കുകയാണ് അല്ലെ. അപ്പൊ അവർക്ക് ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടുവരിക, അവിടെ വികസനം എത്തിക്കുക എന്നുള്ളത് ഈ ഒരു MSME സ്ഥാപനങ്ങളുടെ പ്രത്യേകതയാണ്. അതിന്റെ ഭാഗമായിട്ട് നാഷണൽ ഇൻകം ആൻഡ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ഒക്കെ നമുക്ക് നടത്താൻ പറ്റുന്നു. എങ്ങനെയാ? കൂടുതൽ ആൾക്കാർക്ക് ജോലി കിട്ടുന്നു. ഈ ഗ്രാമപ്രദേശങ്ങളിലും ഈ വെൽത്തിന്റെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ, നഗരപ്രദേശങ്ങളിൽ മാത്രം വ്യവസായങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ലോ, ഗ്രാമപ്രദേശങ്ങളിലും വ്യവസായം എത്തണം. അപ്പൊ അതിന് MSME-കൾ സഹായിക്കുന്നുണ്ട്. ഇനി കേരളത്തിന്റെ MSME-നെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന പോയിന്റ് എന്താണ്? ആസ് എ കീ പ്ലെയർ ഇൻ ജനറേറ്റിംഗ് ഇൻകം ആൻഡ് പ്രൊവൈഡിംഗ് എംപ്ലോയ്മെന്റ്. ഹൗവർ ദ ഇൻവെസ്റ്റ്മെന്റ് ലെവൽസ് ഇൻ ദ സെക്ടർ ആർ സ്റ്റിൽ റിലേറ്റീവ്ലി ലോ. അതൊന്ന് മനസ്സിലാക്കുക, ആ ഒരു പോയിന്റ് നോക്കുക. ചിലപ്പം ഇതായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ഇൻവെസ്റ്റ്മെന്റ് ലെവൽ, MSME ഭയങ്കര എന്താണ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ലെവൽ, ഈ ഒരു മേഖലയിലെ ഇൻവെസ്റ്റ്മെന്റ് ലെവൽ എന്ന് വെച്ചാൽ വളരെ കുറവെന്നാണ് പറയുന്നത്. റിലേറ്റീവ്ലി ലോ, കമ്പാരിറ്റീവ്ലി കുറവാണ്. അക്കോർഡിംഗ് ടു MSME സർവേ, ഇത് കേന്ദ്ര സർക്കാരിന്റെ സർവേ ആണ് പറയുന്നത്. മിനിസ്ട്രി ഓഫ് MSME നടത്തിയ സർവേ പ്രകാരം, അവരുടെ 4ാമത്തെ സർവേ പ്രകാരം ഇന്ത്യയിലെ മൊത്തം MSME-കൾ 5.62% കേരളത്തിലാണ്. അപ്പൊ ഇന്ത്യയിലെ മുഴുവൻ MSME-കളിൽ 5.62% MSME-കളും പ്രവർത്തിക്കുന്നത് കേരള സംസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. As per the MSME annual report 2022-23, a high share of MSME in the country operates in Kerala. കേരളത്തിലാണ് വലിയൊരു ശതമാനം MSME-കളും പ്രവർത്തിക്കുന്നത്. MSME നല്ല കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതായത് എക്കണോമിയിൽ അതിന്റെ ഒരു കണക്കുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ. അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ, നമ്മൾ എക്കണോമിക് സർവേ ആണല്ലോ പറയുന്നത്, അപ്പോൾ നമുക്ക് അതിനെ പറ്റി നോക്കണം. കാരണം നമ്മുടെ കൺട്രിയിൽ എക്കണോമിയിൽ MSME-യുടെ കോൺട്രിബ്യൂഷൻ, കാരണം റൂറൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ റൂറൽ എക്കണോമി ഇൻ ഇന്ത്യ പഠിക്കണമല്ലോ. അപ്പൊ എക്കണോമിക് സർവേക്കകത്തുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് നോക്കേണ്ടതുണ്ട്. അപ്പൊ അത് നോക്കുമ്പോൾ അതിനകത്ത് MSME-യുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് ഉറപ്പായിട്ട് നോക്കണം. അത്യാവശ്യം നല്ല കോൺട്രിബ്യൂഷൻ ഉണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ എന്താണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ. അപ്പൊ കേരളത്തിന് 12ാം റാങ്കാണ്. MSME-കളുടെ എണ്ണം എടുത്താൽ കേരളത്തിന് 12ാം റാങ്കാണ്. ഏറ്റവും കൂടുതൽ MSME-കൾ ഉള്ള കാര്യത്തിൽ കേരളത്തിന് 12ാം റാങ്കാണ്. The state is renowned for its unique mix of traditional and modern industries.
ranging from agriculture and tourism into IT and healthcare. The MSME sector plays a crucial role in developing rural and backward areas and provides job opportunity. അപ്പോൾ നിങ്ങളത് ചോദിക്കാവുന്നതാണ്, MSME താഴെ പറയുന്നതിൽ MSME ഒരു എക്കണോമിക് അല്ലെങ്കിൽ കേരള സമ്പദ് വ്യവസ്ഥയ്ക്ക് ചെയ്യുന്ന ഗുണങ്ങൾ എന്തൊക്കെ ബെനിഫിറ്റ്സ് ചെയ്യുന്നു, എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റൂറൽ ആൻഡ് ബാക്ക്വേർഡ് ഏരിയസിന്റെ വികസനം, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നു. ആർക്കൊക്കെ? മാർജിനലൈസ്ഡ് സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, MSME ചെറുകിട വ്യവസായങ്ങൾ മാർജിനലൈസ്ഡ് അല്ലെങ്കിൽ അൺസേർവ്ഡ് സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റിക്ക് ഗുണം ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ബെനിഫിറ്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, അവർക്ക് വേണ്ടിയിട്ട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ അത് ശരിയാണ്. കാരണം SC/ST വിഭാഗത്തിൽ പെടുന്ന ആൾക്കാർക്ക്, സ്ത്രീകൾക്ക്, അതുപോലെ ഫിസിക്കലി ഡിസേബിൾ എന്ന് പറയുന്ന ടേം നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് തുടങ്ങിയവർക്കെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, IT. അതായത് ഈ പറയുന്നത് നമ്മൾ മനസ്സിലാകത്തില്ല, നമ്മൾ നോക്കത്തില്ല. അപ്പൊ ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പോലെ MSME ഇതെല്ലാം ഈ സാധനം, ഈ പേജ് മുഴുവൻ ഞാൻ അതിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്, ഒന്നുമേ എൻ്റെ കയ്യിൽ നിന്ന് ഇട്ടതല്ല. യെസ്, മുദ്ര യോജന അത് നമുക്ക് പഠിക്കണം കേട്ടോ. സ്കീമുകളൊക്കെ നോക്കുമ്പോൾ നമ്മൾ പഠിക്കും മുദ്രയൊക്കെ MSME ആയിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, നിങ്ങൾ വേറെ എവിടെയെങ്കിലും MSME ഒക്കെ നോക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, നമ്മൾ അത് നോക്കില്ല. ഓക്കെ, ഇനി അടുത്ത് വിത്തിൻ ദ MSME there is a significant increase of micro enterprise both in terms of working enterprise and employment. തൊഴിലിന്റെ കാര്യത്തിലും കൂടുതൽ സ്ഥാപനങ്ങളുടെ കാര്യത്തിലും മൈക്രോ സ്ഥാപനങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. The industries comes under the sector. അതായത് MSME മേഖലയിൽ കേരളത്തിൽ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത് ഏതൊക്കെ മേഖലകളിലാണെന്ന് അറിഞ്ഞിരിക്കുക. ഏതൊക്കെ മേഖലകളിലാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത്? ഒന്നാമതായിട്ട് പറയുന്നത് ഹാൻഡിക്രാഫ്റ്റ്, ഹാൻഡ്ലൂം, ഖാദി, ഫുഡ് പ്രോസസ്സിംഗ്, അതുപോലെ തന്നെ ഗാർമെന്റ് മേക്കിംഗ്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ്, കയറ്, വുഡ്, ബാംബു, പ്ലാസ്റ്റിക്, റബ്ബർ, ലെതർ, ക്ലേ പ്രോഡക്ട്സ്. MSME over 8,000 various MSME products ranging from traditional to high-tech items are manufactured by MSME. അതായത് ഹൈടെക് ഉൽപ്പന്നങ്ങൾ, ട്രഡീഷണൽ പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ മുതൽ ഹൈടെക് ഉൽപ്പന്നങ്ങൾ വരെ MSMEയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ഇതൊന്ന് അറിഞ്ഞിരിക്കുക, അതായത് നമ്മുടെ MSMEയുടെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, to promote the growth of MSME and traditional industrial sector, the district industry centers act as a facilitator. അപ്പോൾ ശ്രദ്ധിക്കുക, ഓരോ ജില്ല തിരിച്ചുള്ള MSMEകളുടെ വളർച്ചയ്ക്ക് സഹായം കൊടുക്കാൻ വേണ്ടിയിട്ട് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ സെന്റേഴ്സ് ആണ് അവരുടെ സഹായിയായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ MSME മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒരു സഹായിയായിട്ട് പ്രവർത്തിക്കുന്ന ആരാ? ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റേഴ്സ് ആണ്. അപ്പോൾ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റേഴ്സ് ഇംപ്ലിമെന്റ്സ് വേരിയസ് സ്കീം ടു ഡെവലപ്പ് ദ entrepreneurial culture in the state. The industrial department provide financial assistance to start entrepreneurship development clubs at school, college level and foster entrepreneurship among youth. അതായത് ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇൻഡസ്ട്രിയൽ വകുപ്പ് ഉണ്ടല്ലോ, വ്യാവസായിക വകുപ്പ് സാമ്പത്തിക സഹായം കൊടുക്കുന്നുണ്ട്. എന്താ? സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ ലെവലിലും കോളേജ് ലെവലിലും കുട്ടികൾക്കിടയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രയോറിറ്റൈസ് ടു സ്റ്റാർട്ടപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ബിസിനസ് ഇൻക്യുബേഷൻ സെന്റേഴ്സ് ആൻഡ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റേഴ്സ്. എന്താണ് ഈ ബിസിനസ് ഇൻക്യുബേഷൻ സെന്റേഴ്സ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബിസിനസ് ഇൻക്യുബേഷൻ സെന്റേഴ്സ് എന്ന്? എന്താണ് ബിസിനസ് ഇൻക്യുബേഷൻ സെന്റേഴ്സ്? ബിടെക് പഠിച്ച ആരൊക്കെ ഉണ്ട് ഇവിടെ? ബിടെക് പഠിച്ച ആരെങ്കിലും ഉണ്ടോ? ഇന്നവേറ്റീവ് ഐഡിയാസ്. ബിടെക് പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങളുടെ കോളേജിനോട് ചേർന്ന് ഇത്തരത്തിൽ ഇൻക്യുബേഷൻ സെന്റേഴ്സ് ഉണ്ടായിരിക്കും. ബിസിനസ് ഇൻക്യുബേഷൻ സെന്റേഴ്സ് എന്ന് വെച്ചാൽ ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉള്ള ആൾക്കാർക്ക് അതിനെ ബിസിനസ് ഐഡിയാസ് നോളജ് പറഞ്ഞു കൊടുക്കുക, അതിനെ എങ്ങനെ ഒരു എന്റർപ്രൈസ് ആയിട്ട് മാറ്റും. എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, ആ ഒരു ഐഡിയനെ എനിക്ക് എങ്ങനെ ഒരു ബിസിനസ് ആക്കി മാറ്റാം. ഒരു ഐഡിയ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, അതിനെ നമുക്ക് ബിസിനസ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യണം, ബിസിനസ് ആയിട്ട് തന്നെ വളർത്തിയെടുക്കണം, ഒരു ബിസിനസ് ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഇൻക്യുബേഷൻ സെന്റേഴ്സ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഇൻക്യുബേഷൻ സെന്റേഴ്സ് ഒക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയൽ വകുപ്പ് സഹായിക്കും എന്നാണ്, സാമ്പത്തിക സഹായം കൊടുക്കുമെന്ന് പറയുന്നത്. ഇനി അടുത്ത ഇതൊന്ന് ശ്രദ്ധിക്കുക, 2022-23 ഇയർ ഓഫ് എന്റർപ്രൈസ്, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്ന വർഷം, സംരംഭങ്ങളുടെ വർഷമാണ് 2022-23 എന്ന് പറയുന്നത്. To encourage and promote MSME level entrepreneurs in the state. അപ്പോൾ കേരളത്തിലുള്ള ചെറുകിട വ്യവസായങ്ങളുടെ അല്ലെങ്കിൽ ചെറുകിട വ്യവസായികളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ്, കേരള സർക്കാർ
2022-23 സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ 2023 മാർച്ച് 31 വരെ ഇയർ ഓഫ് എന്റർപ്രൈസസ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംരംഭങ്ങളുടെ വർഷമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പൊ 2022-23 ഇയർ ഓഫ് എന്റർപ്രൈസസ് ആണ് അനൗൺസ് ചെയ്തത് കേരള സർക്കാരാണ്. എന്തിനാണ്? ചെറുകിട വ്യവസായികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇവരുടെ മോട്ടോ എന്താ? മൈ എന്റർപ്രൈസ് നേഷൻസ് പ്രൈഡ്. എന്റെ സ്ഥാപനം രാജ്യത്തിന്റെ അഭിമാനം. എന്റെ സ്ഥാപനം മൈ എന്റർപ്രൈസ് നേഷൻസ് പ്രൈഡ്, രാജ്യത്തിന്റെ അഭിമാനം എന്നുള്ളതാണ് ഈ ഒരു ഇയർ ഓഫ് എന്റർപ്രൈസിന്റെ മോട്ടോ എന്ന് പറയുന്നത്. The Directorate of Industry and Commerce is entrusted with the initiative of setting up 1 lakh enterprise in 2022-23. അപ്പോൾ ഈ ഒരു ഇയർ ഓഫ് എന്റർപ്രൈസ് ആണെന്ന് പറഞ്ഞല്ലോ. 2022-23 ഇയർ ഓഫ് എന്റർപ്രൈസ്, സംരംഭങ്ങളുടെ വർഷം ആയതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്, വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് എന്ത് ചുമതല ഏൽപ്പിച്ചു? ഈ ഒരു വർഷം 1 ലക്ഷത്തോളം സ്ഥാപനങ്ങൾ സെറ്റപ്പ് ചെയ്യണം എന്നുള്ളൊരു ചുമതല വ്യവസായ വാണിജ്യ മന്ത്രാലയത്തിന് ഗവൺമെന്റ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ അടുത്ത് നോക്കാനുള്ളൊരു കാര്യമുണ്ട്. ഇത് കണ്ടോ? മൈക്രോ, സ്മോൾ, മീഡിയം. അതായത് ഈ ഒരു ബ്രൈറ്റ് കളറിൽ കൊടുത്തിരിക്കുന്നത് മാനുഫാക്ചറിങ് മേഖലയിലുള്ള MSMEകളാണ്. ലൈറ്റ് കളറിൽ കൊടുത്തിട്ടുണ്ട്, ഡാർക്കിൽ കൊടുത്തിരിക്കുന്നത് മാനുഫാക്ചറിങ് വ്യവസായ മേഖലയിലുള്ള MSME സ്ഥാപനങ്ങളാണെങ്കിൽ ലൈറ്റ് കളറിൽ കൊടുത്തിരിക്കുന്നത് സർവീസ് സെക്ടറിലുള്ള MSMEകൾ. നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർവീസ് സെക്ടറിലുള്ള MSMEകളാണ് പ്രവർത്തിക്കുന്നത്, സേവന മേഖലയിലുള്ള MSMEകളാണ് പ്രവർത്തിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാകും, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങളും ഏത് കാറ്റഗറിയിലാണ്? മൈക്രോ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. കണ്ടല്ലോ, ഇത് എത്രയാ? 1 tons 100,000 ലാക്ക്. 1,04,133 2,54,256 മൈക്രോയ്ക്കകത്തുള്ള സ്ഥാപനങ്ങൾ. അവിടുന്ന് ഒരു വലിയൊരു കുത്തനെ ഒരു ഇറക്കമാണ് സ്മോളിലോട്ട് വന്നപ്പോൾ 4,330 8,531. വീണ്ടും മീഡിയത്തിലോട്ട് പോകുമ്പോൾ 450 527. 5 അക്കത്ത് നിന്ന് അല്ല, 1 2 3 4 5 6 അക്കത്ത് നിന്ന് നേരെ 4ലോട്ട്, വീണ്ടും 3ലോട്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന് പിടികിട്ടി. ഈ ഒരു സംഗതി നോക്കിയപ്പോൾ കേരളത്തിലെ ഈ പറയുന്ന MSME മേഖലയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് സ്കെയിലിംഗ് അപ്പ് എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം എന്താ? ലാക്ക് ഓഫ് സ്കെയിലിംഗ് അപ്പ്, അതായത് ആൾക്കാർക്ക് വളരാൻ ഒരു താല്പര്യമില്ല. മനസ്സിലായോ? ഇങ്ങനെ അങ്ങ് പോയാൽ മതി. കൂടുതലും മൈക്രോ സ്ഥാപനങ്ങളാണ്. മൈക്രോ സ്ഥാപനങ്ങൾ വലിയ രീതിയിൽ വളർച്ച കൈവരിച്ചാൽ അവർ സ്മോൾ ആയിട്ട് മാറത്തില്ലേ? നമ്മൾ പറഞ്ഞല്ലോ, അവരുടെ ടേൺ ഓവറും ബിസിനസ്സൊക്കെ കൂടിയാൽ അവർ സ്മോൾ ആവും, അതിൽ നിന്ന് വീണ്ടും വലുതാകുമ്പോൾ മീഡിയം ആവും. ആൾക്കാർക്ക് മൈക്രോയിൽ അങ്ങനെ തന്നെ ഇരുന്നാൽ മതി. നമ്മുടെ ജീവിതകാലം മുഴുവൻ മൈക്രോ ആയിട്ടങ്ങ് ഇരുന്നാൽ മതി. സ്കെയിലിംഗ് അപ്പിലുള്ള യാതൊരു താല്പര്യവും ആൾക്കാർ കാണിക്കുന്നില്ല. ആൾക്കാർ ഇൻ ദ സെൻസ് സ്ഥാപനങ്ങൾ കാണിക്കുന്നില്ല. ഗവൺമെന്റ് എൻകറേജ്മെന്റും കുറവാണ്. കാരണം ഇതിൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് അതിലോട്ടൊന്ന് നോക്കാം. അതായത് ഈ പറയുന്ന പോലെ ഇഷ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ ഫോർമലൈസേഷൻ ആൻഡ് ഡിജിറ്റൈസേഷൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ കേരളത്തിൽ MSME മേഖലയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പലതും ഫോർമലി രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളല്ല. അപ്പൊ കേരളത്തിലെ ഈ പറയുന്ന വ്യവസായങ്ങൾ, ചെറുകിട വ്യവസായങ്ങളിൽ കൂടുതലും ഫോർമലി രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഫോർമലി രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഗവൺമെന്റ് സ്കീമുകൾക്കൊന്നും തന്നെ ഇവർക്ക് ലഭ്യമാകത്തില്ല, അല്ലെ? അതുപോലെ തന്നെ MSMEകൾക്ക് ഈ പറയുന്ന പോലെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള സംരംഭകത്വ സഹായങ്ങളൊന്നും കിട്ടാറില്ല. ഇനി ഇൻഫ്രാസ്ട്രക്ചർ ബോട്ടിലിനൊക്കെ എന്ന് വെച്ചാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ നേരിടുന്ന അഭാവം. കാരണം കൂടുതലും ഈ പറയുന്ന MSME സ്ഥാപനങ്ങൾ ഗ്രാമ കേന്ദ്രീകൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രാമപ്രദേശങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കുറച്ച് പരിമിതികളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന പോലെ വ്യവസായങ്ങൾക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം അവിടെ ഇല്ല. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ലാക്ക് ഓഫ് ആക്സസ് ഓഫ് ഫോർമൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റ്, അതായത് ഇവർ പലരും തന്നെ ഫോർമലി രജിസ്റ്റർ ചെയ്തിട്ടില്ല. പല MSME സ്ഥാപനങ്ങളും കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് ഒരു ബാങ്ക് വായ്പ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ? ഇനി ലിമിറ്റഡ് ആക്സസ് ടു ക്വാളിറ്റി റോ മെറ്റീരിയൽസ് ആൻഡ് മാർക്കറ്റ് ഫോർ ഫിനിഷ്ഡ് പ്രോഡക്ട്സ്. ഇനി മറ്റൊരു പ്രശ്നം എന്താ? നിങ്ങളിപ്പോൾ ഒരു വ്യവസായം തുടങ്ങുന്നു എന്ന് വിചാരിക്കുക. ആ വ്യവസായം തുടങ്ങിയാൽ നിങ്ങളുടെ ഉൽപ്പന്നത്തിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യണം. ഒന്നാമത്തെ കാര്യത്തിൽ കേരളത്തിൽ റോ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന ഒരു സംഗതിയേ ഇല്ല. മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ മാർക്കറ്റ് വേണം, അല്ലെ? മാർക്കറ്റിംഗ് സ്ഥാപനങ്ങളും വളരെ വളരെ കുറവാണ്.
മറ്റൊന്ന് ഇഷ്യൂ ഓഫ് ലാക്ക് ഓഫ് സ്കെയിലിംഗ്. അപ്പം നമ്മൾ പറഞ്ഞു സ്കെയിൽ അപ്പ് ആകാൻ വേണ്ടിയിട്ട് വലിയ താല്പര്യമൊന്നും തന്നെ ഇവിടുത്തെ MSME സ്ഥാപനങ്ങൾ കാണിക്കുന്നില്ല. ഇനി മറ്റൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ MSMEയിൽ ഒരു വർധനവുണ്ട് 2021-22 നിന്ന് 2022-23 വന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, MSMEയിൽ ഒരു വർധനം, അതായത് നമ്പർ ഓഫ് MSME യൂണിറ്റ്, നമ്പർ ഓഫ് ന്യൂ എംപ്ലോയ്മെന്റ് അതുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, വർധനവുണ്ട് നമുക്ക് കാണാൻ പറ്റും. പുതിയ സ്ഥാപനങ്ങൾ 15,000-ൽ നിന്ന് 56,000 പുതിയ സ്ഥാപനങ്ങൾ ഉയർന്നിട്ടുണ്ട്. തൊഴിലവസരങ്ങൾ 1,39,000-ൽ നിന്ന് 3 ലക്ഷമായിട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ചോദിക്കുമെന്ന് അറിയാവോ, 2022-23 പ്രീവിയസ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ MSME മേഖലയിലോട്ടുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ? 2022-23 പ്രീവിയസ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കേരളത്തിൽ MSME മേഖലയിൽ കൂടിയിട്ടുണ്ട്, ശരിയോ തെറ്റോ? ട്രൂ, ശരിയാണല്ലോ അല്ലേ? കാരണം അത് ഇവിടെ പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വർഷം എന്ത് ചെയ്യാം, കൂടി വർധനവുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സ്ഥാപനങ്ങളുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് MSME പ്രവർത്തനങ്ങൾ നടക്കുന്നത് ട്രേഡ് ആക്ടിവിറ്റിയാണ്, വ്യാപാരമാണ്. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റും രണ്ടാമതെന്ന് പറഞ്ഞാൽ സർവീസ് റിലേറ്റഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ അഗ്രോ ആൻഡ് ഫുഡ് ബേസ്ഡ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസിന് വേണ്ടി പ്രവർത്തിക്കുന്ന MSME സ്ഥാപനങ്ങളുടെ ഒരു പൈ ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടോ? ഇതുവരെ പറഞ്ഞ ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ ഇന്ന് റൂറൽ എക്കണോമിയുടെ കാര്യമാണ് ഇതുവരെ നോക്കിയത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്കൊരു ചെറിയൊരു ടോപ്പിക്കും കൂടെ നോക്കിയിട്ടേ നമുക്ക് നിർത്താൻ പറ്റും. കോഓപ്പറേറ്റീവ്, അത് സഹകരണം, അതും ഗ്രാമവികസനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളാണല്ലോ സഹകരണ സ്ഥാപനങ്ങൾ. അപ്പോൾ സഹകരണ സ്ഥാപനങ്ങളോട് നോക്കിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. SIയും കേരള ബാങ്ക് ഒക്കെ എഴുതുന്ന ആരെങ്കിലും ഉണ്ടോ? SI, കേരള ബാങ്ക് ആ എക്സാമിനൊക്കെ നോക്കുന്നുണ്ടോ? അതിനൊക്കെ കേരള ബാങ്ക്, SI. അപ്പൊ അതിനൊക്കെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ നടക്കുന്നുണ്ടോ? കാരണം ആദ്യത്തെ എക്സാം ഏതാ, കേരള ബാങ്ക് ആണോ SI ആണോ? SI. അപ്പൊ അതിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ, അതിന് നോക്കുന്നുണ്ടോ നിങ്ങൾ? കാരണം LSGS ആണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. September 26 ആണ് SI. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, SIയുടെ സ്പെഷ്യൽ ടോപ്പിക്കുകളും കൂടെ ഒന്ന് നോക്കിയിട്ട് പോവുക. സ്പെഷ്യൽ ടോപ്പിക്കും കൂടെ ഒന്ന് കാരണം SI ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും, SIക്ക് വേണ്ടി പഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ SIയുടെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഉണ്ടല്ലോ. ഒക്ടോബർ ബാങ്ക്, നവംബർ ഇത് ഒന്ന് നോക്കിയിട്ട് പോണേ. കാരണം ഇത് ഈ LSTS മാത്രം നിൽക്കുന്ന കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് SI ജോബ് ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. LSTS കൂടുതൽ പഠിക്കാനുള്ളത് കൊണ്ട് എന്താണ് ഈ പറയുന്ന പോലെ ഇതിലോട്ട് വന്ന ആൾക്കാരാണ് അത് വേഗം പഠിച്ചു തീർക്കുക. അപ്പൊ ഇത് പഠിക്കുന്നതിനൊപ്പം തന്നെ ഒരു ദിവസം കുറച്ച് സമയം നിങ്ങൾ എന്ത് ചെയ്യുക, SIക്കും കൂടെ ഒന്ന് മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക. ബാക്കിയെല്ലാം കോമൺ ആയിട്ടുള്ള ടോപ്പിക് അല്ലേ, സ്പെഷ്യൽ ടോപ്പിക് മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഇതിന്റെ ഇടയിൽ അബദ്ധത്തിൽ പെട്ടുപോയത്, അത് ലാസ്റ്റ് നമുക്ക് നോക്കാം. 2 പേപ്പറിന് സെപ്പറേറ്റ് കട്ട് ഓഫ് ആണോ അത് അറിയില്ല കേട്ടോ. അതിനെപ്പറ്റി നമുക്ക് അറിയില്ല എങ്ങനെയാണ് ഇതിന്റെ LSTSന്റെ 2 പേപ്പറിന്റെ കട്ട് ഓഫ് എങ്ങനെയാണ് എന്നുള്ള കാര്യം അറിയില്ല. സെപ്പറേറ്റ് കട്ട് ഓഫ് ആയിരിക്കും, ഒരുമിച്ചായിരിക്കും, അറിയില്ല. ക്വാളിഫയിങ് ഒന്നും അല്ലല്ലോ ഒരെണ്ണം, മിനിമം മാർക്ക് വേണമെന്നല്ലോ, രണ്ടും കട്ട് ഓഫ് ആയിരിക്കും, ഒരുമിച്ചായിരിക്കും. ആ LDC എക്സാം ഉണ്ടല്ലോ, വരുന്ന 17-ാം തീയതി അല്ലേ? ഈ വരുന്ന 17-ാം തീയതി ഇല്ലേ LDC എക്സാം ഉള്ള ആൾക്കാരില്ല? ഇനി അടുത്ത ഘട്ട LDCക്ക് വേണ്ടി നോക്കി തുടങ്ങിയില്ലേ? കണ്ണൂരുണ്ട്, സെപ്റ്റംബറിലാണ് LDC. എറണാകുളത്തുണ്ട്, കൊല്ലം, കോഴിക്കോട്. അതെ, നിങ്ങൾ അടുത്ത് പറഞ്ഞ LDCക്കും കൂടെ ഒന്ന് നോക്കി പോകട്ടോ. തിരുവനന്തപുരത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടില്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു? തിരുവനന്തപുരത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തിരുവനന്തപുരം ആയിരുന്നു, എളുപ്പമുണ്ടായിരുന്നോ? തിരുവനന്തപുരം എക്സാം എഴുതിയ ആൾക്കാർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, പൊളി, എളുപ്പമായിരുന്നു. യെസ്. അപ്പോൾ അതുപോലത്തെ ഒരു എക്സാം പ്രതീക്ഷിച്ച് നിങ്ങൾ പോകണ്ട. ചിലപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ എന്താ, കുറച്ചും കൂടെ ഡെപ്തിൽ പഠിച്ചിട്ട് പോകണം. ഈ ചോദ്യ പേപ്പർ കണ്ട് പലരും എന്താണ് ഈ രീതിയിലുള്ള ചോദ്യം വരാം എന്ന് സാധ്യത കൊണ്ട് പോവും. പക്ഷെ അങ്ങനെ വരാതിരിക്കാം. PSC ആണ്, സൈക്കോ ആണ്.
എക്കണോമിക്സ് ഇപ്പോൾ അതെ, എക്കണോമിക്സ് ഇപ്പം ഭയങ്കര റാങ്ക് മേക്കിംഗ് ആയി അല്ലെ. 7 ചോദ്യങ്ങളാണ് എക്കണോമിക്സ് എന്ന് വന്നത്. ഖാദി ബോർഡ് LDCക്കും 7 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ LDC ട്രിവാൻഡ്രം LDCക്കും 7 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. മുന്നേ ആർക്കും വേണ്ടാതെ കിടന്ന സബ്ജക്റ്റ് ആയിരുന്നു എക്കണോമിക്സ്. നമ്മുടെ എന്താ ബാങ്ക് ദേശസാൽക്കരണം നടന്ന വർഷം, RB നിലവിൽ വന്ന വർഷം, RBയുടെ ഇപ്പോഴത്തെ ഗവർണർ, നബാർഡ് വന്ന വർഷം, തീർന്നു ചോദ്യം. അതുപോലെ 5ാം പഞ്ചവത്സര പദ്ധതി എപ്പോ, 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം, തീർന്നു. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയായിരുന്നു എക്കണോമിക്സിന് ചോദിച്ച ചോദ്യങ്ങൾ. ഇപ്പോൾ എക്കണോമിക്സിന്റെ ലെവലേ മാറിപ്പോയി. അതെ അതെ, എല്ലാവർക്കും എക്കണോമിക്സ് പാടായി. കോമൺ കട്ട് ഓഫ് ആയിരിക്കില്ല. കോമൺ കട്ട് ഓഫ് ആയിരിക്കാനാണ് സാധ്യത. എല്ലാത്തിനും കാരണം ഞാൻ എന്ത് ചെയ്തു, ഡിമോണിറ്റൈസേഷൻ മുതൽ പച്ച പിടിച്ചു. അതെ, റേറ്റ് ഒക്കെ അവസാനത്തെ റേറ്റുകളൊക്കെ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അവസാനമൊക്കെ വന്ന റേറ്റുകൾ അതൊക്കെ ചോദിച്ചത് ഭയങ്കര മോശമായി പോയി. റേറ്റുള്ള മാത്സ് ഒക്കെ താഴെ പോയി. അതെ, അപ്പൊ നോക്കിയേ, ഈ LSCSന്റെ കാര്യം എടുത്താൽ രണ്ടിനും കൂടെ ഒരുമിച്ചുള്ള കട്ട് ഓഫ് ആയിരിക്കും. എന്നിരുന്നാലും രണ്ടിനും കൂടെ ഒരുമിച്ചിട്ടാണെങ്കിൽ പോലും ഇതിന് മാർക്ക് വാങ്ങാതെ നമുക്കതിന് കട്ട് ഓഫ് ക്ലിയർ ആകാൻ പറ്റത്തില്ലല്ലോ. ചിലപ്പോൾ അതുകൊണ്ടിട്ട് കടുപ്പിച്ച എന്ത് ചെയ്യും, ചിലപ്പോൾ ഈ ഒരു സെക്കൻഡ് പേപ്പർ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക, പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതായിരിക്കും സിമ്പിൾ. കമ്പൈൻഡ് ആയിട്ടുള്ള കട്ട് ഓഫിനാണ് സാധ്യത കൂടുതൽ. ഇതിപ്പോൾ 2 പേപ്പർ ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇനിയിപ്പോൾ KS മോഡലിലാണോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ക്വാളിഫയിങ് പേപ്പർ ആയിരിക്കില്ല ഒരെണ്ണം, അതായത് മിനിമം ഇത്ര മാർക്ക് വാങ്ങിച്ചാൽ മതി ഒരെണ്ണത്തിന് എന്നാകാനുള്ള സാധ്യത ഇല്ല. അങ്ങനെയാണെങ്കിൽ അവർ ആദ്യമേ പറയുമല്ലോ രണ്ടിനും കൂടെ സെപ്പറേറ്റ് ആകാം. നിങ്ങൾ എന്തായാലും നന്നായിട്ട് പഠിക്കുക. നോട്ടിഫിക്കേഷനിലൊന്നും കൃത്യമായിട്ടൊന്നും പറയുന്നില്ല. 2 വിഷയമുണ്ട്, 2 പേപ്പർ ഉണ്ട്, രാവിലെയും വൈകുന്നേരമായിട്ട് നടക്കും എന്ന് മാത്രം പറയുന്നുള്ളൂ. ഓക്കെ, ഇതിവിടെ നിൽക്കട്ടെ. ഇത് ഞാൻ തൽക്കാലത്തേക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് ബാക്കിയെടുക്കാം. അൺഎംപ്ലോയ്മെന്റ് റേറ്റിന്റെ കാര്യം പറയുന്നത് ഇത് നോക്കാം. കോപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള, കേരളത്തിന്റെ സഹകരണ മേഖല ഔട്ട് ഓഫ് 200 അങ്ങനെ ആയിരിക്കാം. യെസ്, ഇനി അടുത്ത് കോപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള. കേരളയിലാണ് നമുക്കറിയാം, കേരളത്തിലെ സഹകരണ മേഖല എന്ന് പറയുമ്പോൾ നമ്മൾ അഭിമാനപൂരിതമാകണം അല്ലെ. കേരളത്തിലെ സഹകരണ മേഖല, കാരണം നമ്മൾ ഒരുപാട് വാർത്തകളിലൊക്കെ സഹകരണ മേഖലയെ പറ്റി കേൾക്കാറുണ്ട് അല്ലെ. കരുവന്നൂർ സഹകരണ ബാങ്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല വാർത്തകളും കേൾക്കാറുണ്ട്. അപ്പൊ ഈ സഹകരണ മേഖല കേരളത്തിൽ വൈബ്രന്റ് നെറ്റ്വർക്ക് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉള്ള സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. നിങ്ങളുടെയൊക്കെ വീടിന്റെ അടുത്ത് സഹകരണ സ്ഥാപനങ്ങളൊക്കെ ഇല്ലേ, സഹകരണ സംഘങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോ ഈ കോപ്പറേറ്റീവ് സെക്ടർ എന്ന് പറയുന്നത് കേരളത്തിൽ 15,761 സഹകരണ സ്ഥാപനങ്ങളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇനി ഒരുപാട് കോപ്പറേറ്റീവ് സൊസൈറ്റിയും ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും വിമൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സഹകരണ മേഖലയുടെ പ്രാധാന്യം നോക്കിക്കഴിഞ്ഞാൽ എക്കണോമിക് അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലും താഴേക്കടിയിലുള്ള ആൾക്കാരുടെയും എക്സ്റ്റെൻസീവ് നെറ്റ്വർക്കാണ്. അവർ പല പ്രൊമോഷണൽ ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റീസിലും ഏർപ്പെടുന്നുണ്ട്. അവർ ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, പൊതുവിതരണ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നു, അഗ്രികൾച്ചർ കമ്മോഡിറ്റീസ് കൊടുക്കുന്നു, എഡ്യൂക്കേഷൻ, ഹൗസിംഗ്, SC ST എന്നിങ്ങനെ പല മേഖലകളിലും അവർ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കിതൊന്നുമല്ല ആവശ്യം. നമുക്ക് ആവശ്യം ഇതാണ്. കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ട്രാവൻകൂർ നോക്കിക്കഴിഞ്ഞാൽ 1914 ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വരുന്നത്. അപ്പോൾ അതിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത ഒരു ബാങ്കാണ് ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. അതിന്റെ പേരാണ് പിന്നീട് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നായിട്ട് മാറിയത്. അതിന്റെ പേരാണ് പിന്നീട് കേരള ബാങ്ക് എന്നായിട്ട് മാറിയത്. നിങ്ങൾ കേരള ബാങ്കിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ 1914 ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് പിന്നീട് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആയിട്ട് മാറി. അത് പിന്നീട് കേരള ബാങ്ക് ആയിട്ട് മാറുന്നുണ്ട്. പിന്നീട് തിരുവിതാംകൂറും കൊച്ചിയും ഒരുമിച്ച് ചേർന്നപ്പോൾ ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നു 1951. ഐക്യ കേരളം രൂപം കൊണ്ടപ്പോൾ കേരളത്തിന് മൊത്തത്തിലായിട്ട് ഒരു കോപ്പറേറ്റീവ് ആക്ട് വേണമെന്നുള്ള അടിസ്ഥാനത്തിൽ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 വരുന്നു. അത് തന്നെയാണ് ഇന്നും നമ്മൾ പിന്തുടരുന്നത്. ഇന്നും കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതും സഹകരണ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നതും 1969 നിയമമാണ് എന്നുള്ള കാര്യമൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ, 2024-25 കഴിഞ്ഞ ജൂലൈയിൽ വന്ന ഈ ജൂലൈയിൽ വന്ന, ഇപ്പോൾ ഓഗസ്റ്റ് അല്ലേ, കഴിഞ്ഞ മാസം ജൂലൈയിൽ വന്ന ബജറ്റിൽ പ്രകാരം ഒരു നാഷണൽ കോപ്പറേറ്റീവ് പോളിസി, ഒരു ദേശീയ സഹകരണ നയം നമ്മുടെ സർക്കാർ ഉടനെ തന്നെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. നിങ്ങൾ ആ ബജറ്റിനകത്ത് കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി പല മേഖലകളിൽ സഹകരണ സംഘങ്ങളുണ്ട്. അപ്പൊ ഈ സഹകരണ സംഘങ്ങളുടെ ഉദ്ദേശം എന്താ? അവരുടെ ആപ്തവാക്യം തന്നെ സെൽഫ് ഹെൽപ്പ്, മ്യൂച്വൽ ഹെൽപ്പ്, കോപ്പറേഷൻ എന്നുള്ളതാണ്. സെൽഫ് ഹെൽപ്പ്, മ്യൂച്വൽ ഹെൽപ്പ്, കോപ്പറേഷൻ, സ്വയം സഹായം, പരസഹായം, സഹകരണം.
പല മേഖലകളിലാണ് സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതാണ് നമ്മൾ സഹകരണ ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. ഇനി കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി, നീതി സ്റ്റോർ, കൺസ്യൂമർ ഫെഡ്, അതെല്ലാം അതിനകത്താണ് വരുന്നത്. വനിതാ സഹകരണ സംഘങ്ങളുണ്ട്, ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, SC/ST കോപ്പറേറ്റീവ് സൊസൈറ്റി, മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഹെൽത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി, അതുപോലെ തന്നെ മിസലേനിയസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. പേസ് കുറയ്ക്കാൻ, സ്പീഡ് കുറയ്ക്കാനാണോ? ഓക്കെ. അപ്പൊ നോക്കി, ഈ പറയുന്ന പോലെ സഹകരണ സംഘങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പല മേഖലകൾ, അതായത് സഹകരണ സംഘങ്ങൾ എന്തിനാണ് പ്രവർത്തിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ കാർഷിക സഹകരണ സംഘങ്ങളെ പറ്റി കേട്ടിട്ടില്ലേ? കാർഷിക സഹകരണ സംഘങ്ങളെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. അതായത് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ. നിങ്ങൾക്കിപ്പോൾ വീടിനടുത്തൊക്കെ കർഷകരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളൊരു കർഷകരാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് നിന്നിട്ട് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അവിടെ നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടാം. നിങ്ങൾക്ക് അവിടെ ബാർഗെയിനിങ് പവർ വളരെ കുറവാണ്. അതേസമയം നിങ്ങൾ ഒരേ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഒരേ ജോലി ചെയ്യുന്ന ഒരേ ജോലി ചെയ്യുന്ന ഒരേ കർഷകർ ഒരുമിച്ച് ചേർന്ന് അവരുടെ ഉൽപ്പന്നങ്ങളെല്ലാം ഒരുമിച്ച് വിൽക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബാർഗെയിനിങ് പവർ കൂടും അല്ലേ? നിങ്ങളവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത കുറവാണ്. ഇത് തന്നെയാണ് സഹകരണ സംഘത്തിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഒരേ നേച്ചറിലുള്ള, ഒരേ സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ ഒരേ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് അവരുടെ നേട്ടത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അതാണ് സഹകരണ സ്ഥാപനങ്ങൾ, സഹകരണ സംഘങ്ങൾ അല്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? കാർഷിക സഹകരണ സംഘം, വനിതാ സഹകരണ സംഘം, SC/ST സഹകരണ സംഘം എന്ന് പറയുന്ന എല്ലാം. ക്ഷീരോത്പാദന സഹകരണ സംഘം അറിയാലോ. നിങ്ങൾ പാൽ സൊസൈറ്റികളെന്ന് കേട്ടിട്ടില്ലേ? ക്ഷീരോത്പാദന സഹകരണ സംഘം. അപ്പൊ കേരളത്തില് ഇത്തരത്തിലുള്ള പല മേഖലകളിലും പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങളുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി, നീതി സ്റ്റോർ, ത്രിവേണി സ്റ്റോർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല. ഇതാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് കൺസ്യൂമേഴ്സിന്, സാധാരണ ഉപഭോക്താവിന് കുറഞ്ഞ വിലയിൽ, ന്യായമായ വിലയിൽ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ന്യായമായിട്ടുള്ള വിലയിൽ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അതായത് മെഡിസിൻസ്, സ്റ്റേഷനറി ഐറ്റം ഇതെല്ലാം കുറഞ്ഞ നിരക്കിൽ എത്തിക്കുക. നിങ്ങൾ കൺസ്യൂമർ ഫെഡ്, നീതി സ്റ്റോറിലൊക്കെ പോകാറില്ലേ? അപ്പോൾ ഇത്തരത്തിൽ നീതി സ്റ്റോർ, ത്രിവേണി സ്റ്റോർ, നീതി ഗ്യാസ്, ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഒരുപാട് പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്. അതിനെല്ലാം തന്നെ ഒരു അപ്പെക്സ് ബോഡി, അതിന്റെ എല്ലാം ഒരു തലതൊട്ടപ്പൻ, ഒരു നേതൃത്വം കൊടുക്കുന്ന ഒരു ബോഡിയാണ് കൺസ്യൂമർ ഫെഡ് എന്ന് പറയുന്നത്. അപ്പൊ കൺസ്യൂമർ ഫെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ. കൺസ്യൂമർ കോപ്പറേറ്റീവ് മേഖലയുടെ അപ്പെക്സ് ബോഡിയാണ് കേരള സ്റ്റേറ്റ് കൺസ്യൂമർ ഫെഡറേഷൻ അല്ലെങ്കിൽ കൺസ്യൂമർ ഫെഡ്. ഒന്നും കൂടെ പറയാം, നമുക്ക് ഒരുപാട് നീതി സ്റ്റോറുകളുണ്ട്, ത്രിവേണി സ്റ്റോറുകളുണ്ട്. ഇതെല്ലാം തന്നെ പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ഇതിന്റെ എല്ലാം ഒരു അപ്പെക്സ് ബോഡി, ഇതിന്റെ എല്ലാം ഒരു തലതൊട്ടപ്പൻ, മുകളിലിരിക്കുന്ന സ്ഥാപനമാണ് കൺസ്യൂമർ ഫെഡ് എന്ന് പറയുന്നത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഇതിൽ നമ്മൾ ഈ പറഞ്ഞ പ്രാഥമിക സംഘങ്ങളെല്ലാം ഈ കൺസ്യൂമർ ഫെഡിൽ അംഗങ്ങളാണ്. അതിനൊപ്പം തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റും ഇതിൽ അംഗമാണ്, സംസ്ഥാന സർക്കാരും ഇതിൽ അംഗമാണ്. അപ്പൊ കേരളത്തില് പൊതുവിതരണ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പൽ ഏജൻസി ഈ ഒരു കൺസ്യൂമർ ഫെഡ് ആണ്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? റേഷൻ കാർഡ് ഉപയോഗിച്ച് നമ്മൾ നീതി സ്റ്റോർ എന്നൊക്കെ അരിയൊക്കെ വാങ്ങുന്ന കേട്ടിട്ടില്ലേ? മാവേലി സ്റ്റോർ, നീതി സ്റ്റോർ, ത്രിവേണി സ്റ്റോർ എന്നൊക്കെ അരിയൊക്കെ വാങ്ങുന്ന കേട്ടിട്ടില്ലേ? അപ്പൊ പൊതുവിതരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടും റേഷൻ കടകൾക്ക് പുറമെ ഈ പറയുന്ന കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ സാധാരണ കൺസ്യൂമേഴ്സിന് ന്യായമായിട്ടുള്ള വിലയിൽ സാധനങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയുള്ള സൊസൈറ്റികളാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഈ ഒരു കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പ്രാഥമികമായിട്ട് ഒരുപാടെണ്ണമുണ്ട്. അതിന്റെ അപ്പെക്സ് ബോഡിയാണ് കൺസ്യൂമർ ഫെഡ് എന്ന് പറയുന്നത്. ഈ കൺസ്യൂമർ ഫെഡിൽ ഈ പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അംഗമാണ്. അതിനൊപ്പം സ്റ്റേറ്റ് ഗവൺമെന്റും ഇവിടെ അംഗമാണ്. അതുപോലെ തന്നെ പൊതുവിതരണ സംവിധാനം, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പ്രവർത്തിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? സ്പീഡ് കൂടിപ്പോയോ? ഞാൻ പറഞ്ഞത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത് ക്ലിയർ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത് നമുക്ക് നോക്കാവുന്നതാണ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുക. അതായത് ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ എനിക്ക് മാർക്കറ്റിൽ എത്തിക്കണം, എന്നാലേ എനിക്ക് വരുമാനം കിട്ടത്തുള്ളൂ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഒരുപാട് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്.
പൊതുവായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്. നമ്മൾ ക്ഷീര സഹകരണ സംഘങ്ങൾ എന്ന് കേട്ടിട്ടില്ലേ, പാൽ സൊസൈറ്റി, അതെല്ലാം തന്നെ മാർക്കറ്റിംഗ് സൊസൈറ്റീസിനകത്ത് വരുന്നതാണ്. അതായത് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടി ഉൽപാദകർ പോകുന്ന സൊസൈറ്റീസ് ആണ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ അപ്പെക്സ് ബോഡിയാണ് എന്തെന്ന് പറയുന്നത്, മാർക്കറ്റ് ഫെഡ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ഫെഡ്, അതായത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്ന് പറയുന്നത്, അതിനകത്ത് സ്റ്റേറ്റ് ഗവൺമെന്റും അംഗമാണ്. അപ്പോൾ അപ്പെക്സ് ബോഡി, കേരളത്തിലെ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത് മാർക്കറ്റ് ഫെഡ് ആണ്. അതുപോലെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് മിൽമ. കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ? മിൽമ കേട്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുന്നത് തന്നെ ഒരു തെറ്റാണ്. മിൽമേനെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, അതൊരു സഹകരണ സംഘമാണെന്നുള്ള കാര്യം. നമ്മുടെ ഈ ക്ഷീര സഹകരണ സംഘങ്ങളുടെ എല്ലാം തന്നെ മുകളിൽ നിൽക്കുന്ന ഒരു മാർക്കറ്റിംഗ് ബോഡിയാണ് മിൽമ എന്ന് പറയുന്ന സ്ഥാപനം. ഈ മിൽമ എന്ത് മാതൃകയിലാണ് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് അറിയാമോ? വേറൊരു സ്ഥാപനത്തിന്റെ മാതൃകയിൽ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് മിൽമ. ഏതിന്റെ മാതൃകയിൽ? യെസ്, ആനന്ദിലുള്ള അമൂലിന്റെ മാതൃകയിൽ. അമൂലിന്റെ അതേ മാതൃകയിലാണ് കേരളത്തിൽ മിൽമ നടപ്പിലാക്കിയിട്ടുള്ളത്. യെസ്, കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്നുള്ളതാണ് മിൽമയുടെ ഫുൾ ഫോം. കയർ ഫെഡ് ഉണ്ട്, കയറിന്റെ മേഖലയിൽ. അതുപോലെ മത്സ്യ ഫെഡ്. നിങ്ങൾ മത്സ്യ ഫെഡിന്റെ സമുദ്ര എന്ന് പറയുന്ന ബസ്സൊക്കെ കണ്ടിട്ടുണ്ടോ? ഹാൻഡെക്സ് വരും. യെസ്, സമുദ്ര എന്ന് പറയുന്ന ബസ്സൊക്കെ കണ്ടിട്ടില്ല. അതായത് ഈ മത്സ്യബന്ധന മേഖലയിൽ നിന്നുള്ള ആൾക്കാർക്ക് യാത്ര ചെയ്യാനൊക്കെ ഉള്ള മത്സ്യ എന്ന് പറയുന്ന, സമുദ്ര എന്ന് പറയുന്ന ബസ്സൊക്കെ. അപ്പൊ ഈ മത്സ്യ ഫെഡ്, കയർ ഫെഡ്, മിൽമ, മാർക്കറ്റിംഗ് ഫെഡ് എല്ലാം തന്നെ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ഓക്കെ അല്ലേ? ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യേണ്ടത്, അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. അപ്പൊ ഇതുവരെ നമുക്ക് ഇന്ന് നോക്കിയാൽ മതി. ഇനി വേറൊരു ക്ലാസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ 5 മണിക്ക് നിർത്തുന്നത്. യെസ്, കേര ഫെഡ്. കേര ഫെഡിന്റെ എന്താണ്, നമ്മളെ വെളിച്ചെണ്ണ കണ്ടിട്ടില്ലേ? കേര ഫെഡിന്റെ അല്ലേ വെളിച്ചെണ്ണ? യെസ്, അതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഉൽപ്പന്നങ്ങൾ. യെസ്, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്ന് നോക്കാം, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളിൽ, റൂറൽ എക്കണോമിയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇല്ലെങ്കിൽ നോട്ട് വായിച്ചിട്ട് വന്ന് അടുത്ത ക്ലാസ്സിൽ പോകാം. ആക്ച്വലി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ പ്രോഡക്റ്റുകൾ ഇതിനകത്ത് വരില്ല. അതായത് ഇപ്പോൾ നീതി സ്റ്റോറിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഇവരുടെ ഉൽപ്പന്നങ്ങളായിട്ട് വരും. അതായത് ഇവർ സ്ഥാപനം വേറെ, പ്രോഡക്റ്റ് വേറെ. മനസ്സിലായോ? അതായത് മിൽമ എന്ന് പറയുന്നത് എന്താ, അതൊരു സ്ഥാപനമാണ്. മിൽമ പ്രോഡക്റ്റുകൾ, മിൽമ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ആ സ്ഥാപനം എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റ് അണ്ടറാണോ ഇതൊക്കെ, അതോ ഇതെല്ലാം തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിൽ പങ്കാളിയാണ്. അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് 50% ഓഹരി ഇതിലെല്ലാം തന്നെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിൽ അവർക്ക് ഡിസിഷൻ എടുക്കാൻ ഡയറക്റ്റ് പറ്റത്തില്ല. ഇതിന് പ്രത്യേക മാനേജ്മെന്റ് ഉണ്ട്. ഈ മിൽമയ്ക്കാണെങ്കിൽ, കയർ ഫെഡിനാണെങ്കിൽ എല്ലാത്തിനും സെപ്പറേറ്റ് മാനേജ്മെന്റ് ഉണ്ട്. ഇതൊരു സഹകരണ സംഘമാണ്. ഗവൺമെന്റിന്റെ ഉടമസ്ഥതയെ നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു സഹകരണ സംഘമാണ്. ഗവൺമെന്റിനിവിടെ പങ്കാളിത്തമുണ്ട്, ഗവൺമെന്റ് നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് എന്തുണ്ട്? സ്വതന്ത്ര ചുമതലയുണ്ട്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. കൃത്യമായിട്ട് ഒരൊറ്റ വാക്കിൽ എനിക്ക് മറുപടി പറയാൻ, ഇത് ഗവൺമെന്റ് അണ്ടറിലാണെന്ന് ചോദിച്ചാൽ അങ്ങനെ എനിക്കൊരു മറുപടി പറയാൻ ഇതിന് പറ്റത്തില്ല. കാരണം ഗവൺമെന്റിന് ഇത് പങ്കാളിത്തമുണ്ട്, ഗവൺമെന്റ് നിയന്ത്രിക്കുന്നുണ്ടെങ്കിലും ഇത് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളാണ്. ഓക്കെ, ഔഷധി മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്കറിയില്ല. മറ്റേ നമ്മുടെ ഈ ഒരു ആയുർവേദ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നില്ലേ, അതിനെപ്പറ്റി എനിക്കറിയില്ല കേട്ടോ, ഔഷധിയുടെ കാര്യം. കേരള സർക്കാരിന്റെ ഒരു കമ്പനിയാണെന്ന് തോന്നുന്നു ഔഷധി. സഹകരണ സംഘമാണെന്ന് തോന്നുന്നില്ല. ഔഷധി ഒരു കേരള സർക്കാർ സംരംഭം, കമ്പനി എന്നല്ലേ കേട്ടിട്ടുള്ളത്? നോക്കിയിട്ട് പറയാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. നിങ്ങൾ മുന്നേ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? മുന്നേ പഠിച്ചിട്ട കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുന്നുണ്ടല്ലോ. റിസൾട്ട് വന്നതിന് ശേഷം പഠിത്തം കുറച്ച് സീരിയസ് ആയിട്ട് മാറ്റണം കേട്ടോ. മാറ്റാനുള്ള സമയമായി. ഇതുവരെ കുറച്ച് വലിയ താല്പര്യമില്ലാതെ പഠിച്ചുകൊണ്ടിരുന്ന സീരിയസ് ആയിട്ട് മാറ്റുക. ഔഷധി ഫാർമസ്യൂട്ടിക്കൽ ബോർഡിലാണ്. ഞാനിന്ന് നോക്കട്ടെ, അവരുടെ വെബ്സൈറ്റ് നോക്കട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാവേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് വരണേ.